ഹലോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്കിന്ന് പുതിയൊരു ഡ്രാമ കണ്ടാലോ? ഇതാണ് നമ്മുടെ കഥയിലെ ഹീറോ ആവട്ടെ അവനും കൂടി ബിസിനസ് പാർട്ട്ണർ ആയിട്ടുള്ള ഒരു ലോ ഫേമിൻ്റെ ആനിവേഴ്സറിക്ക് പോവുകയാണ്. അവനാണെങ്കിൽ അങ്ങനെ ആള് കൂടുന്ന സ്ഥലങ്ങളിലൊന്നും പോകുന്ന ആളല്ലായിരുന്നു. അവിടുത്തെ മിക്ക പെൺകുട്ടികളും അവനെ കാണാനാണ് ആ പാർട്ടിയിലേക്ക് വന്നെത്തിയിരിക്കുന്നത്. അവൻ്റെ പേര് നെവിൽ എന്നാണ്. പെൺകുട്ടികളെല്ലാം കൂട്ടം ചേർന്ന് നിന്ന് അവൻ്റെ സൗന്ദര്യത്തെ പുകഴ്ത്തുന്നുണ്ട്. പെൺകുട്ടികളൊക്കെ അവനെ വായി നോക്കുന്നത് അവൻ കണ്ടെങ്കിൽ പോലും, നീ എന്നോട് ഇതിനു മുമ്പ് ഇത്രയും ആളുകൾ പാർട്ടിക്ക് വരുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ താൻ ഇങ്ങോട്ടേക്ക് വരില്ലായിരുന്നല്ലോ എന്ന് പരിഭവത്തോടെ തന്നെ അവൻ്റെ സുഹൃത്തിനോടവൻ പറയുന്നുണ്ട്. സുഹൃത്ത് അവനോട് പറയുന്നുണ്ട്, നീ ആവട്ടെ ഈ ഫെമിൻ്റെ ഒരു പ്രധാന പാർട്ട്ണറാണ്. നീ വരുമെന്ന് കരുതിയിട്ടാണ് ഇവിടെ ഒട്ടുമിക്ക ആൾക്കാരും വന്നിരിക്കുന്നത്. എല്ലാവരോടും നീ നന്നായി തന്നെ പെരുമാറുമെന്ന് എനിക്ക് വാക്ക് തന്നെയാണ്. അപ്പോൾ അവനും സുഹൃത്തിനോട് പറയുന്നുണ്ട്, വെറും 10 മിനിറ്റ് മാത്രമേ താൻ ഇവിടെ നിൽക്കത്തുള്ളൂ എന്ന്. ഈ സമയത്ത് ഒരു പയ്യനാവട്ടെ ലെയ്ൻ എന്ന് പറയുന്ന ഒരാളുടെ അടുത്ത് വന്നിട്ട്, നിങ്ങളുടെ ഫിനാൻഷ്യൽ കേസ് വളരെ ഗംഭീരമായിരുന്നു എന്ന് പറയുന്നു. ലെയ്ൻ എന്ന് പറയുന്ന ആളൊന്ന് സംശയത്തോടെ ചോദിക്കുന്നുണ്ട് അവൻ ആരാണെന്ന്. അപ്പോൾ അവൻ പറയുന്നുണ്ട് അവൻ ഹീറോയുടെ കമ്പനിയിലെ പുതിയൊരു ഇന്റേൺ ആണെന്ന്. ക്ലാരൻസ് ഗ്രീൻ എന്നാണ് ഈ യുവാവിൻ്റെ പേര്. അയാളാവട്ടെ അവനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഈ കേസിൽ അത്ര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ നീ എന്തുകൊണ്ടാണ് അതിലെ മെയിൻ പോയിന്റ്സ് എന്നോട് പറയാത്തേ എന്ന്. ഇത് കേട്ടിട്ട് എന്തു പറയണമെന്നറിയാതെ ആ യുവാവട്ടെ ആകെ തപ്പിത്തടാൻ ഒരുങ്ങുന്ന കണ്ടിട്ട് അവരാവട്ടെ പരിഹാസത്തോടെ ചിരിക്കുന്നുണ്ട്. ഈ സമയത്ത് ഒരു പെൺകുട്ടി അങ്ങോട്ടേക്ക് വന്നിട്ട് ഫിനാൻഷ്യൽ കേസിനെ കുറിച്ചാണോ പറയുന്നേ എന്ന് ചോദിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ കഥയിലെ ഹീറോയിൻ. അവളുടെ പേര് മാർഗ്രറ്റ് എന്നാണ്. മാർക്കറ്റിംഗ് മാനിപ്പുലേഷനെ കുറിച്ചും റീസെന്റ് ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിയെ കുറിച്ചുമല്ലേ നിങ്ങളുടെ കേസിൽ പറയുന്നതെന്ന് അവൾ ധൈര്യപൂർവ്വം ചോദിക്കുന്നുണ്ട്. നിനക്ക് നിയമങ്ങളെക്കുറിച്ച് നല്ല അറിവുണ്ടല്ലോ, നീയും ഈ നിവിൽ കമ്പനിയിലെ ഒരു ഇന്റേൺ ആണോ എന്ന് അയാൾ ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, ഇല്ല, ഞാനിതുവരെ ഗ്രാജുവേഷൻ പോലും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, ഇതെൻ്റെ ബോയ് ഫ്രണ്ട് ആണെന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. ഞാൻ ഗ്രീനിലൂടാണ് ഈ പാർട്ടിയിലേക്ക് വന്നിരിക്കുന്നതെന്നും ഇവൻ നല്ല എക്സലൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, പക്ഷേ ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് പെട്ടെന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ പെട്ടെന്ന് പരിഭ്രാന്തനായി പോയതാണെന്ന് അവൾ വിശദീകരിക്കുന്നു. എന്നാൽ അയാളാവട്ടെ അയാളുടെ വിസിറ്റിംഗ് കാർഡ് അവൾക്ക് കൊടുത്തിട്ട് ഗ്രാജുവേഷന് ശേഷം അയാളുടെ ഫേമിൽ വന്ന് ജോലി ചെയ്യാൻ പറയുന്നുണ്ട്. അവൾക്ക് നല്ല കഴിവുണ്ടെന്നും അവൾ ഇതിൽ നന്നായി ശോഭിക്കാൻ സാധ്യതയുണ്ടെന്നും പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോകുന്നു. അവളുടെ ബോയ് ഫ്രണ്ട് ആവട്ടെ അവളോട് ചോദിക്കുന്നുണ്ട്, നിനക്കെന്നെ കണ്ടിട്ട് ഒരു മണ്ടനായിട്ട് തോന്നുന്നുണ്ടോ എന്ന്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല, നീ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല, ഒരിക്കൽ നീ അവരെക്കാട്ടിലുമൊക്കെ വലിയൊരു ലോയറായി തന്നെ മാറുമെന്ന് അവൾ അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അവനാവട്ടെ അവളുടെ കയ്യിൽ പിടിച്ചിട്ട് എൻ്റെ ഒപ്പം നിന്നതിന് നന്ദിയുണ്ടെന്ന് അവളോട് പറയുന്നുണ്ട്. അതുമാത്രമല്ല, അവൾ ഗൗൺ ഇട്ട് ഒരുപാട് നേരമായിട്ട് നിൽക്കുകയല്ലേ. സെക്കൻഡ് ഫ്ലോറിൽ ഒരു വിശ്രമ മുറിയുണ്ട്, അവിടെ പോയി റെസ്റ്റ് എടുത്തോളാൻ അവളോട് പറയുന്നുണ്ട്. അവളാണെങ്കിൽ തിരിഞ്ഞ് ആ മുറിയിലേക്ക് പോകാനൊരുങ്ങുമ്പോൾ അവൻ അവളെ തടഞ്ഞിട്ട് ആ ബിസിനസ് കാർഡ് അവൾക്ക് വേണ്ടിയിട്ട് അവൻ സൂക്ഷിച്ചോളാമെന്ന് പറയുന്നു. അവളാവട്ടെ ഒന്നും ആലോചിക്കാതെ അത് അവൻ്റെ കയ്യിൽ കൊടുക്കുന്നുമുണ്ട്. അവനാവട്ടെ ആ കാർഡ് വാങ്ങിച്ചിട്ട് അവൾ പോയ ഉടനെ തന്നെ അത് വലിച്ചു കീറി കളയുന്നുണ്ട്. അവൻ ദേഷ്യത്തിൽ ദുശ്ചിന്തയോടെ തന്നെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, തീർച്ചയായും പെൺകുട്ടികൾക്ക് ആൺകുട്ടികളെക്കാൾ എളുപ്പത്തിൽ അവസരങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുമെന്ന്. അതിനുശേഷം ഹീറോയുടെ ഫ്രണ്ട് ആവട്ടെ അവരുടെ സ്ഥാപനത്തിന്റെ മറ്റ് പാർട്ട്നേഴ്സിനെ ഹീറോയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഫ്രണ്ട് ആവട്ടെ അവനൊരു ഗ്ലാസ് ഡ്രിങ്ക്സും കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് പറയുന്നുണ്ട്, നിന്റെ കണ്ടീഷനൊക്കെ ഓക്കെയാണ്, ഗ്ലാസ് കൊണ്ടുണ്ടാവുന്ന ഒരു തരത്തിലുള്ള ശബ്ദവും ഇവിടെ കേൾക്കാൻ സാധ്യതയില്ല എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഹീറോയിൻ ആവട്ടെ ഒരു ശബ്ദം കേട്ട് ഒരു മുറിയിലേക്ക് കയറി പോകുന്നുണ്ട്. കഥവ് തുറന്നു നോക്കിയപ്പോൾ ഹീറോ ആവട്ടെ 2 കൈകളും പൊത്തി നിലത്തേക്കിരുന്ന് അമ്മ എന്നെ വിട്ടിട്ട് പോവല്ലേ എന്ന് പറഞ്ഞ് അലറി വിളിക്കുന്നതായിരുന്നു അവൾ കാണുന്നത്. ഉടനടി തന്നെ ഹീറോയിൻ അവൻ എന്ത് പറ്റി എന്ന് അന്വേഷിക്കുന്നുണ്ട്. അവനൊന്നും പറയാതെ തന്നെ അടുത്തു നിന്ന് പോവരുതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേട്ടിട്ട് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്, ഇത് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയുന്ന ഒരു അസുഖമാണെന്ന്. പുറത്തുനിന്ന് ക്ലാസുകൾ കൂട്ടിമുട്ടുന്ന ശബ്ദം കേൾക്കുമ്പോൾ അവന്റെ കണ്ടീഷൻ കുറച്ചും കൂടി വഷളാവുന്നുണ്ട്. അങ്ങനെ അവന് ക്ലാസുകൾ കൂട്ടിമുട്ടുന്ന ശബ്ദങ്ങൾ പേടിയാണെന്ന് ഹീറോയിന് മനസ്സിലാവുന്നുമുണ്ട്. അങ്ങനെ അവൾ ഉടനടി കതവ് ക്ലോസ് ചെയ്യുന്നുണ്ട്. അവന്റെ അടുത്ത് ചെന്നിരുന്നിട്ട് അവളെ 2 കൈകളും കൊണ്ട് അവന്റെ മുഖം ഉയർത്തിയിട്ട് അവളുടെ മുഖത്തേക്ക് നോക്കി നന്നായി തന്നെ ശ്വാസം വലിച്ചെടുക്കാൻ പറയുന്നുണ്ട്. അവനാവട്ടെ അവളെ കണ്ട് വല്ലാതെ ഒന്ന് ഷോക്കാവുന്നുണ്ട്. എന്നിരുന്നാലും അവൾ പറഞ്ഞ പോലെ അവൻ നന്നായി ശ്വാസം മുകളിലേക്ക് എടുക്കുന്നുണ്ട്. അങ്ങനെ അവൾ അവനോട് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ അവനെ എങ്ങനെ തോന്നുന്നുണ്ട്, കുറച്ചും കൂടി ബെറ്ററായി ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പെട്ടെന്ന് സ്ഥിരബോധത്തിലേക്ക് വന്ന പോലെ അവളുടെ കൈ തട്ടി മാറ്റുന്നുണ്ട്. അവൻ എഴുന്നേറ്റിട്ട് ചുറ്റുപാടും ഒന്ന് നോക്കിയിട്ട് അവളോട് ചോദിക്കുന്നുണ്ട്, ഇത് ഏതാ സ്ഥലം, നീ ആരാണെന്ന്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, എൻ്റെ പേര് മാർഗ്രറ്റ് ഹംബ്രി എന്നാണ്, ഞാനാണെങ്കിൽ വാതിലിനരികിൽ നിങ്ങളുടെ ശബ്ദം കേട്ടു അങ്ങനെ വന്നയാണെന്ന് അവൾ പറയുമ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, നീ നിവിൽ ഗ്രൂപ്പിന്റെ ഒരു ക്ലയന്റോ അല്ലെങ്കിൽ പാർട്ട്ണറോ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഞാൻ പാർട്ട്ണർ ഒന്നും അല്ല, എൻ്റെ ബോയ് ഫ്രണ്ട് ആവട്ടെ നിവിൽ ഗ്രൂപ്പിലെ ഈ വർഷത്തെ ഇന്റേൺ ആണ്, അതുകൊണ്ട് ഞാൻ അവനോടൊപ്പം വന്നയാണെന്ന് അവൾ പറയുമ്പോൾ ഉടനടി തന്നെ അവളുടെ ഫോൺ അവൻ പിടിച്ചു വാങ്ങുന്നുണ്ട്.
അവൾ ഈ സമയത്ത് പറയുന്നുണ്ട്, ഇന്ന് നടന്ന കാര്യത്തെക്കുറിച്ചൊന്നും ഓർത്ത് നിങ്ങൾ പേടിക്കേണ്ട, ഞാൻ ഈ വിവരം ആരോടും പറയില്ല എന്ന്. എന്നാൽ അവനാവട്ടെ അവളുടെ ഫോൺ നമ്പർ അവന്റെ ഫോണിലേക്ക് സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. അതിനുശേഷം ഫോൺ അവൾക്ക് തിരികെ നൽകിക്കൊണ്ട് തന്നെ അവളോട് പറയുന്നുണ്ട്, ഞാൻ ആരുടെയും വാക്കുകൾ കൊണ്ടുള്ള പ്രോമിസ് വിശ്വസിക്കാറില്ല എന്ന് പറഞ്ഞ് നേരിട്ട് അവളെ കിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യം അവന്റെ ഭാഗത്തു നിന്നുണ്ടാവുമെന്ന് അവൾ ഒരിക്കലും കരുതിയിരുന്നില്ല. പെട്ടെന്ന് അവൻ അങ്ങനെ ചെയ്തതുകൊണ്ട് തന്നെ അവൾക്ക് പ്രതികരിക്കാൻ സാധിച്ചില്ല. ആ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അവൻ അവന്റെ ഫോണിൽ ഈ ചിത്രങ്ങൾ എടുത്തു വെച്ചിരുന്നു. അവളാവട്ടെ പെട്ടെന്ന് അവനെ തള്ളിമാറ്റി അവന്റെ കരണത്തൊരടിയും കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അവൻ അഹങ്കാരത്തോടെ തന്നെ അവളോട് പറയുന്നുണ്ട്, തന്റെ കയ്യിലുള്ള എവിഡൻസിനെ മാത്രമേ താൻ വിശ്വസിക്കാറുള്ളൂ എന്ന്. അവൻ ഫോണിൽ പകർത്തിയ ഫോട്ടോ അവൾക്ക് കാണിച്ചു കൊടുത്തിട്ട്, നീ ഇത് കണ്ടോ, ഇത് നിന്റെ ബോയ് ഫ്രണ്ടിന്റെ ഫോണിലേക്ക് വരുമെന്ന് പറഞ്ഞ് അവളെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നീട് അവൾക്കൊന്നും പ്രതികരിക്കാൻ സാധിച്ചില്ല. പോകുന്നതിന് മുമ്പായി അവളോട് അവൻ താങ്ക്സും പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. പരിഭ്രാന്തിയെ അവൾ നേരിട്ട് ബോയ് ഫ്രണ്ടിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ബോയ് ഫ്രണ്ട് അവളോട് പറയുന്നുണ്ട്, ഞാനിന്ന് വളരെ ഹാപ്പിയാണ്, കാരണം ഞാൻ ഒരുപാട് ടോപ്പ് ലോയേഴ്സിനെ ഇന്ന് മീറ്റ് ചെയ്തു. നേരത്തേക്ക് എനിക്കിതൊന്ന് സ്വപ്നം കാണാൻ പോലും ഉള്ള ധൈര്യം ഇല്ലായിരുന്നു എന്നൊക്കെ അവളോട് സന്തോഷത്തോടെ പറയുന്നുണ്ട്. അവളാവട്ടെ മുഖത്ത് പരിഭ്രാന്തി മറച്ചുകൊണ്ട് ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ട് അവൻ പറയുന്നതൊക്കെ കേട്ടിട്ട്. ഈ സമയത്ത് അവൻ പറയുന്നുണ്ട്, എനിക്ക് ഒരു കാര്യത്തിൽ മാത്രമേ വിഷമമുള്ളൂ, നെവിലിനോടൊന്ന് സംസാരിക്കാൻ സാധിച്ചില്ല, അദ്ദേഹം എന്റെ ഐഡിയയിലാണെന്ന് അവനെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്. ഈ സമയത്ത് അവനും തിരിഞ്ഞ് അവരിരുവരെയും നോക്കുന്നുണ്ട്. അവളും അവനെ നോക്കുമ്പോൾ ഇവനാണോ എഡ്വേർഡ് നെവിൽ എന്നുള്ള രീതിയിൽ അവള് ആകെ അന്തം വിട്ടു പോകുന്നുണ്ട്. ആ ഷോക്ക് മാറുന്നതിന് മുമ്പ് തന്നെ അവനാവട്ടെ നേരെ നടന്ന് അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ആ ഫോട്ടോ അങ്ങാനും തന്റെ ബോയ് ഫ്രണ്ടിനെ കാണിക്കുമോ എന്ന് ഓർത്തിട്ട് അവൾ ആകെ പരിഭ്രാന്തിയിലാവുന്നുണ്ട്. ഈ സമയത്ത് അവരിക്കിലെ അടുത്തേക്ക് വരുന്നത് കണ്ടിട്ട് അവളുടെ ബോയ് ഫ്രണ്ടിലാവട്ടെ സന്തോഷവും അതുപോലെ ഷോക്കും ആവുന്നുണ്ട്. അവളുടെ ബോയ് ഫ്രണ്ട് ആവട്ടെ അവനെ പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷമുണ്ടെന്ന് പറഞ്ഞ് അവന്റെ നേർക്ക് കൈകൾ നീട്ടുന്നുണ്ട്. അവനാവട്ടെ എന്നിരുന്നാലും അവളെയും നോക്കിയിട്ട് കൈ അവന് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ പെൺകുട്ടി ആരാണെന്ന് ഗ്രീനിയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ അവളെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട്, ഇതെന്റെ ഗേൾ ഫ്രണ്ടാണ്, മാർഗരറ്റ് ആണ് പേരെന്നും പറയുന്നു, അവൾ എന്നോടൊപ്പമാണ് ഇവിടെ വന്നിരിക്കുന്നു എന്നും വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഹീറോ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അവൾ എന്നോട് പറഞ്ഞത് കള്ളമല്ല, അവൾ അവളുടെ ബോയ് ഫ്രണ്ടിനോടൊപ്പം തന്നെയാണ് ഈ പാർട്ടിയിലേക്ക് വന്നിരിക്കുന്നത് എന്ന് കരുതിയിട്ട് നിങ്ങൾ രണ്ടുപേരും എൻജോയ് ചെയ്യും, ഞാനിപ്പോൾ ഇവിടെ നിന്ന് പോവുകയാണെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അവളുടെ ബോയ് ഫ്രണ്ടിനാവട്ടെ ലോകം കീഴടക്കിയ സന്തോഷമുണ്ടായിരുന്നെങ്കിലും അവളാവട്ടെ അവന്റെ മുൻപിൽ ചിരി അഭിനയിച്ചു നിൽക്കുകയായിരുന്നു. മാർഗരറ്റും ഈ സമയത്ത് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അവനുമായി ഒരു പ്രശ്നത്തിന് പോകുന്നത് തീരെ ശരിയാവില്ല എന്ന്. അടുത്ത ദിവസം ഹീറോയിൻ ആവട്ടെ അവളുടെ ഫ്രണ്ട് മറന്നു വെച്ച കുറേ ഡോക്യുമെന്റ്സുമായി ഫ്രണ്ടിന്റെ ഓഫീസിലേക്ക് ചെന്ന് അവൾക്കത് കൊടുക്കുന്നുണ്ട്. ഫ്രണ്ട് ആവട്ടെ അവളോട് നന്ദി പറയുന്നുണ്ട്, കാരണം ഇന്ന് അർജന്റായിട്ട് വെക്കേണ്ടിയിരുന്ന ഒരു ഡോക്യുമെന്റ് ആയിരുന്നു ഇത്. ഹീറോയിൻ അവളോട് പറയുന്നുണ്ട്, നിന്റെ ക്ലയന്റ് നിനക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് വെക്കുകയല്ലേ, പൊക്കോ എന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. പോകുന്ന വഴിക്ക് ഹീറോയെ അവന്റെ അച്ഛൻ അടിക്കുന്നത് കണ്ടിട്ട് ഹീറോയിൻ അവിടെ മറിഞ്ഞു നിൽക്കുന്നുണ്ട്. ഹീറോയുടെ അച്ഛനും ഒരു ലോ ഫേം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അടികൊണ്ട് ഒരു കൂസലുമില്ലാതെ ഹീറോ അവന്റെ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, എന്താ ഞാൻ തന്ന ഫാദേഴ്സ് ഡേ ഗിഫ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ എന്ന്. അവന്റെ അച്ഛൻ ദേഷ്യത്തോടെ തന്നെ അവനോട് ചോദിക്കുന്നുണ്ട്, എത്ര നാൾ നീ ഇങ്ങനെ ധിക്കാരിയായിട്ട് എന്നോട് പെരുമാറും, ഇപ്രാവശ്യം നീ ഒരുപാട് അതിര് കടന്ന് പ്രവർത്തിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കും അച്ഛന് വരുന്ന കേസുകളെല്ലാം മോൻ തട്ടിയെടുക്കും, അതാണ് ഇവിടുത്തെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ രണ്ടുപേർക്കും ഓരോ ലോ ഫേം ആണല്ലോ നടത്തിക്കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഹീറോയുടെ അച്ഛന്റെ ഏറ്റവും വലിയൊരു ക്ലയന്റിനെയാണ് അവൻ തട്ടിയെടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞ് അവനെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട് അച്ഛൻ. ഹീറോയെ ഇന്ന് സമാധാനപ്പെടുത്തി കൺട്രോൾ ചെയ്യാനായിട്ട് അവന്റെ അച്ഛൻ പറയുന്നുണ്ട്, എഡ്വേർഡ് നീ എൻ്റെ മകനാണ്, എൻ്റെ ചോരയാണ്, ഈ ഒരു കാര്യം ഒരു കാരണവശാലും മാറാൻ പോകുന്നില്ല, നിന്റെ അമ്മയുടെ കാര്യം അറിയാമല്ലോ. അപ്പോൾ അവന് പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് അയാളുടെ കൈ തട്ടി മാറ്റിയിട്ട് പറയുന്നുണ്ട്, എൻ്റെ അമ്മയെക്കുറിച്ച് പറയാൻ നിങ്ങൾക്ക് യാതൊരു യോഗ്യതയുമില്ല, അവൾ സൂയിസൈഡ് ചെയ്തതിന് ഞാനെന്ത് ചെയ്തു എന്ന് അവന്റെ അച്ഛൻ ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, നിങ്ങൾ കാരണമാണ് എൻ്റെ അമ്മ ആത്മഹത്യ ചെയ്തത്, അവരുടെ മേലെ നിങ്ങൾ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ചു എന്ന് അവൻ ദേഷ്യത്തോടെ തന്നെ പറയുന്നുണ്ട്. നീ ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ നിന്റെ കയ്യിൽ തെളിവുകളുണ്ടോ എന്ന് അവന്റെ അച്ഛൻ ചോദിക്കുമ്പോൾ അവന് ഉത്തരമൊന്നുമില്ലായിരുന്നു. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഏതൊരു ഊഹാഭോഗങ്ങൾക്കും അതിനായിട്ടുള്ള തെളിവുകൾ ഉണ്ടായിരിക്കണം, നീ കുറെ നാളുകളായില്ലേ ഒരു ലോയറായി വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്, ഇതുവരെയും നിനക്ക് ഇതിന്റെ പിന്നിലെ തത്വങ്ങളൊന്നും അറിയില്ലേ എന്ന് ചോദിച്ച് അവന്റെ നെഞ്ചിലൊന്നും തട്ടിയിട്ട് അയാൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. അവനവിടെ ദേഷ്യം അടക്കി പിടിച്ച് അവിടെ നിൽക്കുന്നുമുണ്ട്. ഹീറോയിൻ അവിടെ നിന്ന് ആലോചിക്കുന്നുണ്ട്, എന്ത് കാരണം കൊണ്ടാണ് അച്ഛനും മകനും ഇങ്ങനെ തെറ്റിപ്പിരിഞ്ഞു പോയേ എന്ന്. പിന്നീട് അവൾ ആലോചിക്കുന്നുണ്ട്, എന്ത് കാര്യമോ ആയിക്കോട്ടെ, അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ, അതുകൊണ്ട് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പോകണമെന്ന് അവൾ മനസ്സിൽ വിചാരിക്കുമ്പോൾ തന്നെ അവളുടെ ഫോൺ റിങ് ചെയ്യാനൊരുങ്ങുന്നു. അവൻ കേൾക്കുമെന്ന് കരുതി അവൾ പെട്ടെന്ന് ഓഫ് ചെയ്യുന്നുണ്ടെങ്കിലും അവനത് കേൾക്കുന്നുണ്ടായിരുന്നു. അവൻ പതിയെ അവളുടെ അടുത്തേക്ക് വരുന്നു. അവൾ പരിഭ്രാന്തിയോടെ മുഖം കുനിച്ചു നിൽക്കുകയും ചെയ്യുന്നു. ഹീറോ ആവട്ടെ അവളുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം ഒളിഞ്ഞു നിന്ന് കേൾക്കുകയായിരുന്നു എന്ന്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾ പറയുന്നതൊന്നും കേൾക്കാനായി ഇവിടെ വന്ന് നിന്നതല്ല, ഞാൻ ഇതുവഴി പാസ് ചെയ്ത് പോയപ്പോൾ അറിയാതെ
അറിയാതെയോ? അപ്പോൾ നീ അബദ്ധവശാലാണോ ഞങ്ങൾ രണ്ടുപേരുടെയും സംഭാഷണം കേട്ടേ എന്ന് അവൻ കുറച്ചും കൂടി മുൻപോട്ട് ചെന്ന് അവളടുത്ത് ചോദിക്കുന്നുണ്ട്. ഞാനിനി നിന്നെ എന്ത് ചെയ്യണമെന്ന് ചോദിച്ച് അവൻ അവളെ അടുത്തേക്ക് പിടിച്ചടിപ്പിച്ചിട്ട് നമ്മുടെ അഫെയർ കൺഫേം ചെയ്താലോ എന്ന് ചോദിക്കുന്നുണ്ട്. അവൾ അവിടെ പെട്ടെന്ന് അവനെ തള്ളിക്കളഞ്ഞിട്ട് ഞാൻ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊന്നും കേട്ടിട്ടില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. ഹീറോ അവിടെ അവളുടെ കയ്യിൽ നിന്ന് മിസ്സായി പോയ ഒരു ചെറിയ ചെടിയെ എടുത്ത് അവന്റെ പക്കൽ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. ഹീറോയിൻ്റെ ബോയ്ഫ്രണ്ട് ആവട്ടെ ഒരു സുപ്പീരിയറിൻ്റെ കയ്യിൽ ഒരു കേസിൻ്റെ ഫയൽ കൊണ്ടുവയ്ക്കുന്നുണ്ട്. ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്നൊരു പയ്യൻ അയാളോട് ചോദിക്കുന്നുണ്ട്, ഈ കേസിൻ്റെ പിന്നാലെ ഒരുപാട് മീഡിയകൾ നടക്കുന്നുണ്ടല്ലോ, ഞാനും കൂടെ ഈ കേസിൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ നിങ്ങളുടെ കൂടെ കോർട്ടിലേക്ക് വന്നോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അയാളാവട്ടെ അതിന് ഓക്കെ പറയുന്നുണ്ട്. കാരണം അയാളുടെ ഫ്രണ്ടിൻ്റെ മകനായിരുന്നു ആ പയ്യൻ. പരിഭ്രാന്തിയോടെ തന്നെ ഈ സമയത്ത് അവളുടെ ബോയ്ഫ്രണ്ട് അയാളോട് ചോദിക്കുന്നുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം ഈ കേസ് ഞാനാണ് ഹാൻഡിൽ ചെയ്തത്, നിങ്ങളാണെങ്കിൽ എനിക്ക് വാക്ക് തന്നതാണ് എന്നെ കോർട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ്. ഈ സമയത്ത് സുപ്പീരിയർ അവനോട് പറയുന്നുണ്ട്, നീ വളരെ ചെറുപ്പമല്ലേ, നീ ഇപ്പോൾ കേസിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് പഠിച്ചാൽ മതി, എക്സ്പീരിയൻസ് ഒക്കെ ആവുമ്പോൾ കോർട്ടിലേക്ക് പോകാമെന്ന്. അപ്പോൾ ഗ്രീനെ മറുത്തൊന്നും പറയാതെ തന്നെ അവിടെ നിന്ന് പോകുന്നുണ്ട്. അവന് മനസ്സിലാവുന്നുണ്ട് കണക്ഷൻസും പണവും ഉള്ളവർക്ക് എളുപ്പം അവരുടെ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ സാധിക്കുമെന്ന്. ഈ സമയത്ത് അവിടെ ചെയറിലിരിക്കുന്ന സ്ത്രീയെ അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. ആ സ്ത്രീ അവിടെയുള്ള ഒരു സ്റ്റാഫിനോട് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഷോപ്പിംഗ് ടൈം കളഞ്ഞിട്ടാണ് ഇവിടെ വന്ന് നെവിലിനെ മീറ്റ് ചെയ്യാനിരിക്കുന്നത്. അപ്പോൾ ആ സ്ത്രീയും പറയുന്നുണ്ട്, സോറി മേഡം, നെവിൽ സാർ ഇതുപോലത്തെ സിവിൽ കേസസ് ഒന്നും ഹാൻഡിൽ ചെയ്യാറില്ല എന്ന്. അപ്പോൾ സ്റ്റാഫ് ചോദിക്കുന്നുണ്ട്, മറ്റൊരു ലോയറിനെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരട്ടെ എന്ന്. ഉടനടി ആ സ്ത്രീ പറയുന്നുണ്ട്, എനിക്ക് പ്രായം ചെന്ന ലോയേഴ്സിനെ ഒന്നും വേണ്ട എന്ന്. ഇത് തന്നെയാണ് പറ്റിയ അവസരമെന്ന് കരുതിക്കൊണ്ട് തന്നെ ഗ്രീനി ആവട്ടെ അവരുടെ അടുത്തേക്ക് ചെന്നിട്ട്, ഞാൻ എങ്ങനെയാണ് മേഡം നിങ്ങളെ ഹെൽപ്പ് ചെയ്യേണ്ടേ എന്ന് അവരോട് ചോദിക്കുന്നുണ്ട്. അവനാവട്ടെ അവനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഞാനാവട്ടെ ഈ ഫാമിലി ഒരു ഇന്ത്യൻ ലോയർ ആണെന്നും എൻ്റെ പേര് ഗ്രീനി എന്നാണെന്നും പറയുന്നുണ്ട്. ആ സ്ത്രീ ആവട്ടെ അവനെ അടിമുടിയൊന്ന് നോക്കിയിട്ട് അവനെ അവരുടെ ലോയറായിട്ട് ഫിക്സ് ചെയ്യുന്നുണ്ട്. ഈ കാഴ്ചയൊക്കെ ഹീറോയും അവൻ്റെ ഫ്രണ്ടും അവിടെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഹീറോയുടെ ഫ്രണ്ട് പറയുന്നുണ്ട്, അവൻ വന്നിട്ട് 2 മാസമേ ആയിട്ടുള്ളൂ, അവനെ കൊണ്ട് ഇങ്ങനെ ഒരു കേസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ആ സുപ്പീരിയറിൻ്റെ കീഴിൽ തന്നെയാണ് ഹീറോയും വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഹീറോ ആവട്ടെ 2 വർഷത്തിന് ശേഷമാണ് ഒരു കേസ് സ്വന്തമായി വാദിച്ചത്. ഈ ഗ്രീനിക്ക് ആവട്ടെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ അവന് തീരെ ക്ഷമയില്ല എന്ന് അവൻ്റെ ഫ്രണ്ട് ഹീറോ എടുത്ത് പറയുന്നുണ്ട്. പക്ഷെ ഹീറോ ആവട്ടെ ഒന്നും പറയാതെ നേരെ ചെന്ന് അവൻ്റെ ചെയറിലേക്ക് ഇരുന്നിട്ട്, നീ ഇവിടെ തീരെ ഒരു ജോലിയും ചെയ്യാതെ നടക്കില്ലേ, നിനക്ക് ഞാൻ ഫിനാൻഷ്യൽ കേസ് തരാം, നീ ഇത് ചെയ്തു തീർക്ക് എന്ന് പറഞ്ഞൊരു ഫയല് അവൻ്റെ മുൻപിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ദയവ് ചെയ്ത് എന്നെ നീ ഇതിൽ നിന്ന് അങ്ങ് ഒഴിവാക്കി തരണം. എനിക്കാണെങ്കിൽ നിന്നെ ഇപ്പോൾ തീരെ ഇഷ്ടപ്പെടുന്നില്ല, നിനക്കാണെങ്കിൽ തീരെ ഒരു വികാരവും ഇല്ല, നീ ഏത് സമയം ജോലി ജോലി എന്ന് പറഞ്ഞ് നടക്കുകയല്ലേ എന്നൊക്കെ അവൻ്റെ ഫ്രണ്ട് അവനോട് പറയുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയിൻ അവനെ സമാധാനപ്പെടുത്തിയതും അവളെ കിസ് ചെയ്ത ഓർമ്മകളും ഒക്കെ അവൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നുണ്ട്. അതിനുശേഷം ഹീറോ മറ്റൊരു കേസും കൂടി ഏറ്റെടുത്തതായിട്ടുള്ള വിവരം ഫ്രണ്ടിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ടും പറയുന്നുണ്ട്, നീ ഇങ്ങനെ ഒരുപാട് കേസുകൾ എടുത്തു വെച്ചിരിക്കുകയല്ലേ, എല്ലാം കൂടി നിനക്ക് ഒരുപാട് ഭാരിച്ച ജോലിയാവും, കുറച്ച് റെസ്റ്റ് എടുക്കെന്ന് പറഞ്ഞിട്ട് ഫ്രണ്ടും അവിടെ നിന്ന് പോകുന്നുണ്ട്. ഹീറോയുടെ സ്ഥാപനത്തിലുള്ള എല്ലാ ജോലിക്കാരും ഇന്ത്യൻസും എല്ലാം ഓരോരുത്തരായി അവരുടെ ജോലികൾ ചെയ്തു തീർത്തിട്ട് പോകുന്നുണ്ടായിരുന്നു. എന്നാൽ ഹീറോ മാത്രം ഒറ്റയ്ക്കിരുന്ന് അവസാനം ജോലി ചെയ്യേണ്ടിയും വരുന്നു. കുറേ നേരമായി ജോലികൾ ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ട് തന്നെ അവന് അസ്വസ്ഥതകൾ അനുഭവപ്പെടാൻ ഒരുങ്ങുന്നു. അതുകൊണ്ട് തന്നെ അവൻ വീട്ടിലേക്ക് പോകാനായി ജോലി അവസാനിപ്പിച്ച് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഹീറോയിലാവട്ടെ ഈ സമയത്ത് ഒരു കുട്ടിക്ക് ട്യൂഷനെടുത്തിട്ട് ഇറങ്ങി വരികയായിരുന്നു. ഈ സമയത്ത് അമ്മ അവളോട് നന്ദി പറയുന്നുണ്ട്. കാരണം ആ കുട്ടി ഇപ്പോൾ നന്നായി പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ക്ലാസ്സിലെ ടോപ്പ് 10ൽ ആ കുട്ടിയുടെ പേരുമുണ്ടെന്ന് പറഞ്ഞ് അവളെ ഒരുപാട് അഭിനന്ദിക്കുന്നുണ്ട്. അതിനുശേഷം അവൾക്ക് സാലറിയൊക്കെ കൂട്ടിക്കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോകുന്നുണ്ട്. അവളാവട്ടെ ഈ സമയത്ത് ലിഫ്റ്റ് ഓപ്പൺ ചെയ്യാനായി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ലിഫ്റ്റ് തുറന്നപ്പോഴാവട്ടെ ഹീറോ അതിനകത്തുണ്ടായിരുന്നു. അവളാവട്ടെ അവനെ കണ്ട് വല്ലാതെ ഷോക്കാവുന്നുണ്ട്. ഇതെന്താ എവിടെ പോയാലും ഇവനെ കാണുന്നേ എന്നൊക്കെ ആലോചിച്ചിട്ട് ശരിക്കും അവൻ വർക്ക് ചെയ്യുന്നതിൻ്റെ തൊട്ട് താഴത്തെ ഫ്ലോറിലാണ് അവൾ ആ കുട്ടിക്കും ട്യൂഷൻ എടുക്കുന്നത്. ഹീറോയും അവളെ കണ്ട് ഷോക്കാവുന്നുണ്ട്. അവളവിടെ എന്തെടുക്കുകയെന്ന് ചോദിച്ചുകൊണ്ട് അവൻ അവളുടെ അടുത്തേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ട്. അവനാവട്ടെ അവളുടെ അടുത്ത് ചെന്നിട്ട്, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശകരമായ സമയങ്ങളിലാണ് നീ എൻ്റെ അടുത്ത് വരുന്നത്, നീ മനഃപൂർവ്വം എന്തെങ്കിലും കാര്യം നേടിയെടുക്കാനായി ഇങ്ങനെ ചെയ്യുന്നതാണോ എന്ന് അവളുടെ അടുത്തേക്ക് വന്നിട്ട് അവൻ ചോദിക്കുന്നുണ്ട്. എന്നാൽ ഈ സമയത്ത് തന്നെ അവൻ്റെ ബോധം നഷ്ടപ്പെട്ട് അവളുടെ തോളിലേക്ക് അവൻ ചായുന്നുണ്ട്. അവൾ ഒരുപാട് തവണ അവനെ പേരെടുത്ത് വിളിച്ചെങ്കിലും അവന് അനക്കമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ അവിടെ അവനെ ഇരുത്തിയിട്ട് അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഈ സമയത്ത് അത് വെറുമൊരു പനി മാത്രമാണെന്ന് അവൾ മനസ്സിൽ കരുതുന്നുണ്ടെങ്കിലും അവൾക്ക് അവിടെ നിന്ന് പോകാൻ സാധിച്ചില്ല. അവളെ വീണ്ടും തിരികെ അവനെ കൊണ്ടുപോയി ആ കോംപ്ലക്സിൽ തന്നെയുള്ള ഒരു റൂമിലെ സോഫയിലേക്ക് കിടത്തുന്നുണ്ട്. അവളാവട്ടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി താഴേക്ക് ഇരുന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഫേമസ് ആയിട്ടുള്ള ഒരു ലോയർ അല്ലേ, എന്നിട്ടും എന്നെ കാണുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു രീതിയിൽ പെരുമാറുന്നതെന്ന്.
അവളാവട്ടെ ഒരു തുണിയൊക്കെ നനച്ച് അവൻ്റെ നെറ്റിയിലേക്ക് വെച്ചിട്ട് അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുമ്പോൾ അവൻ ഉടനടി അവളുടെ കൈ പിടിച്ച് തടഞ്ഞിട്ട് അമ്മ എന്നെ വിട്ട് പോവല്ലേ എന്ന് പറയുന്നുണ്ട്. അവൻ വല്ലാത്തൊരു പേടിയോടെയാണ് അവളുടെ കൈ പിടിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് അടുപ്പിച്ചിട്ട് തന്നെ വിട്ട് പോവരുത് എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നത്. ഇത് കേട്ട് അവൾക്കാവട്ടെ വല്ലാത്ത വിഷമവും അതുപോലെ ദയയും അവനോട് തോന്നുന്നുണ്ട്. ഈ സമയത്ത് അവൾ അവളുടെ ജീവിതത്തിലെ ഒരു സന്ദർഭം ആലോചിച്ച് നോക്കുന്നുണ്ട്. അവൾ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് അവളുടെ അമ്മ അവളെ ഉപേക്ഷിച്ച് പോകാൻ ഒരുങ്ങുമ്പോൾ ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാത്ത ആ കൊച്ചുകുട്ടിയാവട്ടെ അവളുടെ അമ്മയോട് ചോദിക്കുന്നുണ്ട് താനും അവരുടെ കൂടെ വന്നോട്ടെ എന്ന്. അപ്പോൾ അവളുടെ അമ്മ പറയുന്നുണ്ട് നീ ഇനി മുതൽ നിന്റെ മുത്തശ്ശിയോടൊപ്പമാണ് ജീവിക്കാൻ പോകുന്നേ എന്ന് പറഞ്ഞിട്ട് ഒരു ദയമില്ലാതെ ആ സ്ത്രീ അവളെ ഉപേക്ഷിച്ച് അവിടെ നിന്ന് പോകുന്നുണ്ട്. അവളുടെ അമ്മ അവളെ ഉപേക്ഷിച്ച് പോയ കാര്യങ്ങളൊക്കെ ഓർത്തെടുത്തപ്പോൾ അവൾക്ക് ഹീറോയെ വിട്ടുപോകാൻ തോന്നിയില്ല. അവളാവട്ടെ അവളുടെ കൈ അവൻ്റെ കയ്യിലേക്ക് വെച്ച് താൻ എവിടെയും പോകില്ല എന്ന് പറഞ്ഞ് അവനെ ആശ്വസിപ്പിച്ചു കൊണ്ടേയിരുന്നു. ബോധം തെളിഞ്ഞ് അവനാവട്ടെ ഞെട്ടി ഉണരുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയിനാവട്ടെ അവൻ്റെ അടുത്ത് തന്നെ ഇരുന്ന് ഉറങ്ങുന്നതാണ് അവൻ കാണുന്നത്. അവൻ ഉണർന്നു എന്ന് മനസ്സിലാക്കി അവളും എഴുന്നേൽക്കുന്നുണ്ട്. നിങ്ങൾ എഴുന്നേറ്റോ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് അവൻ നോക്കിയപ്പോൾ അവനാവട്ടെ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് അവൻ ആ കൈ പിടിക്കുന്നുണ്ട്. ഈ സമയത്ത് അവൾ പറയുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെയോ ദുസ്വപ്നങ്ങൾ കാണുകയായിരുന്നു, അപ്പോൾ എൻ്റെ കൈകൾ നിങ്ങൾ മുറുകെ പിടിച്ചിരിക്കുകയാണെന്നും എനിക്കത് വലിച്ചെടുക്കാൻ സാധിച്ചില്ല എന്നും അവൾ വിശദീകരിക്കുന്നുണ്ട്. അവന് പനി കുറഞ്ഞോ എന്ന് അവൾ തൊട്ട് നോക്കുന്നുണ്ട്. എന്നിട്ട് അവൾ പറയുന്നുണ്ട് അവനിപ്പോൾ പനി കുറഞ്ഞിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല എന്ന്. ഈ സമയത്ത് വീണ്ടും അവനാവട്ടെ അവളെ കിസ് ചെയ്യുന്നുണ്ട്. അവളാവട്ടെ പെട്ടെന്ന് അവനെ തള്ളി മാറ്റിയിട്ട് നിങ്ങൾ എന്താ ഈ ചെയ്യുന്നതെന്ന് അവനോട് ചോദിക്കുന്നുണ്ട്. അവനാവട്ടെ അവളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താണ് എൻ്റെ നിന്ന് ആവശ്യം, ആരാണ് നിന്നെ പറഞ്ഞു വിട്ടേന്ന്. ഉടനടി ദേഷ്യം വന്ന് അവൾ അവനെ തള്ളി മാറ്റിയിട്ട് പറയുന്നുണ്ട് ഞാനാണ് നിന്നെ രക്ഷിച്ചത്, ഇനിയെങ്കിലും എന്നോടിങ്ങനെ അപമര്യാദയായിട്ട് പെരുമാറുന്നതൊന്നും നിർത്തിക്കൂടെ എന്ന്. അവനാവട്ടെ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് അവളോട് പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും ആൾക്കാരുടെ ദയയിലൊന്നും വിശ്വസിക്കുന്ന ഒരാളല്ല. ദയയോട് ഒരാൾ പെരുമാറണമെങ്കിൽ തന്നെ അതിൻ്റെ പിന്നിൽ ഒരു മോട്ടീവ് കാണുമെന്ന് അവൻ പറയുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ നിനക്കൊരു അഡ്വൈസ് തരികയാണ്, വെറുതെ എൻ്റെ പിന്നാലെ നടന്ന് നിൻ്റെ ടൈം ഇങ്ങനെ വേസ്റ്റ് ആക്കേണ്ട കാര്യമില്ല. അതുമാത്രമല്ല എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറി എന്നിൽ നിന്ന് എന്തോ കരസ്ഥമാക്കാനാണ് നീ ശ്രമിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ ഹീറോയിൻ ദേഷ്യം വന്ന് അവൻ്റെ കരണത്തൊരടി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അവൾ അവിടെ നിന്ന് പോകുന്നുണ്ടെങ്കിലും അവളൊരു കാര്യം അവനോട് പറയുന്നുണ്ട് നിനക്ക് ചെറിയ പ്രായത്തിൽ ആരിൽ നിന്നും സത്യസന്ധമായിട്ടുള്ള സ്നേഹം ലഭിച്ചിട്ടില്ല, എനിക്ക് നിങ്ങളോട് ശരിക്കും സഹതാപം തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. അവൾ പോയതിനു ശേഷം ഹീറോയ്ക്കാവട്ടെ അവൻ്റെ അമ്മ ചെറുപ്പകാലത്ത് പറഞ്ഞ് വാക്കുകളൊക്കെ മനസ്സിലേക്ക് കയറി വന്ന് ആകെ അസ്വസ്ഥതകൾ അനുഭവപ്പെടാനൊരുങ്ങുന്നു. അവൻ്റെ അമ്മ ചെറുപ്പത്തിൽ ഒരു ഭ്രാന്തിയെ പോലെ അവനോട് പറഞ്ഞിട്ടുണ്ട് നീ ഒരിക്കലും ആരെയും വിശ്വസിക്കരുതെന്നും നിന്നോടാരെങ്കിലും ദയ കാണിച്ചാൽ അതൊക്കെ വെറും കള്ളത്തരമാണെന്നും ഈ ലോകത്ത് സത്യസന്ധമായ ഒരു ഇഷ്ടം ആർക്കും ആരോടും ഇല്ല എന്നൊക്കെ പറഞ്ഞ് അവരൊരു ഭ്രാന്തിയെ പോലെ സംസാരിക്കുന്നുണ്ട് അവനോട്. അവർ മരിക്കുന്നതിന് കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പുള്ള വാക്കുകളായിരുന്നു അതൊക്കെ. ഇതൊക്കെ ഇപ്പോൾ അവൻ്റെ ഓർമ്മയിലേക്ക് കടന്നു വന്ന് അവനെ വല്ലാതെ അലോസരപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. പിറ്റേ ദിവസം ഹീറോയിൻ്റെ ബോയ് ഫ്രണ്ട് ആവട്ടെ അവനൊരു കേസ് ഏറ്റെടുത്തായിരുന്നല്ലോ, അവരെ കാണാനായിട്ട് വലിയൊരു ഷോപ്പിംഗ് മാളിലേക്ക് പോകുന്നുണ്ട്. കേസ് ഫയലുമായിട്ടാണ് അവൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അവനാവട്ടെ അവിടുത്തെ ആഡംബരപൂർണിതമായ അന്തരീക്ഷമൊക്കെ കണ്ടിട്ട് ഷോക്കാവുന്നുണ്ട്. ഹാംപ്റ്റൺ എന്തിനാണ് നമ്മളിവിടെ മീറ്റ് ചെയ്യുന്നത്, നിങ്ങളെന്നെ കേസിൻ്റെ കാര്യം പറയാനല്ലേ വിളിച്ച് എന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ട്. ആ സ്ത്രീയുടെ പേര് ഹാംപ്റ്റൺ എന്നാണ്. അവളാവട്ടെ അവൻ്റെ അടുത്ത് തൻ്റെ അടുത്തേക്ക് ഇരിക്കാൻ കണ്ണ് കാണിക്കുന്നുണ്ട്. അങ്ങനെ അവൻ അവിടേക്ക് ഇരിക്കുന്നുണ്ട്. ആ സ്ത്രീ ആവട്ടെ ഒരു ബോക്സിലിരിക്കുന്ന വാച്ചിൽ നിന്ന് ഏതെങ്കിലും അവന് ഇഷ്ടപ്പെട്ട ഒരെണ്ണം എടുത്തോളാൻ പറയുന്നുണ്ട്. ഇത് കേട്ട് ശരിക്കും അവൻ ഷോക്കാവുന്നുണ്ട്. കാരണം ഇത്രയും എക്സ്പെൻസീവായ വാച്ച് എന്തിനാണെന്ന് അവൻ ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് ഇതിലേതെടുത്താലും നിനക്ക് നല്ലവണ്ണം യോജിക്കുമെന്നാണ് തോന്നുന്നത് എന്നൊക്കെ. അതിനുശേഷം അവൾ അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് അവനോട് പറയുന്നുണ്ട് നീ നെവിൽ ഗ്രൂപ്പിലെ ഒരു ലോയർ അല്ലേ, നിന്റെ കയ്യിൽ എല്ലാവരും കേസുകളൊക്കെ കൊണ്ടുതരണമെന്നുണ്ടെങ്കിൽ നീ നല്ല പവർഫുള്ളും അതുപോലെ തന്നെ റിച്ചുമായിരിക്കണം എന്ന് മറ്റുള്ള ക്ലയൻസിന് തോന്നണം. അതിന് വേണ്ടിയിട്ടുള്ള വെറും ഒരു നാഴികക്കല്ല് മാത്രമാണ് ഈ എക്സ്പെൻസീവ് ആയിട്ടുള്ള വാച്ച് എന്ന് പറഞ്ഞ് അവൻ്റെ കയ്യിലേക്ക് ആ വാച്ച് അവൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവൻ പിറ്റേ ദിവസം ആ വാച്ച് ധരിച്ചാണ് ഓഫീസിലേക്ക് പോകുന്നത്. ഈ സമയത്ത് അടുത്തുണ്ടായിരുന്ന ഒരു കൊളീഗ് അവനോട് ചോദിക്കുന്നുണ്ട് ഈ വാച്ച് പുതിയതാണോ, ഇത് കണ്ടിട്ട് അത്ര വില കുറഞ്ഞതുപോലെ തോന്നില്ലല്ലോ എന്ന് അയാൾ ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് ഇത് എക്സ്പെൻസീവ് ആയിട്ടുള്ള വാച്ചാണെന്നും തൻ്റെ ഫാമിലിയിലുള്ള ഒരു മുതിർന്ന എൽഡർ തന്നെയാണെന്നും അവൻ പറയുന്നുണ്ട്. ഇത് കേട്ട് അവൻ്റെ ഫ്രണ്ട് പറയുന്നുണ്ട് നീ ഇത്ര റിച്ച് ആണെന്ന് ഞാൻ അറിഞ്ഞില്ല, ഭാവിയിൽ എനിക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ നീ എൻ്റെ കൂടെ സപ്പോർട്ടിനായി നിൽക്കണമെന്ന് അവൻ ആവശ്യപ്പെടുന്നുണ്ട്. ഈ സമയത്ത് ഹീറോ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ അവരിരുവരും എഴുന്നേറ്റ് നിന്ന് അവന് ഗുഡ് മോർണിംഗ് പറയുന്ന സമയത്ത് അവൻ്റെ വാച്ച് വളരെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഹീറോ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഈ സമയത്ത് ഹീറോ ആവട്ടെ പുച്ഛത്തോടെ തന്നെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് മാർഗരറ്റ് ഇതാണോ നിന്റെ യഥാർത്ഥ പ്രണയമെന്ന്. ഹീറോയിനാവട്ടെ ഈ സമയത്ത് അവളുടെ ഫ്രണ്ട് ഡിസൈൻ ചെയ്ത ഡ്രസ്സ് ധരിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൾ ആ ഡ്രസ്സിൽ വളരെ സുന്ദരിയായിരുന്നു. അവളുടെ ഫ്രണ്ട് പോലും അവളുടെ സൗന്ദര്യത്തെ പുകഴ്ത്തി
ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അവളുടെ ഫ്രണ്ട് ആവട്ടെ ഒരു ഡിസൈനിങ് കോഴ്സാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഹീറോയിനെ മോഡലാക്കാമെന്നാണ് അവളുടെ ഫ്രണ്ട് കരുതിയിരിക്കുന്നത്. ഫ്രണ്ട് ആവട്ടെ നിന്നെ എൻ്റെ മോഡലാക്കിയത് വളരെ നല്ല കാര്യമായി പോയി എന്നൊക്കെ പറയുന്നുണ്ട്. അതുമാത്രമല്ല നിന്റെ ബോയ് ഫ്രണ്ടിനെ ഇങ്ങോട്ടും കണ്ടില്ലല്ലോ, കുറെ നാളായല്ലോ അവനെ കണ്ടിട്ട്. അവൻ ഈ കാഴ്ച കാണുവാണെങ്കിൽ മൂക്കിൽ കൂടെ ബ്ലഡ് വരെ വരുമെന്ന് സുഹൃത്ത് അവളോട് പറയുന്നുണ്ട്. ഈ സമയത്ത് അവള് പറയുന്നുണ്ട് അവന് ഒരുപാട് ജോലി തിരക്കിൽ അകപ്പെട്ടു പോയിരിക്കുകയാണ്. ഞാനും അവനെ ഒന്ന് നേരിട്ട് കണ്ടിട്ട് കുറെ നാളുകളായെന്ന് അവള് ഫ്രണ്ടിനോട് പറയുന്നുണ്ട്. ഇത് കേട്ട ഫ്രണ്ട് അവളോട് പറയുന്നുണ്ട് നിനക്ക് ആണുങ്ങളെ കുറിച്ച് നന്നായിട്ട് അറിയില്ല. റീനി ഇപ്പൊ പഴയ പോലൊന്നും അല്ല, അവനിപ്പോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല അന്ന് സ്കൂളിൽ പഠിച്ച പോലെയൊന്നും അല്ലല്ലോ അവനിപ്പോൾ. ജോലി ചെയ്യുന്ന സ്ഥലത്തുമൊക്കെ അവ ഒരുപാട് പെൺകുട്ടികളായിട്ടും ഇടപഴകുന്നതാണ്. അതുകൊണ്ട് തന്നെ നീ അവന്റെ ശ്രദ്ധ കൂടുതൽ പിടിച്ചു പറ്റാൻ ശ്രമിക്കണം. ഒരു കാര്യം ചെയ്യ്, ഈ ഡ്രസ്സ് നിനക്ക് വളരെ നന്നായിട്ട് ചേരുന്നതാണ്. നീ ഇത് വെച്ച് അവനെ സെഡ്യൂസ് ചെയ്യ്. ഒന്ന് വീഡിയോ കോൾ വിളിച്ച് അവന് ഈ ഡ്രസ്സൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക എന്ന് അവളുടെ സുഹൃത്ത് പറയുന്നുണ്ട്. ഹീറോയിൻ ഈ സമയത്ത് പറയുന്നുണ്ട് ഈ ഡ്രസ്സ് വളരെ റിവീലിംഗ് ആണെന്നും പറഞ്ഞ് അവള് രണ്ട് കൈയും വെച്ച് പൊത്തിപ്പിടിച്ചിട്ട് പറയുന്നുണ്ട് ഒരു കാരണവശാലും ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഞാൻ അവനെ വീഡിയോ കോൾ വിളിക്കില്ല എന്ന്. അവളുടെ സുഹൃത്താവട്ടെ അവളോട് പറയുന്നുണ്ട് ഇതിലിത്ര നാണിക്കാൻ എന്താ, നിങ്ങൾ കപ്പിൾസ് അല്ലേ, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവളെ ഉന്തിത്തള്ളി ഒരു മുറിയിലേക്ക് കയറ്റി വിടുന്നുണ്ട്. അങ്ങനെ അവളെ വിളിക്കണോ വേണ്ടോ എന്ന് ആലോചിച്ചുകൊണ്ട് മിററിലേക്ക് നോക്കുമ്പോൾ ഹീറോ അവളെ കിസ് ചെയ്ത രംഗങ്ങളൊക്കെ അവളുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നുണ്ട്. സ്വബോധത്തിലേക്ക് വന്നവൾ പെട്ടെന്ന് ആലോചിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നീ ഇപ്പോൾ അവനെ കുറിച്ച് ആലോചിക്കുന്നേ എന്ന് ആലോചിച്ചുകൊണ്ട് തന്നെ അവളുടെ ബോയ് ഫ്രണ്ടിനെ അവളെ വിളിക്കാനായി ഒരുങ്ങുന്നുണ്ട്. അവനെ വീഡിയോ കോൾ ചെയ്തിട്ട് അവൾ ആ ഫോണ് ടേബിളിലേക്ക് വെച്ചിട്ട് കുറച്ച് ദൂരേക്ക് മാറി നിൽക്കുന്നുണ്ട്. രണ്ട് കൈകളും അവൾ നെഞ്ചോട് വെച്ച് മറച്ചു പിടിച്ച് കണ്ണുകൾ അടച്ചിട്ട് അവൻ കോൾ അറ്റൻഡ് ചെയ്യുന്നതിനായി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. അവൻ കോൾ അറ്റൻഡ് ചെയ്തു എന്ന് മനസ്സിലാക്കി അവളാവട്ടെ ഉടനടി തന്നെ അവനോട് പറയുന്നുണ്ട് ക്ലാരയുടെ ഗ്രാജുവേഷൻ പ്രോജക്റ്റ് ആയിട്ടുള്ള ഡിസൈനിങ്ങിന്റെ മോഡലായിട്ട് താനാണ് നിൽക്കുന്നത്. ഞാൻ ധരിച്ചിരിക്കുന്ന ഈ ഡ്രസ്സ് നിനക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചുകൊണ്ട് അവളെ തിരിഞ്ഞും പിരിഞ്ഞും ഒക്കെ നിന്ന് അവന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവൾ അവളുടെ ബോയ് ഫ്രണ്ടിനെ അല്ല വിളിച്ചിരുന്നത്, ഹീറോയെ ആയിരുന്നു. അവൾക്ക് നമ്പർ മാറിപ്പോയി. അവൻ ഉടനടി തന്നെ അവളോട് ചോദിക്കുന്നുണ്ട് എന്നോട് ഫ്ലർട്ട് ചെയ്യാനുള്ള നിന്റെ പുതിയ മാർഗമാണോ ഇതെന്ന്. സംസാരം കേട്ട് കണ്ണു തുറന്ന് നോക്കിയവൾ ഹീറോയെ കണ്ട് ഷോക്കാവുന്നുണ്ട്. ഉടനടി ഓടി വന്ന് നാണക്കേടോടുകൂടി അവൾ ആ കോള് കട്ട് ചെയ്യുന്നുണ്ട്. ഹീറോ ആവട്ടെ അവളുടെ പ്രവൃത്തി ഓർത്ത് ചിരിക്കുന്നുമുണ്ട്. ഹീറോയിനാവട്ടെ നമ്പർ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത് അവളെ ഹീറോയുടെ നമ്പറിലേക്കാണ് വിളിച്ചതെന്ന്. ഇങ്ങനെ ഒരു കണ്ടീഷനിൽ എങ്ങനെയാണ് തെറ്റായ നമ്പർ ഡയൽ ചെയ്യാൻ നിനക്ക് തോന്നിയെന്ന് ആലോചിച്ചിട്ട് അവൾ അവളെ തന്നെ പഴിക്കുന്നുണ്ട്. ഈ സമയത്ത് ഫ്രണ്ട് കർട്ടണൊന്ന് മാറ്റി തലയകത്തേക്ക് ഇട്ടിട്ട് അവളോട് ചോദിക്കുന്നുണ്ട് നിന്റെ ഈ ലുക്ക് ബോയ് ഫ്രണ്ടിന് ഇഷ്ടപ്പെട്ടോ എന്ന്. അവളുടെ നിരാശയിലിരിക്കുന്ന മുഖം കണ്ടിട്ട് ഫ്രണ്ട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി, അവൻ ബിസി ആയിരുന്നോ, കോൾ അറ്റൻഡ് ചെയ്തില്ലേ എന്ന്. അപ്പോൾ അവൾ പറയുന്നുണ്ട് ഇല്ല, ഞാൻ റോങ് നമ്പറാണ് ഡയൽ ചെയ്തതെന്ന്. പിന്നെ നീ ആരെയെ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട് അത് പിന്നെ ഗ്രീനി വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ തന്നെ ഏറ്റവും വലിയ ലോയറും അതുപോലെ തന്നെ ആ സ്ഥാപനത്തിന്റെ ഉടമയാണ് വിളിച്ചതെന്ന് ഹീറോയിൻ പറയുന്നുണ്ട്. അല്ലെങ്കിൽ നീ വിളിക്കുന്ന കോൾ അറ്റൻഡ് ചെയ്യേണ്ട കാര്യം അയാൾക്ക് എന്താ, അയാൾക്ക് നിന്റെ മേലെ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടോ, അത് മാത്രമല്ല നിനക്കങ്ങനെ അയാളുടെ നമ്പർ കിട്ടിയെന്നൊക്കെ ഫ്രണ്ട് അവളോട് ചോദിക്കുന്നുണ്ട്. അവൾ വളരെയധികം ടെൻഷനിലും നിരാശയിലും നിൽക്കുന്ന കണ്ടിട്ട് ഫ്രണ്ട് അവളോട് പറയുന്നുണ്ട് കുഴപ്പമില്ല, ലോയേഴ്സൊക്കെ കൂടുതലും ബിസി ആയിരിക്കും, ഇത് ചെറിയൊരു സംഭവമല്ലേ, അയാൾ ഉടനടി തന്നെ മറന്നു പൊക്കോളൂ എന്ന് പറഞ്ഞ് ഫ്രണ്ട് അവളെ സമാധാനപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷം ഹീറോയിൻ ആവട്ടെ അവളുടെ ബോയ് ഫ്രണ്ട് വർക്ക് ചെയ്യുന്ന ഫേമിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഹീറോ ആവട്ടെ ഈ സമയത്ത് വീട്ടിലേക്ക് പോകാൻ വേണ്ടി ലിഫ്റ്റിൽ കയറാൻ ഒരുങ്ങുമ്പോൾ ലിഫ്റ്റിനുള്ളിൽ ഹീറോയിന്റെ ബോയ് ഫ്രണ്ടിനെയും അതുപോലെ തന്നെ ധനികയായ സ്ത്രീയെയും ഒരുമിച്ച് കാണുന്നു. ഹീറോയെ കണ്ടയുടനെ തന്നെ നിങ്ങളും ജോലി കഴിഞ്ഞ് ഇറങ്ങിയാണോ എന്ന് അവനോട് ചോദിക്കുന്നുണ്ടെങ്കിലും അവനൊന്നും പറയാതെ ലിഫ്റ്റിലേക്ക് കയറി നിൽക്കുന്നു. ഈ സമയത്ത് ആ ധനികയായ സ്ത്രീ പറയുന്നുണ്ട് ഇത് കൊള്ളാലോ, വളരെ വിചിത്രമായി തോന്നുന്നല്ലോ, ഞാൻ നിങ്ങളെ എൻ്റെ കേസിന് വേണ്ടി ഒന്ന് വാദിക്കാനായി അന്വേഷിച്ച് നടന്നിട്ട് ഒന്ന് കണ്ടെത്താൻ പോലും കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ എൻ്റെ കേസ് വാദിക്കാനായി നിങ്ങളെ എനിക്ക് ആവശ്യമില്ലാത്തപ്പോൾ നിങ്ങളെ ഞാൻ വീണ്ടും കണ്ടുമുട്ടിയല്ലോ എന്ന് അവൾ പറയുന്നുണ്ട്. ഹീറോ ആവട്ടെ ഈ സമയത്ത് പറയുന്നുണ്ട് ഗ്രീനി വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആളാണ്, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കേസിന് ഒരു കുഴപ്പവും സംഭവിക്കില്ല എന്ന്. ഇതെന്റെ ആദ്യത്തെ കേസായതുകൊണ്ട് ഞാനത് ശ്രദ്ധാപൂർവം തന്നെ വാദിക്കുമെന്ന് ഹീറോയിന്റെ ബോയ് ഫ്രണ്ടും പറയുന്നു. അതിനുശേഷം ആ ധനികയായ സ്ത്രീയും അതുപോലെ ഹീറോയിന്റെ ബോയ് ഫ്രണ്ടും കൂടെ ഒരു കാറിൽ കയറി പോകുന്നത് ഹീറോ കാണുന്നുമുണ്ട്. ഹീറോയിൻ ഈ സമയത്ത് ബോയ് ഫ്രണ്ടിനെ അന്വേഷിച്ച് വരുന്നുണ്ടെങ്കിലും അവളുടെ മുൻപിൽ കൂടെ തന്നെയാണ് ആ ധനികയായ സ്ത്രീയുമായി അവൻ പോയത്. പക്ഷെ അവൾ കണ്ടിരുന്നില്ല. അവൾ വീണ്ടും മുൻപോട്ട് നടന്നു. ഈ സമയത്ത് ഹീറോയുടെ കാറാവട്ടെ ജസ്റ്റ് അവളുടെ ഓപ്പോസിറ്റ് വന്ന് നിൽക്കുന്നുണ്ട്. അവളാവട്ടെ ബോയ് ഫ്രണ്ടിനെ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവൻ അവളുടെ കോള് അറ്റൻഡ് ചെയ്യുന്നേയില്ല. കാറിൽ ഹീറോയെ കണ്ടയുടനെ തന്നെ അവള് വീണ്ടും മുൻപോട്ട് നടക്കുന്നുണ്ട്. അവനാവട്ടെ ധൃതിയിൽ കാറിൽ നിന്നിറങ്ങി അവളെ തടഞ്ഞു നിർത്തുന്നുമുണ്ട്. നീ കുറച്ചു മുമ്പല്ലേ എന്നെ സെഡ്യൂസ് ചെയ്യാൻ ശ്രമിച്ചത്, എന്നിട്ടിപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് ഓടിപ്പോവുകയാണോന്ന് അവൻ ചോദിക്കുമ്പോൾ അവൾ കൈ തട്ടി മാറ്റിയിട്ട് പറയുന്നുണ്ട് ഞാൻ ആരെയും സെഡ്യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല എന്ന്. അതുമാത്രമല്ല ദൈവത്തെക്കുറിച്ച് ഓർത്ത് ആ കാര്യങ്ങളങ്ങ് മറന്നു കളഞ്ഞേക്കാനും അവൾ പറയുന്നുണ്ട്. എന്നാൽ ഹീറോ പറയുന്നുണ്ട് എനിക്ക് നല്ല ഓർമ്മശക്തി ഉണ്ടെന്ന്, ഞാൻ അത്ര എളുപ്പത്തിലൊന്നും കണ്ട കാര്യങ്ങൾ മറക്കില്ല എന്ന് അവൻ പറയുമ്പോൾ അവൾ പറയുന്നുണ്ട്
നിങ്ങൾ ആട്ടിൻ തോലിട്ട ഒരു ചെന്നായിയാണ്, നിന്റെ കോംപ്ലിമെന്റ്സിന് വളരെ നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവൻ അവിടെ നിന്ന് അവളെ പിടിച്ചുകൊണ്ടുപോകാൻ ഒരുങ്ങുന്നു. നീ എന്തായി ചെയ്യുന്നതെന്ന് അവൾ ദേഷ്യത്തോട് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, നീ ഇവിടെ വന്നിരിക്കുന്നത് ഗ്രീനിയെ കാണാനല്ലേ, അവനെ ഞാൻ നിനക്ക് കാണിച്ചു തരാം. അതിനുശേഷം ഹീറോ മനസ്സിൽ കരുതുന്നുണ്ട് അവളുടെ സിൻസിയർ ആയിട്ടുള്ള പ്രണയം ഒരു ജോക്കായിരുന്നു എന്ന് അവൾക്ക് ഇനി മനസ്സിലാക്കി കൊടുക്കാൻ പോവുകയാണെന്ന്. എനിക്ക് നീ അത് കാണുമ്പോൾ എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് കാണണം എന്നൊക്കെ മനസ്സിൽ കരുതിക്കൊണ്ട് തന്നെ അവളെ കൂട്ടിക്കൊണ്ട് ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നുണ്ട്. അവൾ ഈ സമയത്ത് ചോദിക്കുന്നുണ്ട്, എന്നെ എന്തിനാ ഈ റെസ്റ്റോറൻറ്റിലേക്ക് കൊണ്ടുപോകുന്നേ എന്ന്. അവന് അങ്ങോട്ട് നോക്ക് എന്ന രീതിയിൽ ആംഗ്യം കാണിക്കുന്നുണ്ട്. അവൾ നോക്കുമ്പോഴവിടെ അവളുടെ ബോയ് ഫ്രണ്ട് ആ ധനികയായ സ്ത്രീയുമായിട്ട് ഭക്ഷണം കഴിക്കുന്നത് അവൾ കാണുന്നുണ്ട്. അതുമാത്രമല്ല അവർ അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണം ഷെയർ ചെയ്യുകയും അതിനുശേഷം വായിലേക്ക് ഭക്ഷണം വെച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് കണ്ട് അവളുടെ ഹൃദയം ആകെ തകർന്നു പോകുന്നുണ്ട്. ഹീറോയുടെ മുഖത്ത് ഈ സമയത്ത് ഒരു പുഞ്ചിരി വിടരുന്നുണ്ട്. കാരണം അവന്റെ തനിനിറം ഇപ്പോഴെങ്കിലും അവൾക്ക് മനസ്സിലായല്ലോ എന്ന് ഓർത്തിട്ട്. അതിലെല്ലാം ഹൃദയഭേദകമായ കാര്യമായിരുന്നു പിന്നീട് അവർ കിസ് ചെയ്യുന്നതും അവൾക്ക് കാണേണ്ടി വരുന്നുണ്ട്. താൻ വർഷങ്ങളായി സ്നേഹിച്ചിരുന്ന തന്റെ ബോയ് ഫ്രണ്ട് ഇങ്ങനെ ഒരു ചതി തന്നോട് ചെയ്യുമെന്ന് അവൾ ഒരിക്കലും കരുതിയിരുന്നില്ല. അതും ഇപ്പോൾ തന്റെ തൊട്ട് മുൻപിൽ തന്നെ താൻ ആ ചതി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദേഷ്യവും വിഷമവും കാരണം അവൾ കൈകൾ ഇറക്കി പിടിക്കുന്നുണ്ട്. അവർ വളരെ ഇന്റിമേറ്റ് ആവുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ പിന്നീട് അവൾക്ക് സാധിച്ചിരുന്നില്ല. അവളുടെ പ്രതികരണം എന്താണെന്നറിയാൻ ഹീറോ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു. എന്നാൽ അവൾ കരച്ചിൽ അടക്കി പിടിച്ചിരിക്കുകയായിരുന്നു. അവൾ പെട്ടെന്ന് തന്നെ ആ കാറിൽ നിന്നിറങ്ങി പുറത്തേക്ക് പോവുകയായിരുന്നു. അവൾ പോകുന്നത് കണ്ടിട്ട് ഹീറോ ആവട്ടെ അവളെ പിന്നാലെ നടന്ന് തടയുന്നുണ്ട്. അതിനുശേഷം അവളോട് ചോദിക്കുന്നുണ്ട്, നിന്റെ പാർട്ട്ണർ നിന്നെ ചതിച്ചിരിക്കുകയാണ്, അതിനുള്ള സൊല്യൂഷൻ ഇങ്ങനെ അവനെ അവഗണിച്ച് പോകുന്നതാണോ എന്ന് അവളോട് ചോദിക്കുമ്പോൾ അവൾ അവന്റെ കൈ തട്ടി മാറ്റിയിട്ട് ചോദിക്കുന്നുണ്ട്, പിന്നെ ഞാൻ എന്താ വേണ്ടേ എന്ന്. നീ കരുതിയിരുന്ന പോലെ ഞാനൊരു സീൻ ഉണ്ടാക്കണോ, അതോ കരഞ്ഞു വിളിച്ച് അവനോട് വീണ്ടും കെഞ്ചണോ? അവനെ പ്രണയിച്ചതിൽ എനിക്ക് കുറ്റബോധം തോന്നുന്നുണ്ട്. പക്ഷേ ആ പെൺകുട്ടിയുടെ അടുത്ത് ചെന്ന് അവളുമായി ഒരു പ്രശ്നമുണ്ടാക്കി കാര്യങ്ങളൊക്കെ കുഴപ്പത്തിലാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിനുശേഷം അവൾ കുറച്ചും കൂടി അവന്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും നിങ്ങൾ ഉദ്ദേശിച്ച പോലെ നിങ്ങളുടെ സ്ക്രിപ്റ്റില് ജീവിതം കൊണ്ടുപോകില്ല എന്ന്. ഇപ്പോൾ നിങ്ങൾ നിരാശയിലായോ എന്ന് അവൾ അവനോട് ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ആ സ്ത്രീയും അതുപോലെ തന്നെ ഹീറോയിന്റെ ബോയ് ഫ്രണ്ടും അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ അവളെ കാണുന്നുമുണ്ട്. അവളുടെ ബോയ് ഫ്രണ്ട് ഈ സമയത്ത് ഹീറോയിനും അവരിരുവരെയും കാണുന്നുണ്ട്. ഉടനടി അവളുടെ ബോയ് ഫ്രണ്ട് അവിടെ ആ സ്ത്രീയുടെ അടുത്ത് നിന്ന് കൈകൾ വിടിച്ചതിന് ശേഷം ആ വിലപിടിപ്പുള്ള വാച്ച് അവളിൽ നിന്ന് മറച്ചു വെച്ചിട്ട് അവളോട് കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ വിശദീകരിക്കാമെന്ന് പറഞ്ഞ് അടുത്തേക്ക് പോകാനൊരുങ്ങുന്നു. ആ ധനികയായ സ്ത്രീ ആവട്ടെ, നീ ഇനി അവളോട് എന്ത് വിശദീകരിക്കാനാ പോകുന്നേ എന്ന് ചോദിക്കുന്നുണ്ട്. അവനാവട്ടെ ഈ സമയത്തൊന്ന് പതറുന്നുണ്ട് രണ്ടുപേരുടെയും ഇടയിൽ നിന്ന്. എല്ലാം കൊണ്ടും ചതിക്കപ്പെട്ട അവൾ നിരാശയിൽ തന്നെ അവിടെ നിന്ന് പോകാനൊരുങ്ങുന്നു. കൂടുതലൊന്നും അവനോട് സംസാരിക്കാൻ അവൾക്ക് താല്പര്യമില്ലായിരുന്നു. എന്നാൽ ഹീറോ അവളെ തടയുന്നുണ്ട്. അതിനുശേഷം അവളുടെ ചെവിയുടെ അടുത്തേക്ക് വന്നിട്ട് അവൻ പറയുന്നുണ്ട്, ഞാൻ ഈ കഥയുടെ എൻഡിങ്ങിൽ തീരെ സാറ്റിസ്ഫൈഡ് അല്ല എന്ന് പറഞ്ഞിട്ട് അവളെ കിസ് ചെയ്യുന്നുണ്ട്. അതും അവരുടെ മുൻപിൽ വെച്ച് തന്നെ. ഇത് കണ്ട് ധനികയായ സ്ത്രീയും അതുപോലെ തന്നെ ഹീറോയിന്റെ ബോയ് ഫ്രണ്ടും ഒരുപോലെ ഷോക്ക് ആവുന്നുണ്ട്. അവളുടെ ബോയ് ഫ്രണ്ട് ഈ സമയത്ത് ചോദിക്കുന്നുണ്ട്, ശരിക്കും നീ എന്നെ ചതിക്കുകയായിരുന്നു എന്ന്. ഈ ടൈമിൽ ഹീറോയിനെ അവനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എങ്ങനെ തോന്നി ഇങ്ങനെ ഒരു കാര്യം ചെയ്യാമെന്ന്. അപ്പോൾ ഉടനടി ഹീറോ അവളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ഹീറോ ബോയ് ഫ്രണ്ടിനോട് ചോദിക്കുന്നുണ്ട്, നീ മാർഗരറ്റിനെ ബ്രേക്കപ്പ് ചെയ്തിട്ടല്ലേ മിസ് ഹാംപ്ടനുമായിട്ട് ഡേറ്റിംഗ് തുടങ്ങിയത്? അല്ലാതെ രണ്ടുപേരെയും കൂടി ഒരുമിച്ച് ഡേറ്റ് ചെയ്യുകയാണോന്ന് സംശയത്തോടെ ഹീറോ ചോദിക്കുമ്പോൾ ആ ധനികയായ സ്ത്രീ അവനോട് ചോദിക്കുന്നുണ്ട്, നീ എന്നോട് സിംഗിൾ ആണെന്നല്ലേ പറഞ്ഞേ എന്ന്. ഇപ്പോൾ അവനാകെ കൺഫ്യൂഷനിലാവുന്നുണ്ട്. ഹീറോയിനെ തിരഞ്ഞെടുക്കണോ അതോ ആ ധനികയായ സ്ത്രീയെ തിരഞ്ഞെടുക്കണോ എന്ന് ആലോചിച്ചിട്ട്. സമ്പത്തുള്ള സ്ത്രീയെ തിരഞ്ഞെടുത്താൽ മാത്രമേ അത് തന്റെ കരിയറിനെ ഗുണം ചെയ്യൂ എന്ന് കരുതിക്കൊണ്ട് തന്നെ അവൻ ധനികയായ സ്ത്രീയോടൊപ്പം തുടരാനായി തീരുമാനിക്കുന്നു. ഈ സമയത്ത് ബോയ് ഫ്രണ്ട് വിളിച്ചു പറയുന്നുണ്ട്, ഞങ്ങൾ ബ്രേക്കപ്പ് ആയിട്ട് ഒരാഴ്ചയായെന്നും ഇത്ര പെട്ടെന്ന് നീ പുതിയ ഒരാളെ കണ്ടെത്തുമെന്ന് കരുതിയില്ല, ഞാൻ ചെറുതായിട്ടൊന്ന് സർപ്രൈസ് ആയിപ്പോയി, അത്രേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് ധനികയായ സ്ത്രീ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, നീ ആള് കൊള്ളാലോ, നിന്റെ കാര്യങ്ങൾ നേടിയെടുക്കാൻ നീ ഏതറ്റം വരെയും പോവും, നിന്നെ വെച്ച് ഞാനൊരു ഗെയിം കളിക്കാൻ പോവുകയാണ്, ഇപ്പോഴാണ് കാര്യങ്ങൾ കുറച്ചും കൂടി ഒന്ന് ഇൻട്രസ്റ്റിംഗ് ആയി എന്നൊക്കെ ആ പെൺകുട്ടി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ഈ സമയത്ത് ധനികയായ സ്ത്രീ പറയുന്നുണ്ട്, ഞങ്ങൾ ഒരുമിച്ച് ഒരു ഡ്രിങ്ക്സ് കഴിക്കാൻ പോവുകയായിരുന്നു, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളോടെ കൂടിക്കോ എന്ന് പറയുന്നുണ്ട്. അവളുടെ ബോയ് ഫ്രണ്ട് അത് ഒഴിവാക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും ആ ധനികയായ സ്ത്രീ അതിന് സമ്മതിച്ചിരുന്നില്ല. അവര് ബാറിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് ധനികയായ സ്ത്രീ അവന്റെ കൈയും പിടിച്ച് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഹീറോയിനാവട്ടെ ഹീറോയുടെ കൈ തട്ടി മാറ്റിയിട്ട് അവിടെ നിന്ന് പോകാനിരുങ്ങുന്നുണ്ടെങ്കിലും ഹീറോ അവളെ തടഞ്ഞിട്ട് പറയുന്നുണ്ട്, കഥയിലെ മെയിൻ ക്യാരക്ടർ പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാ കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നേ എന്ന്. അപ്പോൾ അവളും പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞ പോലെ ഒന്ന് നടിക്കാമെന്ന് ഞാൻ നിങ്ങൾക്ക് വാക്കൊന്നും തന്നിട്ടില്ലല്ലോ. ഹീറോ ആവട്ടെ കുറച്ച് പുച്ഛത്തോടെ തന്നെ അവളോട് ചോദിക്കുന്നുണ്ട്, ഇതിനെയാണോ നീ യഥാർത്ഥ സ്നേഹമെന്നൊക്കെ പറഞ്ഞത്? നിനക്ക് ഞാൻ സത്യം എന്താണെന്ന് മനസ്സിലാക്കി തരുന്നതേ ഉള്ളൂ എന്നൊക്കെ ഹീറോ അവളുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയിൻ അവനോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, ഫ്ലാഷ് ബാക്കിലെ കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. നിങ്ങളെ കാണുമ്പോൾ എനിക്ക് സഹതാപമാണ് തോന്നുന്നത്, കാരണം നിങ്ങളെ ആരും സത്യസത്യമായി സ്നേഹിച്ചിട്ടില്ല. ഈ കാര്യങ്ങളൊക്കെ ഓർത്ത ഹീറോയിൻ അവനോട് പറയുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ ഇതൊക്കെ മനഃപൂർവ്വം ചെയ്ത് കൂട്ടിയതല്ലേ?
ഞാൻ പറഞ്ഞതിനുള്ള മറുപടി എന്നോണം എന്നോട് ഇങ്ങനെ ചെയ്തേലേ എന്നൊക്കെ അവൾ ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാൻ നിന്നെ സഹായിക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ. നിന്റെ ബോയ് ഫ്രണ്ടിൻ്റെ തനിനിറം കാണണമെങ്കിൽ നീ എന്നോടൊപ്പം വരണം, അതിന് നീ എന്നെ യൂസ് ചെയ്തോളൂ എന്ന് തന്നെ അവൻ അവളോട് പറയുന്നുണ്ട്. അങ്ങനെ അവർ 4 പേരും ഒരു ബാറിലേക്ക് എത്തി ഡ്രിങ്ക്സ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ധനികയെ ശ്രീ പറയുന്നുണ്ട്, നിങ്ങളെ ഏറ്റവും കൂടുതൽ കൂളായിട്ടുള്ളതും അതുപോലെ തന്നെ ഹാൻസം ആയിട്ടുള്ള ആളാണെന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. പക്ഷേ നിങ്ങൾക്കൊരാളെ സ്നേഹിച്ച് സ്വന്തമാക്കാനൊക്കെ സാധിക്കുമെന്ന് ഇപ്പോഴാണ് മനസ്സിലായി എന്ന് അവൾ പറയുന്നുണ്ട്. മാർഗരറ്റിന്റെ സുന്ദരമായിട്ടുള്ള ഹൃദയം കീഴടക്കാൻ എനിക്ക് സാധിച്ചത് ഗ്രീനി എനിക്കൊരു അവസരം തന്നതുകൊണ്ടാണെന്ന് ഹീറോ പറയുന്നുണ്ട്. ഈ സമയത്ത് അവളുടെ ബോയ് ഫ്രണ്ട് ഹീറോ അടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾക്ക് വിചാരിച്ചാൽ ഒരുപാട് പെൺകുട്ടികളെ കിട്ടും, ഇവളൊരു സാധാരണക്കാരിയായിട്ടുള്ള കോളേജ് സ്റ്റുഡൻ്റ് ആണ്, അവളെ കൊണ്ട് നിങ്ങളുടെ ലവ് ഗെയിംസ് ഒന്നും പ്ലേ ചെയ്യാൻ സാധിക്കുന്നതല്ല എന്ന്. ഇത് കേട്ട ഹീറോ ആവട്ടെ പുച്ഛത്തോടെ അവനെ നോക്കി ചിരിച്ചിട്ട് പറയുന്നുണ്ട്, നീ എന്റെയും എന്റെ ഗേൾഫ്രണ്ടിന്റെയും കാര്യം ഓർത്ത് ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നിന്റെ പ്രൊബേഷൻ പീരീഡ് ഒരു കുഴപ്പവുമില്ലാതെ എങ്ങനെ പാസ്സാവാമെന്നുള്ളത് ആലോചിച്ച് നോക്ക്. പിന്നെ മിസ് ഹാംപ്ടന്റെ ഹെൽപ്പ് ഉള്ളത് കൊണ്ട് തന്നെ നിനക്കത് പാസ്സാവാൻ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നും ഹീറോ പറയുന്നുണ്ട്. ഹീറോനാവട്ടെ അവിടെ ഇരുന്ന ഒരു ഗ്ലാസ്സിൽ ഡ്രിങ്ക്സ് എടുത്ത് ഒറ്റ വലിക്ക് കുടിച്ചിട്ട് ഞാൻ ഡ്രസ് റൂമിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട്. അവളുടെ പിന്നാലെ പോകാൻ വേണ്ടിയിട്ട് അവളുടെ ബോയ് ഫ്രണ്ട് ആവട്ടെ ആ ധനികയായ സ്ത്രീയോട്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐസ്ക്രീം ഇവിടുത്തെ ഫ്രണ്ട് എൻട്രൻസിൽ കൊടുക്കുന്നു എന്ന് കേട്ടു, ഞാനത് പോയി വാങ്ങിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ഹീറോയിന്റെ പുറകെ പോയി അവളെ തടയുന്നുണ്ട്. അവനാവട്ടെ അവളുടെ കൂടെ പറയുന്നുണ്ട്, ഞാനൊരു പാവപ്പെട്ട ഫാമിലിയിൽ നിന്നാണ് വന്നത്, എന്നെപ്പോലെ ഒരാൾക്ക് വലിയൊരു ലോയർ ആവുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. ആ ധനികയായ സ്ത്രീയുടെ പണം കൊണ്ട് എനിക്ക് ഒരുപാട് കേസുകൾ കിട്ടും, അതുമാത്രമല്ല ഒരുപാട് പണവും ലഭിക്കും. ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നതൊക്കെ വെറും ഒരു നാടകം മാത്രമാണ്. 3 മാസം വരെ നീ ഒന്ന് ക്ഷമിക്ക്, അത് കഴിഞ്ഞാൽ ആ സ്ത്രീയെ ഉപേക്ഷിച്ച് തീർച്ചയായും ഞാൻ നിന്റെ അടുത്തേക്ക് തന്നെ വരും. എനിക്കറിയാം നീയും നെവിലും തമ്മിൽ യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ലാന്ന്, നീ ജസ്റ്റ് എൻ്റെ മുൻപിൽ നടിക്കുകയല്ലേ എന്നൊക്കെ അവളോട് ചോദിക്കുന്നുണ്ട്. അവൻ അങ്ങനെ ചോദിച്ചിട്ട് അവൾ അതിന് മറുപടിയൊന്നും പറയുന്നില്ലായിരുന്നു. പക്ഷേ ഈ സമയത്ത് അവൻ പറയുന്നുണ്ട്, നീ അവനുമായിട്ട് ഇൻറ്റിമേറ്റ് ആയി ഇരുന്ന സന്ദർഭങ്ങളെല്ലാം ഞാൻ മനസ്സിൽ നിന്നും മായ്ച്ചു കളഞ്ഞേക്കാം, ഇനി ഒരിക്കലും അങ്ങനെ അവനുമായിട്ടൊരു അടുപ്പം ഉണ്ടാവാതിരുന്നാൽ മതിയാവും. എനിക്കറിയാം ഞാൻ ചെയ്തത് തെറ്റാണെന്ന്, പക്ഷേ അവളെപ്പോലൊരു പെൺകുട്ടിയെ എനിക്കൊരിക്കലും സ്നേഹിക്കാൻ കഴിയില്ല. അവൾ ഒരുപാട് പണക്കാരിയാണ്, പക്ഷേ അവളുടെ സ്വഭാവം വളരെ മോശമാണ്. നിന്നെപ്പോലൊരു പെൺകുട്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, നീ ഇല്ലാതെ എനിക്കൊരു ജീവിതവുമില്ല എന്നവൻ പറയുന്നു. ഈ പ്രൊബേഷൻ പീരീഡ് വരെ ഈ നാടകം ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞാൽ അവളുമായിട്ടുള്ള എല്ലാ ബന്ധവും കംപ്ലീറ്റ് ആയി നിർത്തുമെന്ന് തന്നെ അവൻ അവൾക്ക് ഉറപ്പ് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ആ ധനികയെ സ്ത്രീക്കാവട്ടെ ഇത് ഹീറോയുടെ വെറും ഒരു ആക്ട് ആണെന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ട്. ആ പെൺകുട്ടി അത് തുറന്ന് ചോദിക്കുന്നുമുണ്ട്. അപ്പോൾ ഹീറോ ആ പെൺകുട്ടിയോട് സംശയത്തോടെ തന്നെ ചോദിക്കുന്നുണ്ട്, നിനക്കിതുപോലെ ഗ്രീനിക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്ന കാര്യം അറിയാമോ എന്ന്. അപ്പോൾ ആ പെൺകുട്ടി പറയുന്നുണ്ട്, ഞാനവനെ ഫോഴ്സ് ചെയ്തൊന്നുമില്ലല്ലോ, അവൻ എന്നെ യൂസ് ചെയ്യണം, അവൻ്റെ കരിയറിലെ ഒരു മൈൽ സ്റ്റോൺ ആയിട്ട് മാത്രമേ അവൻ എന്നെ കണ്ടിട്ടുള്ളൂ, അവൻ്റെ ആവശ്യം കഴിയുമ്പോൾ അവൻ ആ കല്ല് എടുത്തെറിയും, അത്രയേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ അവനെ വെച്ച് ഞാനും ഒരു ഗെയിം കളിച്ചത്, അത്രയേ ഉള്ളൂ എന്നാ സ്ത്രീയും പറയുന്നുണ്ട്. ഈ സമയത്ത് റെസ്റ്റ് റൂമിൽ നിന്ന് ഹീറോയിന്റെ ശബ്ദം കേൾക്കുന്നത് കൊണ്ട് തന്നെ എന്തോ അപകടം പറ്റിയെന്ന് കരുതി ഹീറോ അവളെ അന്വേഷിച്ച് അകത്തേക്ക് പോകുന്നുണ്ട്. ഹീറോയിനാവട്ടെ ഇനിയൊരിക്കലും ചതിയനായി അവനെ വിശ്വസിക്കാൻ തയ്യാറാകില്ല എന്ന് പറയുന്നു. എന്നാൽ അവനാവട്ടെ വീണ്ടും അവളെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. അവൻ അവളോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം അവൾ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയും അവളെ ശല്യം ചെയ്യുകയാണെങ്കിൽ അവൾ തീർച്ചയായും ഈ റെക്കോർഡിംഗ് എല്ലാം മിസ് ഹാംപ്ടനെ കാണിക്കുമെന്ന് തന്നെ അവളെ തറപ്പിച്ച് പറയുന്നുണ്ട്. അവൾ അവിടെ നിന്ന് പോകാൻ തുടങ്ങിയപ്പോൾ ബോയ് ഫ്രണ്ട് വീണ്ടും അവളെ തടഞ്ഞു നിർത്തിയിട്ട് അവളോട് ചോദിക്കുന്നുണ്ട്, നീ ഇത്രയും ധൈര്യശാലിയായത് എപ്പോഴാണ്? ആ നെവിലിൻ്റെ കൂടെ ചേർന്നിട്ടാണോ? അവനാണോ നിനക്കിതൊക്കെ പഠിപ്പിച്ചു തന്നത്? ഫേമിൻ്റെ 20ാമത്തെ ആനിവേഴ്സറിയിൽ വെച്ചില്ലേ നീ അവനെ കണ്ടുമുട്ടിയത്? നീ അന്ന് അവനെ ഫ്ലർട്ട് ചെയ്തായിരുന്നോ? നിങ്ങൾ ഒരുമിച്ച് ഉറങ്ങിയായിരുന്നോ എന്നൊക്കെ മോശകരമായ രീതിയിൽ അവളോട് അവൻ ചോദിക്കുന്നുണ്ട്. ദേഷ്യം വന്നേ അവൾ അവൻ്റെ കരണത്തടിക്കാൻ ഒരുങ്ങുന്നുണ്ടെങ്കിലും അവൻ അവളുടെ കൈ തടഞ്ഞിട്ട്, അല്ലെങ്കിൽ പിന്നെ ഒരു കോളേജ് സ്റ്റുഡൻ്റായ നിന്നെ അത്രയും ധനികനായ ഒരു ലോയർക്ക് എങ്ങനെ ഇഷ്ടപ്പെടാൻ തോന്നുമെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. നീ എങ്ങനെയാണ് നെവിലിനെ സെഡ്യൂസ് ചെയ്തതെന്ന് ചോദിച്ച് അവനാവട്ടെ അവളോട് മോശമായി പ്രവർത്തിക്കാൻ ഒരുങ്ങുന്ന സമയത്ത് ഹീറോ ആവട്ടെ വന്ന് ഒറ്റ ചവിട്ടിന് അവനെ തള്ളിയിടുന്നുണ്ട്. ഹീറോയിന്റെ ബോയ് ഫ്രണ്ടിന്റെ മുഖത്ത് ഒരു പഞ്ചും കൂടി കൊടുത്തിട്ടാണ് ഹീറോ അവളെ കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകുന്നത്. താൻ ഇത്രയും കാലം വിശ്വസിച്ചിരുന്ന സ്നേഹിച്ചിരുന്നവന്റെ യഥാർത്ഥ മുഖം കണ്ട് ഹീറോയിനാകെ തകർന്നു പോയിരുന്നു. അവളാവട്ടെ കാറിലിരുന്ന് ഒരുപാട് കരയുന്നുണ്ട്. ഈ സമയത്ത് ഹീറോ പറയുന്നുണ്ട്, നീ 2ാമത്തെ പ്രാവശ്യമാണ് അവനെ കുറിച്ച് ഓർത്ത് കരയുന്നേന്ന്. സാധാരണ എന്റെ കൂടെ ചീർക്കൊണ്ട് നിൽക്കാൻ നല്ല ശക്തിയായിരുന്നല്ലോ, ഇപ്പോൾ നിന്റെ ശക്തി എവിടെ പോയെന്ന് തന്നെ ഹീറോ അവളോട് ചോദിക്കുന്നുണ്ട്. അവളാവട്ടെ ഈ സമയത്ത് അവനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണോ എന്ന്. അവളുടെ പെട്ടെന്നുള്ള ചോദ്യത്തിൽ അവനൊന്ന് ഷോക്ക് ആവുന്നുണ്ട്. അതിനുശേഷം അവൾ തുടർന്ന് പറയുന്നുണ്ട്, എന്റെ കാര്യത്തിലോ ഗ്രീനിയുടെ കാര്യത്തിലോ ഹാംപ്ടന്റെ കാര്യത്തിലോ നിങ്ങൾക്ക് ഇടപെടേണ്ട യാതൊരു കാര്യവുമില്ല. അതുപോലെ തന്നെ എന്റെ ബോയ് ഫ്രണ്ടായി അഭിനയിച്ച് എന്നെ രക്ഷിക്കുന്ന ഒരു ഹീറോയെ പോലെ അഭിനയിക്കേണ്ട കാര്യവും നിങ്ങൾക്കില്ല.
അപ്പോൾ ഹീറോ പറയുന്നുണ്ട്, എൻ്റെ അസുഖത്തെക്കുറിച്ച് നിനക്കറിയാമല്ലോ, അതുകൊണ്ട് തന്നെ നിന്നെക്കുറിച്ച് അറിയണമെന്ന് ഞാൻ ആഗ്രഹിച്ചു, അത്രയേ ഉള്ളൂ എന്ന് ഹീറോ പറയുന്നുണ്ട്. ഹീറോയിൻ പെട്ടെന്ന് തന്നെ അവനോട് ചോദിക്കുന്നുണ്ട്, നമുക്ക് ഇന്നത്തെ രാത്രി ഒരുമിച്ച് സ്പെൻഡ് ചെയ്താലോ എന്ന്. അവനവട്ടെ ഒന്ന് ഷോക്കാവുന്നുണ്ട്. ആ ഷോക്കിൽ തന്നെ അവൻ ചോദിക്കുന്നുണ്ട്, നീ എന്താ പറഞ്ഞേന്ന്. അപ്പോൾ അവളും പറയുന്നുണ്ട്, എന്താ നിങ്ങൾക്ക് താല്പര്യമില്ലേ എന്ന്. കയ്യിലുണ്ടായിരുന്ന സിഗരറ്റ് ഒന്നും കൂടെ വലിച്ചിട്ട് അവൻ താഴേക്കിട്ടിട്ട് അവളെ കിസ് ചെയ്യുന്നുണ്ട്. ഹീറോയുടെ വീട്ടിൽ അവളെ എത്തിച്ചതിന് ശേഷം ഹീറോ അവളടുത്ത് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഞാൻ ആരാണെന്ന് അറിയാമോ എന്ന്. അപ്പോൾ അവള് പറയുന്നുണ്ട്, ഞാൻ കുറച്ചേ കുടിച്ചിട്ടുള്ളൂ, എങ്കിലും എനിക്ക് നല്ല ബോധമുണ്ടെന്ന്. എഡ്വേർഡ് നിവിൽ എന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ഹീറോ അവളെ വീണ്ടും കിസ് ചെയ്യുന്നു. പിറ്റേന്ന് രാവിലെ കണ്ണുകൾ തുറന്നപ്പോൾ മാത്രമാണ് ഹീറോയിന് കാര്യങ്ങളുടെ ഗൗരവം എന്താണെന്ന് മനസ്സിലാവുന്നത്. അവൾ കഴിഞ്ഞ ദിവസത്തെ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ സമയം തലേ ദിവസം കുടിച്ചുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു വിപത്ത് സംഭവിച്ചതെന്ന് അവൾ തലക്കടിച്ചുകൊണ്ട് ആലോചിക്കുന്നുണ്ട്. എന്നാലും ഇവനുമായി തന്നെ ഇന്നലെ രാത്രിയിൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വന്നല്ലോ എന്ന് ഓർത്തിട്ട് അവൾക്ക് വല്ലാത്ത കുറ്റബോധവും വിഷമവും ഒക്കെ തോന്നുന്നുണ്ട്. അവൻ ഉണരുന്നതിന് മുമ്പ് അവിടെ നിന്ന് പോകാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും അവൻ എഴുന്നേറ്റ് അവളെ തടയുന്നുണ്ട്. അവൻ അവളോട് ചോദിക്കുന്നുണ്ട്, നീ ഇനി എന്നെ അറിയാത്ത പോലെ നടിക്കാൻ പോവുകയാണോ എന്ന്. ഉടനടി അവൾ എഴുന്നേറ്റിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇന്നലെ രാത്രിയിൽ ഒരുപാട് മദ്യപിച്ചു, അതുകൊണ്ട് ആൽക്കഹോൾ കാരണമാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടിയെന്ന് അവനോട് പറയുന്നുണ്ട്. നമ്മൾ മുതിർന്നവരാണ്, നമ്മൾക്കിടയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാധാരണമാണ്. അവനാവട്ടെ അവളുടെ അടുത്തേക്ക് വന്നിട്ട്, ഇത് നിന്റെ ഫസ്റ്റ് ടൈം അല്ലേ, അതുപോലെ തന്നെ എൻ്റെയും ഫസ്റ്റ് ടൈമാണ് എന്നൊക്കെ പറയുമ്പോൾ അവള് പെട്ടെന്ന് തന്നെ അവനിൽ നിന്ന് അകന്നിട്ട് പറയുന്നുണ്ട്, ജസ്റ്റ് ഞാൻ കുടിച്ചതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, അതൊന്ന് കൺസിഡർ ചെയ്യണം. കഴിഞ്ഞ ദിവസം നിങ്ങൾ ആഗ്രഹിച്ച പോലെയുള്ള ഡ്രാമയെ നിങ്ങൾ കണ്ടല്ലോ, അതുമാത്രമല്ല ഞാനും ഇനി ഗ്രീനിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, ഞങ്ങൾക്കിടയിൽ ഇനി യാതൊരു ബന്ധത്തിന് സാധ്യതയുമില്ല. ഇനി എൻ്റെ ലൈഫ് ഞാൻ ഇഷ്ടപ്പെട്ട പോലെ ജീവിച്ചു തീർക്കാനാണ് ആഗ്രഹിക്കുന്നതെന്ന് അവൾ പറയുമ്പോൾ തന്നെ അവളുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നുണ്ട്. അവളുടെ മുത്തശ്ശിയുടെ നില അതീവ ഗുരുതരമാണെന്നും ഉടനടി തന്നെ സർജറി നടത്തിയില്ലെങ്കിൽ അവരുടെ ജീവന് തന്നെ ആപത്താണെന്നും പറഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് അറിയിച്ച ഒരു കോളായിരുന്നു അത്. അവൾ അവിടെ ധൃതിയിൽ തന്നെ അവിടെ നിന്ന് ഓടിപ്പോകുന്നുമുണ്ട്. അവള് അവനോടൊന്നും പറയാതെ ഓടിപ്പോകുന്നത് കൊണ്ട് തന്നെ അവനാവട്ടെ അവളെ ചീത്ത പറയുന്നുമുണ്ട്. ഹോസ്പിറ്റലിലെത്തിയ അവൾ മുത്തശ്ശിയുടെ ഓപ്പറേഷൻ ഫോമൊക്കെ സൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നേഴ്സ് അവളോട് പറയുന്നുണ്ട്, പെട്ടെന്ന് തന്നെ ഓപ്പറേഷനുള്ള പണവും അതുപോലെ ഇതിന് മുമ്പിട്ടുള്ള ഫീസും ഒക്കെ അടച്ചു തീർക്കണമെന്ന്. അപ്പോൾ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തി അതെല്ലാം അടയ്ക്കാമെന്നും അവൾ പറയുന്നുണ്ട്. ഈ ടൈമിൽ നേഴ്സുകളോട് ചോദിക്കുന്നുണ്ട്, നിന്റെ മുത്തശ്ശി വർഷങ്ങളായി ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്, നീ ഒഴിച്ച് വേറെ ആരും അവരെ കാണാനായി വന്നിട്ടില്ല, നിങ്ങൾക്ക് വേറെ റിലേറ്റീവ്സ് ഒന്നുമില്ലേ ഹെൽപ്പ് ചെയ്യാനും ചോദിക്കുമ്പോൾ അവൾ ഇല്ല എന്ന് തലയാട്ടിയതിനു ശേഷം അവരോട് പറയുന്നുണ്ട്, എൻ്റെ ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ മരിച്ചുപോയി, ഞാൻ അതിനുശേഷം മുത്തശ്ശിയോടൊപ്പമാണ് വളർന്നത്. അമ്മയെക്കുറിച്ച് ചോദിക്കുമ്പോൾ അമ്മ മരിച്ചുപോയെന്ന് തന്നെ അവൾ പറയുന്നുണ്ട്. ബാക്കി പ്രൊസീജിയറൊക്കെ ഉടനടി കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് നഴ്സ് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ സമയത്ത് ഒരു സ്ത്രീ അവരുടെ ഫോണിലെ ന്യൂസും കേട്ടുകൊണ്ടാണ് റിസപ്ഷനിലേക്ക് വരുന്നത്. ഫോൺ അവർ ആ റിസപ്ഷൻ്റെ അവിടുത്തെ ടേബിളിൽ വെക്കുന്നുണ്ട്. ഫ്ലോറൻസ് കേലി എന്ന് പറയുന്ന സ്ത്രീ ഈ വർഷത്തെ ടോപ്പ് ജേർണലിസം അവാർഡ് കരസ്ഥമാക്കിയെന്നും ഈ വർഷം ഫ്ലോറൻസ് കീലി തന്നെ ആയിരിക്കാം ജെസ്ട്രോ ന്യൂസിന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ ആവാൻ പോകുന്നതെന്നും അതുമാത്രമല്ല അവർ അവിവാഹിതയാണെന്നും ആ ന്യൂസിൽ പറയുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയിൻ ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുന്നുണ്ട്. അവളുടെ മുത്തശ്ശിക്ക് വയ്യാതായപ്പോൾ അവൾ പലരെയും വിളിച്ച് പണത്തിനായി സഹായം ചോദിക്കുന്നുണ്ട്. പലരിടത്തും അവൾ പണം ചോദിച്ചെങ്കിലും ആ സമയത്ത് അവൾക്ക് പണം നൽകാൻ ആരും തയ്യാറായിരുന്നില്ല. ആ സമയത്ത് അവൾ അവളെ ഉപേക്ഷിച്ചു പോയ അമ്മയെ വിളിക്കാൻ തീരുമാനിക്കുന്നുണ്ട്. മടിച്ചാണെങ്കിലും വേറെ വഴിയില്ലാതെ അവൾ അവരെ വിളിക്കുന്നു. ഈ റിപ്പോർട്ടറായിട്ടുള്ള ഫ്ലോറൻസ് കീലി തന്നെയായിരുന്നു അവളുടെ അമ്മ. അവൾ അമ്മയെന്ന് വിളിച്ചപ്പോൾ തന്നെ ആ സ്ത്രീ ഉടനടി കോള് കട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് ഒരിക്കലും അവൾ അമ്മയെ വിളിക്കാൻ പോയിട്ടില്ല. അവളുടെ കരിയറിന് അവളൊരു തടസ്സമാകുമെന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് അവർ അവളെ ഉപേക്ഷിച്ചു പോയത്. ഇതൊക്കെ ആലോചിച്ച ഹീറോയിൻ നിരാശയിൽ തന്നെ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഹീറോയിനാവട്ടെ അവളെ ട്യൂഷൻ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥിയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അന്നേരം ആ കുട്ടിയുടെ അമ്മയും അതുപോലെ ആ കുട്ടി അവിടെ ഉണ്ടായിരുന്നില്ല, അവന്റെ അച്ഛൻ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അവൾ ഈ സമയത്ത് അയാളോട് പറയുന്നുണ്ട്, അടുത്ത 3 മാസത്തെ സാലറി കൂടി തനിക്ക് നേരത്തെ തരാമോ എന്ന്. മുത്തശ്ശിയുടെ സർജറി നടത്തണമല്ലോ, അതിനു വേണ്ടിയിട്ട് പണം ആവശ്യമായതുകൊണ്ടാണ് അവള് അയാളടുത്ത് ഇങ്ങനെ ചോദിച്ചത്. പക്ഷേ അയാളാവട്ടെ മോശമായിട്ടുള്ള ഒരു ഉദ്ദേശം വെച്ച് അവൾക്ക് പണം കൊടുക്കാമെന്ന് പറയുന്നു. പരിഭ്രാന്തിയായി അവൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് എനിക്ക് കുറച്ച് ജോലികൾ ചെയ്തു തീർക്കാനുണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകാനൊരുങ്ങുന്നുണ്ടെങ്കിലും അയാൾ അവളെ തടയുന്നു. അയാളാവട്ടെ വീണ്ടും അവളെ പിടിച്ചു നിർത്തിയിട്ട് പറയുന്നുണ്ട്, ഞാൻ പറയുന്നതൊക്കെ നീ അനുസരിക്കാമെന്നുണ്ടെങ്കിൽ വീണ്ടും നീ പൈസയ്ക്കായി ഇങ്ങനെ അന്വേഷിച്ച് നടക്കില്ല എന്ന്. തന്നെ വിട്ടില്ലെങ്കിൽ അവൾ ഇപ്പോൾ തന്നെ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞെങ്കിലും ഈ വീട്ടിലിപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ എന്നും ഇവിടെ വേറെ ആരുമില്ല എന്നും പറഞ്ഞവളോട് മോശമായി പെരുമാറാൻ ഒരുങ്ങുന്നുണ്ടെങ്കിലും അവൾ അയാളുടെ കരണത്തടിക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ അവൾ ട്യൂഷൻ പഠിപ്പിക്കുന്ന കുട്ടിയും ആ കുട്ടിയുടെ അമ്മയും അങ്ങോട്ടേക്ക് കയറി വരുന്നു. കാര്യം മനസ്സിലാക്കി അമ്മയാവട്ടെ ആ കൊച്ചുകുട്ടിയോട് മുകളിലേക്ക് പൊക്കോളാൻ പറയുന്നുണ്ട്.
ആ സ്ത്രീയുടെ ഭർത്താവട്ടെ ഉടനടി ഹീറോയിനെ കുറ്റപ്പെടുത്തി സംസാരിക്കാനൊരുങ്ങുന്നുണ്ട്. അവളാണ് എന്നെ സെഡ്യൂസ് ചെയ്തതെന്നും ഇന്ന് ട്യൂഷൻ ഇല്ലാത്ത ദിവസമല്ലേ അവൾ മനഃപൂർവ്വം ഞാനിവിടെ ഒറ്റയ്ക്കുള്ളതെന്ന് അറിഞ്ഞിട്ട് തന്നെയാ വന്നേന്നൊക്കെ പറഞ്ഞ് ഹീറോയിനെ മോശക്കാരിയാക്കി സംസാരിക്കുന്നു. ഹീറോയിനാവട്ടെ ആ ഷോക്കിൽ ഒരുപാട് കരയുന്നുണ്ട്. ഈ സമയത്ത് ആ സ്ത്രീ പറയുന്നുണ്ട്, ഈ മാസത്തെ സാലറി കൂടി നിങ്ങൾക്ക് തരും, ഇനി ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരണമെന്നില്ല എന്ന്. ഹീറോയിനാവട്ടെ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. അതിന് തൊട്ട് പിന്നാലെ തന്നെ ആ സ്ത്രീയും അവളുടെ പുറകെ ഓടിപ്പോയിട്ട് അവിടെ ഒന്ന് നിൽക്കണേ എന്ന് അവളോട് പറയുന്നുണ്ട്. ആ സ്ത്രീ അവളോട് പറയുന്നുണ്ട്, എൻ്റെ ഭർത്താവിൻ്റെ സ്ഥാനത്ത് നിന്ന് താൻ ക്ഷമ ചോദിക്കുകയാണ്. തനിക്കറിയാം തൻ്റെ ഭർത്താവിൻ്റെ ക്യാരക്ടർ എങ്ങനെയാണെന്നുള്ളത്. പക്ഷേ താൻ പ്രതികരിക്കാത്തത് എന്തെന്ന് വെച്ചാൽ തനിക്കൊരു ജോലിയില്ല. തൻ്റെ മകനെ നന്നായി വളർത്തണമെന്നുണ്ടെങ്കിൽ അവൻ്റെ വിദ്യാഭ്യാസത്തിനും ഭക്ഷണത്തിനും ഒക്കെയായി നല്ല പണത്തിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഭർത്താവായ അയാളെ എനിക്ക് സഹിക്കുകയല്ലാതെ വേറെ വഴിയില്ല. ഹീറോയിൻ ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ നിങ്ങൾ എന്തിനാണ് എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്. അപ്പോൾ അവർ പറയുന്നുണ്ട്, എനിക്കറിയാം നിങ്ങൾക്ക് പണത്തിന് നല്ല ആവശ്യമുണ്ടെന്ന്. ഈ പണം നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കാനാണ് ഞാൻ വന്നത്. ഇത് അയാളുടെ പണമല്ല, ഞാൻ പല വഴിക്കും സ്വരുക്കൂട്ടിയ പണമാണ്. തൻ്റെ മകൻ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പല പല റൂമേഴ്സും അവനെ അഫക്റ്റ് ചെയ്യാൻ പാടില്ല. ശരിക്കും പറഞ്ഞാൽ അവരുടെ ഭർത്താവിൻ്റെ സ്വഭാവദൂഷ്യം പുറത്തറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഹീറോയിന് മുൻകൂട്ടി അവർ പണം കൊടുക്കുകയാണ്. സർജറിയുടെ ഫീസും അതുപോലെ ഹോസ്പിറ്റൽ ഫീസിൻ്റെ ഒക്കെ കാര്യം ആലോചിച്ചപ്പോൾ അവൾ ആ പണം വാങ്ങാൻ പോകുന്നുണ്ട്. എന്നാൽ ഈ സമയത്ത് തന്നെ ഹീറോ വന്ന് അവളെ തടയുന്നുണ്ട്. ആ പണം ഹീറോ തട്ടിത്തെറിപ്പിച്ചിട്ട് ആ സ്ത്രീയോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ഈ തരത്തിലുള്ള പണം അവൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. ഹീറോ ആവട്ടെ അവൻ്റെ വീട്ടിലേക്കാണ് അവളെ കൊണ്ടുപോയിരുന്നത്. ഹീറോ അവളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിനക്ക് അത്രയ്ക്ക് പണത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നോ? ആ സ്ത്രീ നിന്നെ ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചപ്പോൾ പോലും നീ തിരികെ പ്രതികരിക്കാനതെന്താ? ഞാനുമായി വഴക്കുണ്ടാക്കാൻ നിനക്ക് നല്ല നാക്കാണല്ലോ, ഇപ്പോൾ നിന്റെ നാവ് എവിടെ പോയി എന്ന് ഹീറോ അവളോട് ചോദിക്കുന്നുണ്ട്. ഈ ടൈമിൽ ഹീറോ ആവട്ടെ, നിനക്ക് പണത്തിനായി എത്ര ആവശ്യമുണ്ടായിരുന്നെങ്കിൽ എൻ്റെ അടുത്ത് വന്നുകൂടായിരുന്നു, എൻ്റെ അടുത്ത് ചോദിക്കാൻ നിനക്ക് മടിയാണോ എന്ന് ചോദിച്ചു ഹീറോ ഒരു ബ്ലാക്ക് കാർഡ് എടുത്ത് അവൾക്ക് കൊടുക്കുന്നുണ്ട്. അത് കണ്ടിട്ട് അവൾ പറയുന്നുണ്ട്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, തലേന്നത്തെ രാത്രി കാരണമല്ലേ നീ ഈ ബ്ലാക്ക് കാർഡ് എനിക്ക് തരുന്നേ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. അവൾ ഒരു കാരണവശാലും ആ പണം വാങ്ങില്ല എന്ന് കണ്ടുകൊണ്ട് തന്നെ ഹീറോ ആവട്ടെ അവളോട് പറയുന്നുണ്ട്, നിനക്ക് ഈ പണം വെറുതെ തരിക എന്ന് ആരാ പറഞ്ഞത്? നമ്മൾക്കൊരു ഡീല് വെക്കാം. അതും പറഞ്ഞ് ഹീറോ ആവട്ടെ ഒരു ഡ്രോയർ തുറന്ന് അവളെ കാണിക്കുന്നുണ്ട്. അത് നിറയും ഉറുക്ക ഗുളികളായിരുന്നു. അതിനുശേഷം അവൻ പറയുന്നുണ്ട്, തൻ്റെ അസുഖം മൂലം തനിക്ക് ഒരു കാരണവശാലും രാത്രിയിൽ ഉറക്കമില്ലായിരുന്നു. പക്ഷേ അവൾ അവൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ആ രാത്രി അവൻ നന്നായി ഉറങ്ങിയെന്നും അവൾ ഉള്ളത് കൊണ്ടാണ് തനിക്ക് അതുപോലെ നന്നായി ഉറങ്ങാൻ സാധിച്ചെന്നും അവൻ വെളിപ്പെടുത്തുന്നുണ്ട്. നിനക്കെന്നെ സഹായിക്കാൻ പറ്റുമെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. എന്ത് ഹെൽപ്പാണ് വേണ്ടതെന്ന് അവളും തിരിച്ചു ചോദിക്കുന്നുണ്ട്. അവനാവട്ടെ അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് എന്നോടൊപ്പം ഉറങ്ങാമോ എന്ന് അവളോട് ചോദിക്കുന്നു. അവളാവട്ടെ ദേഷ്യം വന്ന് അവനെ ചീത്ത പറയാൻ ഒരുങ്ങുന്നുണ്ടെങ്കിലും ജസ്റ്റ് ഉറങ്ങിയാൽ മാത്രം മതിയാവും, വേറൊന്നും വേണ്ട എന്ന് അവൻ തെളിച്ചു പറയുന്നുണ്ട്. താൻ ഉറങ്ങിയതിനു ശേഷം അവൾക്ക് മുറി വിട്ട് പുറത്തേക്ക് പോകാമെന്നും അവൻ പറയുന്നുണ്ട്. ഒരാഴ്ചത്തേക്ക് ഓരോ ദിവസവും $10,000 വെച്ച് അവൾക്ക് നൽകാമെന്നും അവൻ പറയുന്നുണ്ട്. വീണ്ടും അവൻ അവളോട് സഹായിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ അവൾ സഹായിക്കാമെന്നുള്ള രീതിയിൽ തലയാട്ടുന്നുണ്ട്. ഈ സമയത്ത് അവൻ വാത്സല്യത്തോടെ തന്നെ അവളുടെ തലയിൽ തടവുന്നുമുണ്ട്. ഹീറോയിനാവട്ടെ രാവിലെ തന്നെ അവളുടെ മുത്തശ്ശിയെ പരിചരിക്കാനായി ഹോസ്പിറ്റലിലേക്ക് പോയിരുന്നു. അവള് മുത്തശ്ശിക്ക് കഞ്ഞി കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് മുത്തശ്ശി അവളോട് ചോദിക്കുന്നുണ്ട്, സർജറിക്ക് വേണ്ടിയിട്ടുള്ള പണം അവൾ എവിടെ നിന്നാണ് റെഡിയാക്കിയെന്ന്. ഒരു ഫ്രണ്ടിൽ നിന്നാണ് വാങ്ങിയെന്ന് അവള് മുത്തശ്ശിയെടുത്ത് പറയുന്നുണ്ട്. ഈ സമയത്ത് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നീ ആ സ്ത്രീയുടെ കയ്യിൽ നിന്നാണോ പണം വാങ്ങിയെന്ന്? അതായത് അവരുടെ മകളുടെ കയ്യിൽ നിന്ന്. തൻ്റെ മകളുടെ കയ്യിൽ നിന്നാണ് നീ പണം വാങ്ങിയെങ്കിൽ തീർച്ചയായും ഈ ഓപ്പറേഷൻ നടത്തണ്ട എന്ന് പറഞ്ഞ് മുത്തശ്ശി ബഹളം വെക്കുന്നുണ്ട്. അവളാവട്ടെ മുത്തശ്ശി സമാധാനപ്പെടുത്താനായി ഇനി ഏതൊരവസ്ഥയുണ്ടായാലും അവളുടെ അമ്മയെ വിളിച്ച് പണം ചോദിക്കില്ല എന്ന് തന്നെ പറയുന്നുണ്ട്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു സ്ത്രീ ഈ സമയത്ത് അകത്തേക്ക് കയറി വരുന്നുണ്ട്. ആ സ്ത്രീയാവട്ടെ താൻ മുത്തശ്ശിയെ പരിചരിക്കാൻ വന്നിരിക്കുന്ന കെയർ ടേക്കർ ആണെന്ന് പറഞ്ഞ് ഹീറോയിൻ്റെ അടുത്തും അതുപോലെ മുത്തശ്ശിയെയും പരിചയപ്പെടുന്നുണ്ട്. ഈ ടൈമിൽ ഹീറോയിൻ അമ്പരപ്പോടെ ചോദിക്കുന്നുണ്ട്, ഞാനൊരു കെയർ ടേക്കറെയും നിയമിച്ചിട്ടില്ലല്ലോ എന്ന്. അപ്പോഴാണ് അവർ പറയുന്നത്, എന്നെ നെവിൽ സാറാണ് മുത്തശ്ശിയെ പരിചരിക്കാനായി ഏർപ്പാടാക്കിയിരിക്കുന്നതെന്നും മുത്തശ്ശി ഡിസ്ചാർജ് ആവുന്നവരെ താനായിരിക്കും മുത്തശ്ശിയെ പരിചരിക്കാൻ പോകുന്നതെന്നും പറയുന്നുണ്ട്. അതുമാത്രമല്ല നിങ്ങളുടെ ബോയ് ഫ്രണ്ട് വളരെ സ്നേഹമുള്ളവനാണെന്നും ഹീറോയിൻ്റെ അടുത്ത് പറയുമ്പോൾ എഡ്വേർഡ് നെവിൽ എൻ്റെ ബോയ് ഫ്രണ്ട് ഒന്നും അല്ല എന്ന് അവൾ പറയുന്നുണ്ട്. പിന്നീട് കുറേ ദിവസത്തേക്ക് ഹീറോ അവളെ വിളിച്ചതേയില്ല. അതുകൊണ്ട് തന്നെ അവൾ മുത്തശ്ശിയെ പരിചരിച്ച് ഹോസ്പിറ്റലിൽ തന്നെ കൂടി. പക്ഷേ ഒരു ദിവസം രാത്രിയായപ്പോഴത്തേക്കും ഹീറോയുടെ മെസ്സേജ് അവൾക്ക് വരുന്നുണ്ട്. നീ ഇന്ന് ഫ്രീ ആണോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള മെസ്സേജ് ആയിരുന്നു അത്. അവൻ്റെ ആ മെസ്സേജ് കണ്ട് അവള് പരിഭ്രാന്തയാവുന്നുണ്ടെങ്കിലും അവൾക്ക് പോകാതിരിക്കാൻ സാധിക്കില്ലല്ലോ. അവള് ഏറ്റെടുത്ത ജോലിക്ക് പകരമായാണ് ഹീറോ അവൾക്ക് പണം നൽകുന്നത്. അങ്ങനെ അവൾ അവൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ അവർ ഒരുമിച്ച് കിടക്കുന്നുണ്ടെങ്കിലും ഹീറോയിനാവട്ടെ കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് ആകെ നാണക്കേട് തോന്നുന്നുണ്ടായിരുന്നു.
അതുകൊണ്ട് അവളാവട്ടെ ഷീറ്റൊക്കെ തലവഴി പുതച്ച് അങ്ങനെ കിടക്കുന്നുണ്ട്. ഹീറോ ആവട്ടെ അവന് ഉറക്കം വരാത്തത് കൊണ്ട് തന്നെ വീണ്ടും ഡ്രോയറിൽ നിന്ന് സ്ലീപ്പിംഗ് പിൽസ് എടുത്ത് കഴിക്കാൻ തുടങ്ങുന്നു. എന്ത് പറ്റിയെന്ന് അവൾ ചോദിക്കുമ്പോൾ അവൻ ഉറങ്ങാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അവൻ മരുന്ന് തുറക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അവൾ ആ കുപ്പി വാങ്ങിച്ചു മാറ്റിയിട്ട് കിടക്കാനായി അവനോട് ആവശ്യപ്പെടുന്നുണ്ട്. അതിനുശേഷം അവളെ ചേർത്ത് പിടിച്ച് അവൻ കിടന്നുറങ്ങുന്നുണ്ട്. അങ്ങനെ അവന് എളുപ്പം ഉറങ്ങാൻ സാധിക്കുന്നുണ്ട്. പിറ്റേ ദിവസം ഒരു ഫയലുമായിട്ട് ഹീറോയുടെ അടുത്തേക്ക് ഫ്രണ്ട് വരുമ്പോൾ അവന്റെ മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. ഫ്രണ്ട് അവനോട് ചോദിക്കുന്നുണ്ട്, നിന്റെ മുഖത്ത് ഇത്രയും നേരം ഒരു ചെരി ഉണ്ടായിരുന്നല്ലോ, അതെവിടെ പോയി? സത്യം പറ, നീ ഏതെങ്കിലും പെൺകുട്ടിയുമായി പ്രണയത്തിലാണോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ അവന്റെ ഫ്രണ്ട് തിരുത്തുന്നുണ്ട്, ശരിക്കും നിന്റെ പേഴ്സണാലിറ്റി ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് ഇഷ്ടപ്പെടുവോ? അത് കേട്ട ഹീറോയ്ക്ക് ചെറിയ ദേഷ്യം തോന്നുന്നുണ്ടെങ്കിലും അവനത് പുറമെ പ്രകടിപ്പിക്കുന്നില്ല. ഹീറോ ആവട്ടെ നീ എന്തോ ഈ മിഴിച്ചു നോക്കുന്നേ എന്ന് അവനോട് ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് ഫ്രണ്ട് പറയുന്നുണ്ട്, ഇന്ന് രാവിലെ ഹാംപ്ടൺ വന്നായിരുന്നു എന്നും അവരുടെ കേസ് വാദിക്കുന്നതിൽ നിന്ന് ഗ്രീനിയെ മാറ്റിയെന്നും പറയുന്നുണ്ട്. ഹീറോ ആവട്ടെ അതിന് മറുപടിയൊന്നും പറയുന്നില്ല. കാരണം ഇതിനു മുമ്പേ തന്നെ അവൻ അറിയാമായിരുന്നല്ലോ അവസാനം ഇങ്ങനെയൊക്കെ ആയി തീരുമെന്നുള്ളത്. ഗ്രീനി ആവട്ടെ ഈ സമയത്ത് ധനികയായ സ്ത്രീയോട് എന്തിനാണ് തന്നെ കേസ് വാദിക്കുന്നതെന്ന് പിൻവലിച്ച് എന്ന് ചോദിച്ചുകൊണ്ട് അവരെ പിന്നാലെ കൂടിയിരിക്കുകയാണ്. ഈ സമയത്ത് ആ സ്ത്രീ പറയുന്നുണ്ട്, നീയുമായിട്ടുള്ള ഗെയിം എനിക്ക് മടുത്തു കഴിഞ്ഞു, അതുകൊണ്ട് തന്നെ നിന്റെ ആവശ്യം എനിക്കിനി ഇല്ല എന്ന് അവൾ പറയുമ്പോൾ, നീ വെറുതെ തമാശ പറയല്ലേ എന്ന് അവൻ പറയുന്നുണ്ട്. നിന്റെ കമ്പനിയുടെ ലീഗൽ അഡ്വൈസറായി എന്നെ നിയമിക്കാമെന്ന് നീ വാക്ക് തന്നേയില്ലേ എന്ന് അവളോട് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, നീ എന്താ വിചാരിച്ചത്? വെറും ഒരു ഇന്ത്യനായ നിന്നെ ടോപ്പ് 10 നിൽക്കുന്ന എൻ്റെ കമ്പനിയിലെ ലീഗൽ അഡ്വൈസർ ആക്കുമെന്ന് നീ കരുതിയോ? നിന്റെ കരിയറിലെ ഒരു മൈൽ സ്റ്റോൺ ആയിട്ട് മാത്രമേ നീ എന്നെ കണ്ടിട്ടുള്ളൂ. നിന്റെ ആവശ്യങ്ങൾ കഴിയുമ്പോൾ നീ എന്നെ വലിച്ചെറിയും. നിന്റെ സ്ഥാനങ്ങൾ കയറിപ്പറ്റാൻ വേണ്ടി നീ നിന്റെ ഗേൾഫ്രണ്ടിനെ പോലും ചതിച്ചില്ലേ? അതുപോലെ നിന്റെ ആവശ്യം കഴിയുമ്പോൾ നീ എന്നെയും വലിച്ചെറിയുമെന്ന് പറയുന്നു. ഈ സമയത്ത് ഹീറോയിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അവൻ ഇപ്പോൾ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് പറയുന്നുണ്ടെങ്കിലും ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എനിക്ക് നിന്നിൽ തീരെ ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടി അവിടെ നിന്ന് പോകുന്നു. ഈ സമയത്ത് ഹീറോയുടെ അച്ഛൻ്റെ അസിസ്റ്റന്റ് ആവട്ടെ ഹീറോയെ കുറിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് റിപ്പോർട്ട് അയാൾക്ക് കൊടുക്കുന്നുണ്ട്. അസിസ്റ്റന്റ് അയാളോട് പറയുന്നുണ്ട്, ഹീറോയോടൊപ്പം ഇപ്പോൾ ഉള്ള പെൺകുട്ടിയാവട്ടെ നേരത്തെ ഗ്രീനിയുടെ ഗേൾഫ്രണ്ട് ആയിരുന്നു എന്ന്. അതുമാത്രമല്ല അവന്റെ മോളിൽ ജയിക്കാനുള്ള ബെസ്റ്റ് ആയിട്ടുള്ള ടൈം ഇത് തന്നെയാണെന്ന് അസിസ്റ്റന്റ് അയാളോട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്രീനിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഹീറോയുടെ മുകളിൽ വിജയം നേടാൻ അവന്റെ അച്ഛൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഗ്രീനിയെ മീറ്റ് ചെയ്യാനായിട്ട് അവന്റെ അച്ഛൻ പോകുന്നുണ്ട്. ഗ്രീനി ആവട്ടെ അയാളോട് സംശയത്തോടെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരാളാണല്ലോ, പിന്നെന്തിനാ എന്നെ പോലെ ഒരാളെ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്നതെന്ന്. അപ്പോൾ ഹീറോയുടെ അച്ഛൻ പറയുന്നുണ്ട്, നിന്റെ കണ്ണുകളിലെ ആ ഒരു പ്രകാശം കൊണ്ടാണ് ഞാൻ നിന്നെ തിരക്കി ഇറങ്ങിയത് തന്നെ. ഞാൻ വളരെ എങ്ങായിരുന്ന സമയത്തെ പോലെയാണ് കാണപ്പെടുന്നത്. നിനക്ക് നല്ല കഴിവും ആത്മവിശ്വാസവുമുണ്ട്, അതുകൊണ്ട് തന്നെ ഈ ഫീൽഡിന് നീ വളരെ അനുയോജ്യനായിരിക്കുമെന്നൊക്കെ അവന്റെ അച്ഛൻ പറയുമ്പോൾ ഗ്രീനിക്കാവട്ടെ അവനെ പുകഴ്ത്തി പറയുന്നത് കേട്ടിട്ട് വല്ലാതെ സന്തോഷമാവുന്നുണ്ട്. അതിനുശേഷം അയാളാവട്ടെ അവനോട് ചോദിക്കുന്നുണ്ട്, നീ എഡ്വേർഡ് നിവിലിനെക്കാട്ടിലും മികച്ചവനാണെന്ന് എങ്ങനെയാണ് തെളിയിക്കാൻ പോകുന്നതെന്ന്. ഉടനടി അവൻ ആലോചിച്ചിട്ടൊന്ന് പറയുന്നുണ്ട്, അവനൊരു അസുഖബാധിതനാണെന്ന്. ഇത് കേട്ട് അവന്റെ അച്ഛനാവട്ടെ വല്ലാതെ ഷോക്ക് ആവുന്നുണ്ട്. അതിനുശേഷം ഗ്രീനി പറയുന്നുണ്ട്, അവന് മാനസികമായിട്ടുള്ള എന്തോ ഒരു തരം അസുഖമുണ്ട്, അവന് ഗ്ലാസുകളുടെ ശബ്ദമൊക്കെ കേൾക്കുന്നത് വളരെയധികം പേടിയാണെന്നൊക്കെ ഗ്രീനി പറയുന്നുണ്ട്. ഈ സമയത്ത് ഓഫീസിൽ വെച്ച് ഒരു ഗ്ലാസ് താഴെ വീണപ്പോൾ ഹീറോ പരിഭ്രാന്തിയോടെ എഴുന്നേറ്റ് പോകുന്നത് അവൻ ശ്രദ്ധിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവൻ ഈ സമയത്ത് ഓർത്തെടുക്കുന്നുണ്ട്. അതുമാത്രമല്ല ഓഫീസ് ടൈമിൽ അവൻ സൈക്യാട്രിക് ഡിപ്പാർട്ട്മെന്റിലേക്ക് കയറി പോകുന്നതും താൻ കണ്ടു എന്ന് ഗ്രീനി അയാളോട് പറയുന്നുണ്ട്. അവനെ പോലെ ഒരാൾക്ക് ലോയറായി വർക്ക് ചെയ്യാൻ യാതൊരു യോഗ്യതയില്ല എന്ന് പറയുമ്പോൾ അവന്റെ അച്ഛൻ ചോദിക്കുന്നുണ്ട്, നിന്റെ കയ്യിൽ അതിന് തെളിവ് വല്ലതും ഉണ്ടോ എന്ന്. തെളിവുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവനൊന്ന് പതറുന്നുണ്ട്. ഈ സമയത്ത് അവന്റെ അച്ഛൻ പറയുന്നുണ്ട്, ഞാനിതുപോലെ ഊഹാപോഹങ്ങളൊന്നും വിശ്വസിക്കുന്ന ഒരാളല്ല, നിനക്ക് ഞാൻ 1 മാസത്തെ സമയം തരാം, ആ സമയത്തിനുള്ളിൽ എഡ്വേർഡ് നിവലിനെക്കാട്ടിലും കൂടുതൽ യോഗ്യനാണ് നീ എന്ന് തെളിയിക്കുകയാണെങ്കിൽ എൻ്റെ ലോ ഫേമിലേക്ക് നിനക്ക് വരാം എന്നും പറഞ്ഞ് ഹീറോയുടെ അച്ഛൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഹീറോയിൻ ക്യാൻറ്റീനിലേക്ക് പോയി അവളുടെ മുത്തശ്ശിക്കുള്ള ഫുഡും വാങ്ങി തിരികെ വരുമ്പോൾ ഗ്രീനി ആവട്ടെ അവളുടെ മുത്തശ്ശിയുടെ അടുത്തുണ്ടായിരുന്നു. അവൾ അവനെ കണ്ട ഉടനെ തന്നെ നീ എന്തിനാ ഇവിടേക്ക് വന്നേ എന്ന് ചോദിച്ചുകൊണ്ട് അവനോട് ദേഷ്യപ്പെടുന്നുണ്ട്. മുത്തശ്ശി ഇങ്ങനെ വയ്യാതെ കിടക്കുമ്പോൾ എനിക്കെങ്ങനെ ഇങ്ങോട്ടേക്ക് വരാതാവുമെന്ന് അവൻ ചോദിക്കുമ്പോൾ മുത്തശ്ശിയും പറയുന്നുണ്ട്, കുറേ നാളായല്ലോ അവനെ കണ്ടിട്ട്, കുറച്ചു നേരം സംസാരിക്കട്ടെ എന്ന് പറയുമ്പോൾ അവൾ ദേഷ്യത്തോടെ തന്നെ അവനെ പിടിച്ചു വലിച്ച് ആ മുറിയുടെ വെളിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അവൾ അവനോട് ചോദിക്കുന്നുണ്ട്, എന്നോട് ഞാൻ പറഞ്ഞല്ലേ എൻ്റെ കൺമുന്നിൽ വന്നു പോവരുതെന്ന്, എന്നിട്ട് നീ ഇവിടെ എന്ത് ചെയ്യുകയാണെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാനും ഹാംപ്ടണും തമ്മിലുള്ള എല്ലാ ബന്ധവും അവസാനിച്ചിരിക്കുന്നു. ഇത് കേട്ട ഹീറോയിൻ ചോദിക്കുന്നുണ്ട്, അതിനിപ്പോൾ ഞാൻ എന്ത് വേണമെന്ന്. അപ്പോൾ അവനും ചോദിക്കുന്നുണ്ട്, നമ്മൾ തമ്മിൽ ഏതാണ്ട് 1 വർഷത്തോളം പ്രണയത്തിലായിരുന്നില്ലേ എന്ന്. അപ്പോൾ അവളും പറയുന്നുണ്ട്, നീ അതിനെ ഒട്ടും കെയർ ചെയ്തില്ലായിരുന്നല്ലോ എന്ന്. ഇതിനു മുമ്പ് മുത്തശ്ശി ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നപ്പോൾ അവരുടെ മുറി വളരെ ചീപ്പായിരുന്നു. ഇപ്പോഴാവട്ടെ വളരെ നല്ലൊരു മുറിയും അതുപോലെ തന്നെ ഒരു കെയർ ടേക്കറും ഉണ്ട് അവരെ നോക്കാനായിട്ട്. ഇതിനുള്ള പണമൊക്കെ എഡ്വേർഡ് നിവിലല്ലേ നിനക്ക് തരുന്നത്, പണം കൊണ്ട് എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ പിന്നെ ഞാനും ഹാംപ്ടണും തമ്മിൽ ബന്ധത്തിലായിരുന്നാൽ നിനക്കെന്താണ് പ്രശ്നം? അപ്പോൾ വീണ്ടും ഹീറോയിൻ ചോദിക്കുന്നുണ്ട്, ശരിക്കും നിനക്ക് എന്താ ആവശ്യമെന്ന്. ആ സമയത്ത് അവൻ പറയുന്നുണ്ട്, എഡ്വേർഡ് നിവിൽ നിനക്ക് വേണ്ടിയിട്ട് ഒരുപാട് പണം സ്പെൻഡ് ചെയ്യുന്നുണ്ട്,
അപ്പോൾ പിന്നെ അവൻ്റെ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് നിനക്കറിയാമോ എന്ന് ചോദിച്ചിട്ട്, അതായത് അവൻ്റെ ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ച് എന്തെങ്കിലും കാര്യം നിനക്കറിയാമോ എന്ന് അവളോട് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് എനിക്ക് അതിനെപ്പറ്റിയൊന്നും അറിയില്ല, അവൻ്റെ ഒരു കാര്യവും അറിയില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകാനൊരുങ്ങുമ്പോൾ അവൻ വീണ്ടും അവളെ തടയുന്നുണ്ട്. ഈ സമയത്ത് ഹീറോ ആവട്ടെ നിനക്ക് എൻ്റെ കാര്യത്തിൽ നല്ല താല്പര്യമുണ്ടല്ലോ തോന്നുന്നല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. ഹീറോ ആവട്ടെ അവളെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട് എനിക്കറിയാം ഞാൻ സുന്ദരനാണെന്ന്, പക്ഷേ ഞാൻ ആണുങ്ങളിൽ ഒരിക്കലും താല്പര്യം കാണിക്കുന്നവനല്ല എന്ന് അവനോട് പറയുന്നുണ്ട്. ഈ സമയത്ത് മുത്തശ്ശി ആവട്ടെ ഒരു ഓറഞ്ച് എടുത്ത് അവൻ്റെ ദേഹത്തേക്ക് എറിയുന്നുണ്ട്. നീ എൻ്റെ കൊച്ചുമകളോട് പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ കേട്ടു, മര്യാദയ്ക്ക് എൻ്റെ അടുത്ത് നിന്ന് പൊക്കോ. നീ എൻ്റെ കൊച്ചുമകളെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ ഒരുത്തനും എൻ്റെ കൊച്ചുമകളെ ഭീഷണിപ്പെടുത്താൻ ആരെയും അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവനെ ഓറഞ്ചുകൾ പറക്കി എറിയുന്നുണ്ട്. അവരുടെ ഏറി സഹിക്ക് വയ്യാതെ അവൻ അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. അതിനുശേഷം മുത്തശ്ശിയാവട്ടെ ഹീറോയ്ക്ക് ഹായ് പറഞ്ഞിട്ട് അവരെ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോകുന്നുണ്ട്. അകത്തേക്ക് വന്ന ഹീറോയിൻ്റെ അടുത്ത് മുത്തശ്ശിയാവട്ടെ തനിക്ക് നന്നായി വിശക്കുന്നുണ്ടെന്നും എന്തെങ്കിലും ഫുഡ് പുറത്ത് പോയി വാങ്ങിക്കൊണ്ട് വാ എന്നും പറഞ്ഞ് അവളെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ട്. അവൾ അവിടെ നിന്ന് പോയി എന്ന് മനസ്സിലാക്കിയപ്പോൾ മുത്തശ്ശി അവനോട് ചോദിക്കുന്നുണ്ട് നീയല്ലേ എൻ്റെ മെഡിക്കൽ ബില്ലും അതുപോലെ സർജറി ബില്ലുകളെല്ലാം പേ ചെയ്തേന്ന്. അപ്പോൾ അവനും പറയുന്നുണ്ട് അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല മുത്തശ്ശി, മാർഗരറ്റ് എനിക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തു തന്നിട്ടുണ്ടെന്ന്. എനിക്ക് നിങ്ങൾ മുതിർന്നവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചൊന്നും വലിയ അറിവില്ല, പക്ഷേ ഒരാളെ നോക്കി അയാളുടെ എല്ലാ കാര്യങ്ങളും എനിക്ക് പറയാൻ സാധിക്കും. നീ വളരെ നല്ലവനാണ്. മാർഗരറ്റ് ഒരു പാവമാണ്. അവളുടെ 3-ാമത്തെ വയസ്സിൽ അവളുടെ അമ്മ അവളെ ഉപേക്ഷിച്ച് പോവുകയാണ്. അവളുടെ അച്ഛനാവട്ടെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു പോവുകയും ചെയ്തു. പിന്നീട് ആ വീട്ടിൽ ഞങ്ങൾ രണ്ടുപേരും തനിച്ചായി. അവൾ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചിട്ടുണ്ട്, പക്ഷേ അവൾ അതൊന്നും തുറന്നെന്നോട് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് ഹീറോയിൻ്റെ അമ്മ അവളെ ഉപേക്ഷിച്ച് പോയി എന്ന് ഹീറോ സംശയത്തോടെ അവരോട് ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് അവളുടെ അമ്മയ്ക്ക് അവളൊരു തടസ്സമായിരുന്നു എന്ന്. മാർഗരറ്റ് ജനിച്ചതോടെ അവളുടെ കരിയർ തകർന്നു പോയെന്നൊരു ചിന്താഗതിയിലാണ് അവളുടെ അമ്മ ജീവിച്ചുകൊണ്ടിരുന്നത്. അവളുടെ അച്ഛൻ്റെ മരണശേഷം കുട്ടി അവരുടെ കരിയറിൽ ഒരു തടസ്സമാവുമെന്ന് കരുതിക്കൊണ്ട് തന്നെ അവളുടെ അമ്മ അവളെ ഉപേക്ഷിച്ച് പോവുകയായിരുന്നെന്ന് മുത്തശ്ശി പറയുമ്പോൾ ഹീറോയ്ക്ക് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട് അവളെക്കുറിച്ച് ഓർത്തിട്ട്. അങ്ങനെ മുത്തശ്ശിയെ കണ്ടിട്ട് മടങ്ങി വരുന്ന വഴിക്ക് ഹീറോയിനെ അവൻ കാണുന്നുണ്ട്. ഈ സമയത്ത് അവനാവട്ടെ അവളോട് സോറി പറയുന്നുണ്ട്. എന്തിനാ ഇപ്പോഴെന്നോട് സോറി പറയുന്നതെന്ന് ചോദിച്ചിട്ട് അവൾ പറയുന്നുണ്ട് നിങ്ങൾ ഗ്രീനി ഒന്ന് സൂക്ഷിക്കണം, അവനാവട്ടെ നിങ്ങളുടെ കണ്ടീഷനിൽ എന്തോ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു, നിങ്ങളുടെ ഹെൽത്ത് ഇഷ്യൂവിനെ കുറിച്ചൊക്കെ നന്നായി ശ്രദ്ധിക്കണമെന്ന് ഹീറോയിൻ പറയുമ്പോൾ അവനാവട്ടെ നേരെ അവളെ ഹഗ് ചെയ്യുന്നുണ്ട്. തുടർന്ന് അവൻ അവളോട് പറയുന്നുണ്ട് മുത്തശ്ശി നിന്റെ ചെറുപ്പകാല കഥകളെക്കുറിച്ചൊക്കെ എന്നോട് പറഞ്ഞെന്നും എന്നോട് നീ ക്ഷമിക്കുക, ആദ്യമായിട്ട് നിന്നെ കണ്ടുമുട്ടിയപ്പോൾ ഞാൻ വളരെ മോശമായിട്ടാണ് നിന്നോട് പെരുമാറിയത്. അവൾ അവനോട് ചോദിക്കുന്നുണ്ട് നിനക്കെന്താ എന്നോട് ഇപ്പോൾ സഹതാപം തോന്നുന്നുണ്ടോ എന്ന്. അവനാവട്ടെ അവളെ അവനിൽ നിന്ന് അടർത്ത് മാറ്റിയിട്ട് പറയുന്നുണ്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിന്റെ വിഷമം എത്രത്തോളം ഉണ്ടെന്ന്. ഈ വർഷക്കാലമെല്ലാം നീ നിന്റെ മുത്തശ്ശിയെ നോക്കി നിന്റെ കാര്യങ്ങളും നീ സ്വന്തമായി തന്നെയല്ലേ നോക്കി എന്ന് പറഞ്ഞിട്ട് അവൻ പതിയെ അവളുടെ മുഖത്ത് വിരലോടിക്കുന്നുണ്ട്. ഇന്ന് നിനക്കെൻ്റെ വീട്ടിലേക്ക് വരാൻ സാധിക്കുമോ? ഇന്ന് ഞാൻ ഉറങ്ങാൻ നേരം നിന്നെ ചേർത്ത് പിടിച്ച് വേണം എനിക്ക് ഉറങ്ങാനെന്ന് പറഞ്ഞിട്ട് അവൻ സന്തോഷത്തോടെ തന്നെ അവളെ ഹഗ് ചെയ്യുന്നുണ്ട്. അവളും ചെറു പുഞ്ചിരിയോടെ തന്നെ അവനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അതിനുശേഷം അവരിരുവരും ഹീറോയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. വീട്ടിലേക്ക് എത്തി ഹീറോ ആവട്ടെ ഉടനടി അവൻ്റെ കോട്ടൊക്കെ ഊരി മാറ്റിയിട്ട് ഷർട്ടൊക്കെ മടക്കി വെക്കുന്ന കണ്ടിട്ട് അവൾ ചോദിക്കുന്നുണ്ട് നീ ഇപ്പോൾ എന്ത് ചെയ്യാൻ പോവുകയാണെന്ന്. ഹീറോ ആവട്ടെ ഈ സമയം കൊണ്ട് അവളുടെ അടുത്തേക്ക് ചെല്ലാൻ തുടങ്ങുന്നുണ്ട്. അവളാവട്ടെ പരിഭ്രാന്തയായി പിന്നിലേക്ക് മാറുന്നുമുണ്ട്. അവൾ അവിടെ നിന്ന് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഹീറോ ആവട്ടെ അവൻ്റെ കൈകൾ ചുമരിലേക്ക് വെക്കുന്നുണ്ട്. അവനാവട്ടെ അവളെ കിസ് ചെയ്യാമെന്ന് വിചാരിച്ച് അവൾ വല്ലാതെ പേടിക്കുന്നുണ്ട്. എന്നാൽ ഹീറോ ആവട്ടെ അവളുടെ മുടി ചെറുതായിട്ടൊന്ന് പിടിച്ച് ചുരുട്ടിക്കൊണ്ട് കിടക്കുന്നതിന് മുമ്പ് കുളിക്കുന്നതിനെക്കുറിച്ചുള്ള നിൻ്റെ അഭിപ്രായം എന്താണെന്ന് അവളോട് ചോദിക്കുമ്പോൾ അവൾ പേടിയോടെ തന്നെ തലയാട്ടുന്നുണ്ട്. അവളുടെ മനസ്സിലുള്ളതെല്ലാം മനസ്സിലാക്കിയ പോലെ തന്നെ ഹീറോ ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. പോകുന്ന വഴിയിൽ അവൻ പറയുന്നുണ്ട് നീ ഇങ്ങനെ നെർവസ് ആവേണ്ട കാര്യമൊന്നുമില്ല, നമ്മൾ രണ്ടുപേരും ജസ്റ്റ് ഉറങ്ങാമെന്ന് മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ നീ ഓവറായിട്ടൊന്നും ചിന്തിച്ചു കൂട്ടണ്ട എന്ന് പറഞ്ഞിട്ട് ഹീറോ കുളിക്കാനായി പോകുന്നു. ഈ സമയത്ത് ഒറ്റയ്ക്ക് ഒരുപാട് നേരം ഇരിക്കേണ്ടെന്ന് കരുതിക്കൊണ്ട് തീർക്കാനുള്ള പ്രോജക്റ്റുകളൊക്കെ അവൾ ലാപ്ടോപ്പിൽ അവിടെ ഇരുന്ന് ചെയ്യുന്നുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഹീറോ ആവട്ടെ കുളി കഴിഞ്ഞ് അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അവൾ എന്താണ് ചെയ്യുന്നതെന്ന് അവളുടെ അടുത്ത് വന്നിരുന്നവൻ ചോദിക്കുന്നുമുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട് അടുത്ത ആഴ്ചത്തെ എനിക്കൊരു പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാനുണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. അവൻ ഈ സമയത്ത് അവളുടെ അടുത്തേക്ക് കുറച്ചും കൂടി നീങ്ങിയിരിക്കുന്നുണ്ട്. പ്രോജക്റ്റിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചൊക്കെ ഹീറോ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നാൽ അവൻ ഒരുപാട് അടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ അവൾ വളരെ പരിഭ്രാന്തയാവുന്നുണ്ട്. അങ്ങനെ അവൾ അവൻ്റെ അടുത്ത് പറയുന്നുണ്ട് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വളരെ ക്ലോസ് ആയിട്ടാണ് ഇരിക്കുന്നതെന്ന്. അപ്പോൾ ഹീറോ ആവട്ടെ അവളെ കിസ് ചെയ്യുന്ന പോലെ അടുത്തേക്ക് പോകുന്നുണ്ടെങ്കിലും അവളുടനെ വാ പൊത്തിപ്പിടിച്ചിട്ട് ഒന്നും ചെയ്യില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞു എന്ന് അവനോട് ചോദിക്കുന്നുണ്ട്. നിനക്ക് താല്പര്യമില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അവൻ വീണ്ടും അവളുടെ അടുത്തേക്ക് പോകുന്നുണ്ടെങ്കിലും അവളുടെ പരിഭ്രാന്തി കണ്ടിട്ട് അവൻ അടുത്തേക്ക് പോയിട്ട് പെട്ടെന്ന് പിന്മാറുന്നുണ്ട്. അവൻ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് തന്നെ നമുക്ക് ഉറങ്ങാമെന്ന് പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയുടെ അസുഖത്തെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുമെന്ന് കരുതിക്കൊണ്ട് തന്നെ ഗ്രീനി ആവട്ടെ അവൻ്റെ ഓഫീസ് മുഴുവൻ തിരയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഡ്രോയർ തുറന്നു നോക്കിയപ്പോൾ അതിൽ ഒരു കൂട്ടം മരുന്ന് അവൻ കണ്ടെത്തുന്നുണ്ട്. അതിൽ നിന്ന് കുറച്ച് മരുന്നുകൾ ടെസ്റ്റ് ചെയ്യാനായി അവൻ എടുത്ത് മാറ്റിക്കൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്.
അത് എന്തിന്റെ മരുന്നാണെന്ന് കണ്ടെത്താൻ വേണ്ടി അവൻ അവിടെ ലാബിലുള്ള ഒരു അസിസ്റ്റന്റിന്റെ കയ്യിൽ അത് കൊടുത്തിട്ട് കാശൊന്നും ഒരു പ്രശ്നമല്ല എന്ന് പറയുന്നുണ്ട്. അവൻ വളരെ അർജന്റ് ആണെന്ന് പറയുന്നത് കൊണ്ട് തന്നെ അയാൾ ഉടനടി തന്നെ അത് ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് അറിയിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഹീറോയെ കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും ഉടനടി പുറത്തു കൊണ്ടുവരുമെന്ന് തന്നെ അവൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ഉറങ്ങുകയായിരുന്ന ഹീറോയിനാവട്ടെ ഹീറോയുടെ ദേഹത്തേക്ക് കൈവയ്ക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവൾക്ക് അവൻ എവിടെ ഇല്ല എന്ന് മനസ്സിലാവുന്നുണ്ട്. ഉടനടി തന്നെ അവൻ എവിടെ പോയി എന്ന് അന്വേഷിക്കാനായി അവൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി നോക്കുന്നുണ്ട്. അവള് തുടരെ വിളിക്കുന്നത് കേട്ടുകൊണ്ട് തന്നെ അവനൊരു മുറിയിൽ നിന്ന് പെട്ടെന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. അമ്മയുടെ ഓർമ്മകൾ വന്ന് അസ്വസ്ഥനായി അവൻ ഒരു മുറിയിൽ അടച്ചുകൂടിയിരിക്കുകയായിരുന്നു. അവൻ അസ്വസ്ഥനാണെന്ന് പെൺകുട്ടിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട്. ഹീറോ ഉടനടി തന്നെ അവളെ ഹഗ് ചെയ്യുന്നുണ്ട്. അവൾ അവനോട് നന്നായി തന്നെ ശ്വാസം വലിച്ച് മുകളിലേക്ക് എടുക്കാൻ പറയുന്നുണ്ട്. കുറച്ച് സമയങ്ങൾക്ക് ശേഷം അവന്റെ കണ്ടീഷൻ കുറച്ച് ബെറ്റർ ആവുന്നുണ്ട്. എന്നിരുന്നാലും അവൻ വളരെ ടയേർഡാണെന്ന് പറഞ്ഞ് അവളെയും കൂട്ടിക്കൊണ്ട് മുറിയിലേക്ക് തന്നെ പോകുന്നുണ്ട്. രാവിലെ തന്നെ ഹീറോ ആവട്ടെ ഓഫീസിലേക്ക് പോയി അവന്റെ വർക്കുകളിലേക്ക് മുഴുകുന്നുണ്ട്. ഈ സമയത്ത് അവന്റെ ഫ്രണ്ട് അവന്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, നമ്മുടെ കമ്പനിയുടെയും പാർട്ട്നേഴ്സിന്റെ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്, നീ അതിന് പോകുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ ആവട്ടെ അതിന് പോകുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതുമാത്രമല്ല, നീ ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിലല്ലേ ഉള്ളത്, ഇത്രയും നാളും ബാച്ചുലറായി ഇരുന്നിട്ട് നീ പെട്ടെന്നല്ലേ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തത്, അതുകൊണ്ട് തന്നെ നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് എന്നോട് ചോദിച്ചാൽ മതി എന്നും ഫ്രണ്ട് അവനോട് പറയുന്നുണ്ട്. ഹീറോ ആവട്ടെ ഇവനെ കൊണ്ട് തോറ്റല്ലോ എന്ന മട്ടില് തലയ്ക്ക് കൈയും കൊടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അവരീ പോകുന്നതൊക്കെ ഗ്രീനി മാറി നിന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അതുമാത്രമല്ല, അവൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഒരു സമയത്ത് ഞാൻ നിന്നെ എല്ലാ രീതിയിലും താഴ്ത്തി കിട്ടുമ്പോൾ ഹീറോയിൻ തിരിച്ച് വീണ്ടും അവൻ്റെ അടുത്ത് തന്നെ എത്തുമെന്ന് അവൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ അവനൊരു കോൾ വരുന്നു. അതാ ലാബിൽ നിന്നുള്ള കോളായിരുന്നു. അവൻ്റെ അസുഖം എന്താണെന്ന് ഇപ്പോൾ ഈ ഗ്രീനിക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നീട് പാർട്ടി നടക്കുന്ന ദിവസമാണ് കാണിക്കുന്നത്. ഗ്രീനി ആവട്ടെ അവൻ വരുമോ എന്ന പ്രതീക്ഷയിൽ തന്നെ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഹീറോ ആ പാർട്ടിയിൽ പങ്കെടുക്കുന്നില്ല എന്ന് നേരത്തെ തന്നെ അറിയിച്ചതാണ്. എന്നിട്ടും അവൻ അവിടെ വന്നത് കണ്ടിട്ട് എല്ലാവരും സർപ്രൈസ്ഡ് ആവുന്നുണ്ട്. പെൺകുട്ടികളൊക്കെ അടക്കം പറയുന്നുണ്ട്, അവൻ ഈ പാർട്ടിയിലേക്ക് വരുമെന്ന് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ നന്നായി ഡ്രസ്സൊക്കെ ചെയ്ത് വരാമായിരുന്നു എന്ന്. ഹീറോ അവിടെ നേരെ വന്ന് ഗ്രീനിയുടെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് ഗ്രീനി അവനോട് പറയുന്നുണ്ട്, നിങ്ങളെപ്പോലെ ഒരാളെ ഒരിക്കലും ഇങ്ങനെ ഒരു പെൺകുട്ടി ആഴത്തിൽ സ്നേഹിക്കുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ റെപ്യൂട്ടേഷനെ കുറിച്ച് ഓർത്ത് ഒരു വ്യാകുലതയുമില്ല. പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ നിങ്ങൾ ഹീറോയിനെ കുറിച്ച് ഓർത്ത് വല്ലാതെ ടെൻഷൻ അടിക്കുന്നുണ്ടെന്നുള്ളതാണ്. നീ എന്നോട് ശരിക്കും എന്താ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഹീറോ അവനോട് ചോദിക്കുമ്പോൾ അവൻ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന വൈൻ ഗ്ലാസ് നേരെ നിലത്തേക്കിടുന്നുണ്ട്. മറ്റുള്ള ഗസ്റ്റുകളെല്ലാം അവിടെ എന്താണ് നടക്കുന്നതെന്നറിയാം ആകാംക്ഷഭരിതരായി അങ്ങോട്ടേക്ക് നോക്കുന്നുണ്ടായിരുന്നു. ഹീറോ ആവട്ടെ അവന്റെ മുഖത്തേക്ക് നോക്കിയൊന്ന് പുച്ഛത്തോടെ പുഞ്ചിരിക്കുന്നുണ്ട്. അത് കണ്ട് അവനും വല്ലാതെ ഷോക്ക് ആവുന്നുണ്ട്. സാധാരണ ക്ലാസിന്റെ ശബ്ദം കേട്ടാൽ പേടിക്കുന്നവൻ ഇപ്പോൾ എന്ത് പറ്റിയെന്ന് അവൻ അതിശയത്തോടെ ആലോചിക്കുന്നുണ്ട്. നിന്റെ കണ്ടീഷൻ ബെറ്റർ ആയോ എന്ന് ഗ്രീനി അവനോട് ചോദിക്കുന്നുണ്ട്. ഹീറോ അവനോട് ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ എന്നെ പബ്ലിക്കിന്റെ മുമ്പിൽ നാണം കെടുത്താനാണോ നീ കരുതിയിരുന്നേന്ന്. ഈ സമയത്ത് ഹീറോ ആവട്ടെ ഒരു ഫ്ലാഷ് ബാക്ക് അവനോട് പറയുന്നുണ്ട്. അവന്റെ ഫ്രണ്ട് സെക്യൂരിറ്റിയുടെ ഒരു കോള് വന്നതിന് ശേഷം അവനോട് പറയുന്നുണ്ട്, ഇതുപോലെ ഗ്രീനി അവന്റെ ഓഫീസിൽ കയറി രാത്രിയിൽ എന്തൊക്കെയോ പരിശോധന നടത്തിയെന്നും അതിനുശേഷം സെക്യൂരിറ്റിയോട് ആ ഫൂട്ടേജ് ഡിലീറ്റ് ചെയ്ത് കളയണമെന്നും ആവശ്യപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. ഞാനാവട്ടെ നിന്റെ ഓഫീസിൽ മുഴുവൻ നോക്കിയിട്ടും നിന്റെ ഒരു സാധനങ്ങളും മിസ്സിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കുറച്ച് കഴിയുമ്പോൾ നിനക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊള്ളുമെന്ന് ഹീറോ പറയുമ്പോൾ തന്നെ ഫ്രണ്ട് പറയുന്നുണ്ട്, നിനക്കിപ്പോൾ നിന്റെ മാർഗരറ്റിനെ കിട്ടിയതിന് ശേഷം എല്ലാ ആണുങ്ങളെയും പോലെ നീയും നിന്റെ സീക്രട്ടുകളൊക്കെ അവളോട് മാത്രമായി പറയാൻ തുടങ്ങിയിരിക്കുന്നു എന്ന്. അവിടെ നിന്ന് നേരെ പ്രസന്റിലേക്കാണ് വരുന്നത്. ഗ്രീനിയെടുത്ത് ഹീറോ പറയുന്നുണ്ട്, നീ എന്നെ നിരാശനാക്കിയില്ല. ഞാൻ കരുതിയതുപോലെ തന്നെ നീ നന്നായി പെർഫോം ചെയ്തു. നിന്റെ പിന്നിൽ നിന്ന് കളിച്ച അറ്റ്വിലിനും ഇപ്പോൾ സമാധാനമായി കാണുമെന്ന് തന്നെ ഹീറോ ക്യാമറ നോക്കി പറയുന്നുണ്ട്. ഹീറോയ്ക്ക് ഇതിനോടൊക്കെ തന്നെ മനസ്സിലായിരുന്നു അവൻ്റെ അച്ഛനാണ് ഇതിനൊക്കെ പിന്നിലെന്ന്. ഈ അറ്റ്വിൽ എന്ന് പറയുന്നത് അവൻ്റെ അച്ഛൻ തന്നെയാണ്. ഇത്രയും നേരം അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഹീറോയുടെ അച്ഛൻ ലാപ്ടോപ്പിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അയാൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടക്കാത്തത് കൊണ്ട് ദേഷ്യത്തോടെ അയാൾ ലാപ്ടോപ്പ് അടച്ചു വെക്കുന്നുണ്ട്. ഗ്രീനി ഈ സമയത്ത് പറയുന്നുണ്ട്, നീ നിന്റെ അച്ഛനും തമ്മിലുള്ള ഫൈറ്റിലൊന്നും ഇടപെടാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ എന്താണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടും എൻ്റെ എബിലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെയൊക്കെ ചെയ്തതെന്ന് അവൻ പറയുന്നുണ്ട്. ഹീറോ കാരണമാണ് അവന് നല്ലപോലെ ഒരു കേസ് പോലും വാദിക്കാൻ കിട്ടാത്തേ എന്ന് പറഞ്ഞൊക്കെ അവൻ ഹീറോയെ ഒരുപാട് ആക്ഷേപിച്ച് സംസാരിക്കുന്നു. ഈ സമയത്ത് ഹാംപ്റ്റൺ എന്ന് പറയുന്ന ആ ധനികയായ സ്ത്രീ വീണ്ടും അങ്ങോട്ടേക്ക് വന്ന് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകുന്നു. ഗ്ലാസ് എറിഞ്ഞ് പൊട്ടിച്ചതുകൊണ്ട് തന്നെ ഹീറോയ്ക്ക് അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് അവൻ അവിടം വിട്ട് പോകുന്നുണ്ട്. ധനികയായ സ്ത്രീയും ഗ്രീനിയും തമ്മിൽ നല്ലൊരു വാക്കേറ്റം തന്നെ ഉണ്ടാവുന്നുണ്ട്. ആ തർക്കത്തിനൊടുവിൽ സുപ്പീരിയർ ആവട്ടെ ഇനി നിവേലിന്റെ സ്ഥാപനത്തിലേക്ക് ജോലിക്കായി വരരുതെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നുമുണ്ട്. അങ്ങനെ അവന്റെ ജോലിയും പോയി, ആത്മാഭിമാനവും പോയി. പുളുങ്കൊമ്പ് നോക്കിപ്പോയ അവന് അവന്റെ ഗേൾ ഫ്രണ്ടിനെയും നഷ്ടപ്പെടുന്നു. ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയ ഹീറോയുടെ കണ്ടീഷൻ വളരെ മോശകരമായിരുന്നു. അവന് നടക്കാൻ പോലും സാധിച്ചിരുന്നില്ല. അവൻ തളർന്ന് താഴേക്ക് വീഴുന്നത് കണ്ടിട്ട് ഹീറോയിൻ ആവട്ടെ ഓടി വന്ന് അവനെ പിടിക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് തന്നെ മൊത്തത്തിൽ
അവന്റെ ബോധം മറിഞ്ഞിരുന്നു. അവൾ ഉടനടി അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഹീറോ കണ്ണുകൾ തുറന്നപ്പോൾ അവന്റെ അടുത്തിരുന്ന് ഉറങ്ങുന്ന ഹീറോയിനെ കാണുന്നുണ്ട്. അവൻ വാത്സല്യത്തോടെ തന്നെ അവളുടെ മുഖത്ത് തലോടുന്നുണ്ട്. എന്നാൽ ഈ സമയത്ത് ഡോക്ടർ കതവ് തുറന്ന് അകത്തേക്ക് കയറി വന്നിട്ട് അവൻ ഉണർന്നോ എന്ന് ചോദിക്കുമ്പോൾ അവളെ ഉണർത്തരുത് എന്ന രീതിയിൽ ഹീറോ ആംഗ്യം കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ ഡോക്ടർ പുറത്തേക്ക് പോയി നിൽക്കുന്നു. അവന്റെ കണ്ടീഷനെ കുറിച്ച് അറിയാൻ ഹീറോയും ഡോക്ടറെ പിന്നാലെ പോകുന്നുണ്ട്. ഡോക്ടർ അവനോട് പറയുന്നുണ്ട്, നീ ഇത്ര അശ്രദ്ധമായി പെരുമാറാൻ പാടില്ലായിരുന്നു, ഇത് വളരെ റിസ്ക് ഉള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഹീറോ സംശയത്തോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളല്ലേ പറഞ്ഞത് എക്സ്പോസർ തെറാപ്പി എനിക്ക് ട്രൈ ചെയ്യാമെന്ന്? അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, ഒരു മെഡിക്കൽ സൂപ്പർവിഷൻ ഇല്ലാതെ നിങ്ങൾക്കൊരു കാരണവശാലും ഇങ്ങനെ ഒരു കാര്യം ചെയ്തു നോക്കാൻ പാടില്ലായിരുന്നു. ഗ്ലാസ് തറയിൽ വീഴുന്ന ശബ്ദം കേൾക്കുമ്പോൾ ഹീറോയ്ക്ക് ഓൾറെഡി പേടിയാണല്ലോ, അത് അവന്റെ അസുഖം മൂലമാണ്. ഇതുപോലെ ചെറിയ ചെറിയ ഷോക്കുകൾ കൊടുത്ത് പതിയെ അത് മാറ്റിയെടുക്കാമെന്ന് ഡോക്ടർ അവനോട് പറഞ്ഞിരുന്നു. പക്ഷേ ഡോക്ടേഴ്സിന്റെ നേതൃത്വത്തിൽ നിന്ന് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ട് പോയത്. അതുപോലെ തന്നെ അവനോട് കൃത്യമായ ട്രീറ്റ്മെന്റ് എടുത്താൽ മാത്രമേ ഈ അസുഖം ഭേദമാവൂ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അവിടെ നിന്ന് ഡോക്ടർ പോയിരിക്കുന്നത്. ഡോക്ടർ പോയതിനു ശേഷം അവൻ മുറിയിലേക്ക് കയറിപ്പോകാൻ ഒരുങ്ങുന്നുണ്ടെങ്കിലും പിന്നിൽ ഹീറോയിൻ നിൽക്കുന്നത് പോലെ തോന്നിയിട്ട് അവൻ തിരിഞ്ഞു നോക്കുന്നുണ്ട്. ഹീറോയിൻ ആവട്ടെ അവൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഗ്രീനി ഇതുപോലെ നിങ്ങളോട് പെരുമാറുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. ഹീറോ ഈ സമയത്ത് പറയുന്നുണ്ട്, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, അവൻ എനിക്കൊരു കാര്യം നേരത്തെ മനസ്സിലാക്കി തന്നിരിക്കുകയാണ്. ചിലപ്പോൾ ഈ കാര്യം ഞാൻ നേരത്തെ ഫേസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതെൻ്റെ വീക്ക്നെസ്സായി മറ്റുള്ളവർ കണ്ടേക്കാമെന്ന്. ഒരു ദിവസം ഹീറോയിൻ ഉറക്കത്തിൽ അവനെ തപ്പി നോക്കിയപ്പോൾ അവൻ അടുത്തുണ്ടായിരുന്നില്ലല്ലോ. അവള് അടുത്ത മുറിയിൽ ചെന്ന് നോക്കിയപ്പോൾ അവിടെ വെച്ചല്ലേ അവനെ കണ്ടെത്താനായത്. അപ്പോൾ അവള് സംശയത്തോടെ ചോദിക്കുന്നുണ്ട്, അന്ന് രാത്രിയിലെ എക്സ്പോസർ തെറാപ്പി ചെയ്യാൻ പോയതാണോ എന്ന്. അപ്പോൾ അവനും പറയുന്നുണ്ട് അതേ എന്ന്. ആദ്യം ആ തെറാപ്പി എനിക്ക് വളരെ ടഫായിട്ടാണ് തോന്നിയത്, പിന്നീട് ഞാനത് തുടരെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്കത് വളരെ പെയിൻഫുള്ളായി തോന്നിയെന്നും ഹീറോ പറയുന്നു. അവനിങ്ങനെ പറയുന്ന കേട്ടപ്പോൾ ഹീറോയിൻ വളരെ വിഷമത്തോടെ അവനെ ഹഗ് ചെയ്യുന്നുണ്ട്. അവന്റെ ആ രോഗത്തിന്റെ കാഠിന്യം എത്രത്തോളം ഉണ്ടെന്ന് അവൾക്ക് നല്ലവണ്ണം അറിയാമായിരുന്നു. പിറ്റേ ദിവസം ഹീറോയിൻ ആവട്ടെ അവളുടെ ഫ്രണ്ടിന്റെ പ്രോജക്റ്റിന്റെ എക്സിബിഷൻ നടക്കുന്നുണ്ടായിരുന്നു. അതിന്റെ മോഡലായിട്ട് അവളാണല്ലോ നിൽക്കേണ്ടിയിരുന്നത്. പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഫ്രണ്ടിനെ വന്ന് ഹീറോയിൻ മീറ്റ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് ആവട്ടെ അവളോട് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് റെസ്റ്റ് എടുക്കാൻ ആവശ്യപ്പെടുന്നു. ഈ സമയത്ത് തന്നെ ഹീറോ അവളെ പിക്ക് ചെയ്യാൻ വന്നിരിക്കുന്നു എന്നൊരു മെസ്സേജ് ഫോണിലേക്ക് അയക്കുന്നുണ്ട്. ഫ്രണ്ട് ആവട്ടെ ഹീറോയെ കുറിച്ചുള്ള അഭിപ്രായം അവളോട് ഈ സമയത്ത് ചോദിക്കുന്നുണ്ട്. അവൾ പറയുന്നുണ്ട്, അവൻ എന്നെ ഹെൽപ്പ് ചെയ്തു, അതുകൊണ്ട് ഞാനും അവനെ ഹെൽപ്പ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ എന്ന്. അപ്പോൾ നിനക്ക് അവനോട് ഇഷ്ടമൊന്നും ഇല്ലേ എന്ന് ഫ്രണ്ട് അവളോട് ചോദിക്കുമ്പോൾ അവള് ഒന്ന് ആലോചിച്ചിട്ട് പറയുന്നുണ്ട്, എനിക്കൊന്നും അറിയില്ല എന്ന്. സമയത്ത് ഹീറോ അങ്ങോട്ടേക്ക് വരുന്നത് കൊണ്ട് തന്നെ അവളെ എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് പോകാൻ വരുമ്പോൾ ഒരുപാട് പെൺകുട്ടികൾ അവൻ്റെ ആരാധികമാരാണെന്ന് പറഞ്ഞ് അവന് ചുറ്റും കൂടുന്നുണ്ട്. ഹീറോയിൻ അവിടെ ഒന്നാമത് ആ പെൺകുട്ടികൾ അവനെ എങ്ങനെ വളയം ചെയ്ത് നിൽക്കുന്ന കണ്ടിട്ട് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അതിൻ്റെ കൂടെ അവളുടെ ഫ്രണ്ട് എരിപിരി കീറ്റി കൊടുക്കുന്നുണ്ട്. അവൾ അവിടെ വല്ലാതെ ടെൻഷൻ ആവുന്നുണ്ട്. ഈ സമയത്ത് അവളുടെ മുഖഭാവം മാറിയപ്പോഴേ ഫ്രണ്ടിന് കാര്യം മനസ്സിലാവുന്നുണ്ട്. ഫ്രണ്ട് ആവട്ടെ അവളുടെ കൂടെ പറയുന്നുണ്ട്, നീ ഇങ്ങനെ പേടിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല, നിനക്ക് ശരിക്കും അവനോട് ഇഷ്ടമുണ്ട്, നീ അത് മനസ്സിൽ ആദ്യം ഒന്ന് അംഗീകരിക്കാൻ പഠിക്കുക. എൻ്റെ ട്രൂ ഫീലിങ്സ് അവനോട് വെളിപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ നീ കുറച്ചും കൂടിയൊക്കെ ധൈര്യം കാണിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ ഫ്രണ്ട് അവളെ പറഞ്ഞുപദേശിക്കുന്നുണ്ട്. ഒടുവിൽ അവൾ എല്ലാ ധൈര്യവും സംഭരിച്ച് അവൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. പെൺകുട്ടികളുടെ അടുത്തേക്ക് ചെന്ന് നിന്നിട്ട്, ഹലോ എഡ്വേർഡ് നിവൽ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് ഫോൺ നമ്പർ ഒന്ന് തരാമോ എന്ന് അവനോട് ചോദിക്കുന്നുണ്ട്. ഫോൺ നമ്പർ എന്തിനാ, എന്നെ തന്നെ തന്നേക്കാമെന്ന് പറഞ്ഞ് അവൻ അവളുടെ നേർക്ക് കൈ നീട്ടുന്നുണ്ട്. ഫ്രണ്ട് ഇതൊക്കെ കണ്ട് സന്തോഷത്തോടെ കണ്ണുകൾ പൊത്തുന്നുണ്ട്. ഹീറോയിൻ അവൻ്റെ കൈയും പിടിച്ച് അവിടെ നിന്ന് പോകുന്നുണ്ട്. അവിടെ ഉള്ളവരൊക്കെ അത് കണ്ട് ഷോക്ക് ആവുന്നുമുണ്ട്. അവിടെ നിന്ന് ഹീറോ ആവട്ടെ മുത്തശ്ശി അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ഹോസ്പിറ്റലിലേക്കാണ് അവളെ കൊണ്ടുപോയത്. മുത്തശ്ശി ആവട്ടെ ഈ രാത്രിയിൽ അവർ രണ്ടുപേരും എന്തെടുക്കുകയാണെന്ന് അവരിരുവരോടും ചോദിക്കുന്നുണ്ട്. അവനവിടെ ഹീറോയിനെ ഇഷ്ടമാണെന്നും അവളെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ടെന്നും മുത്തശ്ശിയോട് പറയുന്നുണ്ട്. നിങ്ങളുടെ സമ്മതത്തിന് വേണ്ടിയിട്ടാണ് ഈ രാത്രിയിൽ ഇങ്ങോട്ടേക്ക് വന്നതെന്നും അവൻ കൂട്ടിച്ചേർക്കുന്നു. എൻ്റെ പേര് എഡ്വേർഡ് നിവിൽ എന്നാണ്, ഞാനൊരു ലോയറാണ്, എൻ്റെ പേരിലൊരു വീടും കാറുമുണ്ട്. അതുപോലെ എൻ്റെ അമ്മ ചെറുപ്പത്തിൽ മരിച്ചുപോയതാണ്. അച്ഛനുമായി എനിക്ക് അതിനുശേഷം അത്ര അടുപ്പവുമില്ല, പറയാനായി ഒരുപാട് ബന്ധുക്കളുമില്ല. പക്ഷേ ഞാൻ ഇവളെ നിങ്ങൾ നോക്കിയിരുന്ന പോലെ തന്നെ വളരെ സ്നേഹത്തോടെയും കരുതലോടെയും തന്നെ മുന്നോട്ട് നോക്കിക്കോളാമെന്ന് പറയുന്നുണ്ട്. മുത്തശ്ശി ആവട്ടെ അവൻ്റെ വാക്കുകളിൽ വളരെ സന്തോഷവതിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഇരുവരുടെയും കൈകൾ കൂട്ടിച്ചേർത്ത് വെച്ച് അവരുടെ വിവാഹത്തിന് മുത്തശ്ശി സമ്മതം മൂളുന്നുണ്ട്. അങ്ങനെ ഹീറോയിൻ അവിടെ വളരെ സന്തോഷത്തോടെ തന്നെ അവനോടൊപ്പം പുറത്തേക്ക് പോകുന്നുണ്ട്. ഈ സമയത്ത് അവൾ ചെറിയൊരു നീരസത്തോടെ ചോദിക്കുന്നുണ്ട്, ആരെങ്കിലും അവരുടെ ഉള്ളിലുള്ള ഇഷ്ടം ഈ ഒരു രീതിയിൽ തുറന്നു പറയൂ എന്ന്. അപ്പോൾ ഹീറോ പറയുന്നുണ്ട്, നിനക്ക് ആകെയുള്ളൊരു ഫാമിലി എന്ന് പറയുന്നത് നിൻ്റെ മുത്തശ്ശിയല്ലേ, ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ നിൻ്റെ മുത്തശ്ശി നിന്നോടൊപ്പം ഉള്ളത് നിന്നെ കൂടുതൽ സന്തോഷവതിയാക്കുമെന്ന് ഞാൻ കരുതി. പക്ഷേ ഞാനിതുവരെ നിൻ്റെ പ്രപ്പോസലിന് സമ്മതിച്ചിട്ടില്ലല്ലോ എന്ന് അവൾ പറയുമ്പോൾ തന്നെ, നീ പറഞ്ഞില്ലെങ്കിലും എനിക്ക് നല്ലപോലെ അറിയാം നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ അവൾ ചിരിച്ചു കാണിക്കുന്നുണ്ട്. അതിനുശേഷം പോവാമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ ഒരുങ്ങുന്നുണ്ട്.
എവിടേക്കാണ് അവർ പോകുന്നേ എന്ന് അവൾ ചോദിക്കുമ്പോൾ അവൻ അവളെ ചേർത്ത് പിടിച്ചിട്ട് വീട്ടിലേക്കാണ് പോകുന്നേ എന്ന് പറയുന്നുണ്ട്. ഹീറോയിൻ അവിടെ രാവിലെ തന്നെ അവളുടെ കോളേജിലേക്ക് പോകുന്നുണ്ട്. അതിനുശേഷം അവളുടെ പ്രൊഫസറെ മീറ്റ് ചെയ്യുന്നുണ്ട്. തൻ്റെ തീസസിന് എന്തെങ്കിലും കുഴപ്പമുള്ളത് കൊണ്ടാണോ അർജൻറ്റായിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു എന്ന് അവൾ ടെൻഷനായിട്ട് പ്രൊഫസറോട് ചോദിക്കുന്നുണ്ട്. പ്രൊഫസർ പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമല്ല, ഒരാളെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ഒരു ഇന്ത്യനെ നോക്കി നടക്കുകയായിരുന്നു. എനിക്കാണെങ്കിൽ പെട്ടെന്ന് നിൻ്റെ മുഖമാണ് ഓർമ്മ വന്നത്, അതുകൊണ്ട് ഞാൻ നിന്നെ റെക്കമെൻഡ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട ഹീറോയിൻ വളരെ ഹാപ്പി ആയിട്ട് അയാളോട് നന്ദി പറയുന്നുണ്ട്. പ്രൊഫസർ ആവട്ടെ അവളെയും കൊണ്ട് അയാളെ മീറ്റ് ചെയ്യാനായി കൊണ്ടുപോകുന്നു. അവിടെ ചെന്ന് ആളെ കണ്ടപ്പോൾ അവളുടെ സന്തോഷം എല്ലാം കെട്ടടങ്ങുന്നു. കാരണം ഹീറോയുടെ അച്ഛനായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പ്രൊഫസർ ആവട്ടെ രണ്ടുപേരും കൂടി സംസാരിക്കുമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഹീറോയുടെ അച്ഛൻ്റെ അടുത്ത് അവൾ ദേഷ്യത്തോടെ തന്നെ ചോദിക്കുന്നുണ്ട്, എന്തുദ്ദേശം മനസ്സിൽ വെച്ചാണ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് എന്ന്. അയാൾ ഈ സമയത്ത് പറയുന്നുണ്ട്, ഞാനും എഡ്വേർഡ് നിവിലും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നിനക്കറിയാമല്ലോ എന്ന്. ഇത് കേട്ട ഹീറോയിൻ അവിടെ ചാടിക്കയറി പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളുമായി മറ്റൊന്നും ഡിസ്കസ് ചെയ്യാനില്ല. അതുമാത്രമല്ല നിങ്ങളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യാനായി ഞാൻ സൂട്ടബിൾ അല്ല എന്നും അവൾ പറയുമ്പോൾ ഹീറോയുടെ അച്ഛൻ പറയുന്നുണ്ട്, നിനക്ക് നല്ല ഗ്രേഡ്സ് ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ നിൻ്റെ കാര്യത്തിൽ വല്ലാതെ ഇംപ്രസ്ഡ് ആണെന്ന് പറയുന്നുണ്ട്. അവളാവട്ടെ എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാനില്ല, ഞാൻ പ്രൊഫസറോട് കാര്യങ്ങളൊക്കെ പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാനൊരുങ്ങുന്നുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് നിവിൽ ഇങ്ങനെ ഒരു അസുഖം ബാധിച്ചതെന്ന് അവൻ്റെ അച്ഛൻ അവളോട് ചോദിക്കലുണ്ട്. ഇത് കേട്ട് അവൾ അവിടെ നിൽക്കലുണ്ട്. അത് കണ്ടിട്ട് അവളുടെ അച്ഛൻ പറയലുണ്ട്, ഞങ്ങൾ രണ്ടുപേരും അത്ര നല്ല ബന്ധത്തിലല്ല എന്ന് നിനക്കറിയാമല്ലോ, അതുകൊണ്ട് തന്നെ അവൻ്റെ അസുഖം ഭേദമാക്കാൻ നീ അവനെ സഹായിക്കാമോ എന്ന് അവൻ്റെ അച്ഛൻ അവളോട് ചോദിക്കുന്നുണ്ട്. ഇതിനവൾ എന്ത് മറുപടി കൊടുത്തെന്നുള്ളതൊന്നും കാണിക്കുന്നില്ല. നെക്സ്റ്റ് സീനിലാവട്ടെ വീട്ടിലത്തെ ഹീറോയിൻ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആലോചിച്ച് നിൽക്കുമ്പോൾ അവളുടെ അടുത്തേക്ക് ഹീറോ വരുന്നതാണ് കാണിക്കുന്നത്. എന്താ നീ ആലോചിച്ച് കൂട്ടുന്നത്, പ്രൊഫസർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ എന്ന് അവളോട് ചോദിക്കുമ്പോൾ അവൾ പറയണോ വേണ്ടയോ എന്ന് ആലോചിച്ചിട്ട് അവനോട് ചോദിക്കുന്നുണ്ട്. ഇതുവരെ ഞാൻ നിങ്ങളോട് ഇങ്ങനെ ഒരു കാര്യം ചോദിച്ചിട്ടില്ല, എപ്പോഴാണ് നിങ്ങൾക്ക് ഈ അസുഖം ഉണ്ടാവുന്നതെന്ന് അവൾ അവനോട് ചോദിക്കുന്നുണ്ട്. ഈ അസുഖം നിങ്ങൾക്ക് ഉണ്ടാവുന്നതിൻ്റെ കാരണം അഡ്വിലാണോ എന്ന് അവനോട് അവൾ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട ഹീറോ ആവട്ടെ അവളുടെ അടുത്ത് പറയുന്നുണ്ട്, അയാൾ നിന്നെ കോണ്ടാക്ട് ചെയ്തായിരുന്നോ, ഒരു കാരണവശാലും നിന്റെ വായിൽ നിന്ന് അയാളുടെ പേര് കേൾക്കാൻ ഇനി ഇടവരരുത്. ഒരു കാര്യം നീ ഓർത്താൽ മതി, ഇനി അയാളും ഞാനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതുപോലെ തന്നെ എൻ്റെ ഫാമിലി മാറ്റേഴ്സിലൊന്നും നീ ഇടപെടരുതെന്ന് പറഞ്ഞിട്ട് ഹീറോ കിടക്കാനായി അവിടെ നിന്ന് പോകുന്നുണ്ട്. പിറ്റേ ദിവസം ഹീറോയിനാവട്ടെ അവൻ്റെ അച്ഛനെ കാണാനായി പോകുന്നുണ്ട്. എന്നാൽ ഹീറോയിനെ പിന്തുടർന്ന് ഹീറോ അവളുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. ഈ വിവരം ഹീറോയിന് അറിയില്ലായിരുന്നു. അവർ തമ്മിലുള്ള തെറ്റിദ്ധാരണ മാറ്റണമെന്നായിരുന്നു ഹീറോയുടെ അച്ഛൻ്റെ ആവശ്യം. ഹീറോ അവിടേക്ക് എത്തിയത് അവൻ്റെ അച്ഛൻ കണ്ടിരുന്നു. ഹീറോയുടെ അമ്മയുടെ മരണത്തെ പറ്റിയൊരു ന്യൂസ് റിപ്പോർട്ട് ഹീറോയിനെ എടുത്ത് അയാൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിന് മനസ്സിലാവുന്നുണ്ട് അവർ തമ്മിലുള്ള തെറ്റിദ്ധാരണയുടെ കാരണം ഇതായിരിക്കാമെന്ന്. എന്നാൽ ഹീറോ ആവട്ടെ ആ പേപ്പർ തട്ടിപ്പറിച്ച് ഹീറോയിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി അത് ചുരുട്ടിക്കൂട്ടി അവളുടെ അച്ഛൻ്റെ ദേഹത്തേക്ക് എറിയുന്നുണ്ട്. തൻ്റെ കാര്യത്തിൽ ഇനി മേലാലും ഇടപെടരുതെന്നൊരു താക്കീത് അവൻ്റെ അച്ഛന് കൊടുത്തിട്ട് തന്നെയാണ് ഹീറോ ഹീറോയിനെയും കൂട്ടി അവിടെ നിന്ന് പോകുന്നത്. ഹീറോ ആവട്ടെ ദേഷ്യത്തോടെ തന്നെ അവളോട് കാറിലേക്ക് കയറാൻ പറയുന്നുണ്ട്. ഈ സമയത്ത് അവൾ നിങ്ങളൊന്ന് ശാന്തനായി ഇരിക്കാൻ അവനോട് ആവശ്യപ്പെടുന്നുണ്ട്. അവൾ വീണ്ടും അവനോട് പറയുന്നുണ്ട്, ഒരു കാരണവുമില്ലാതെ ഇങ്ങനെ ദേഷ്യപ്പെടരുതെന്ന്. ആ ശരിയാണല്ലോ, ഞാനാണല്ലോ ഒരു കാരണവുമില്ലാതെ നിന്നോട് ദേഷ്യപ്പെടുന്നേ എന്ന് അവൻ ദേഷ്യത്തോടെ തന്നെ പറയുന്നുണ്ട്. നീ ഇന്നലെ ആ അഡ്മിനെ മീറ്റ് ചെയ്തില്ലേ, എന്നിട്ട് നീ എന്നോട് അതിനെക്കുറിച്ച് പറഞ്ഞില്ലല്ലോ. ഇന്നലെ തന്നെ ഞാൻ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയില്ലായിരുന്നെങ്കിൽ നീയും അയാളുടെ ഭാഗത്ത് ചേരില്ലായിരുന്നോ എന്ന് അവൻ ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. ഞാൻ അയാളെ രഹസ്യമായി മീറ്റ് ചെയ്തത് തെറ്റാണെന്ന് ഞാൻ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കണം, എന്ത് കാരണത്താലാണ് നീ ഇത്രയും അസുഖബാധിതനായി മാറിയതെന്ന് എനിക്ക് മനസ്സിലാക്കണമായിരുന്നു. അതുമാത്രമല്ല നിങ്ങൾ അച്ഛനും മകനും തമ്മിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അത് പെട്ടെന്ന് എന്നെ തിരുത്തുന്നതല്ലേ നല്ലേ എന്നും അവനോട് അവൾ ചോദിക്കുന്നുണ്ട്. വെറുമൊരു തെറ്റിദ്ധാരണ മാത്രമാണ് ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഞാൻ ഇത്രത്തോളം അകലും അയാളിൽ നിന്ന് പാലിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ഹീറോ ദേഷ്യത്തോടെ അവളുടെ കൂടെ ചോദിക്കലുണ്ട്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ കണ്ടീഷൻ മനസ്സിലാക്കി എന്നെ വിശ്വസിച്ച് എന്നോടൊപ്പം നിൽക്കാൻ തയ്യാറാണോ എന്ന് ഹീറോ അവളോട് നെഞ്ചിൽ തൊട്ടുകൊണ്ട് ചോദിക്കുന്നുണ്ട്. അതിനുശേഷം ഇരുട്ട് നിറഞ്ഞ ഒരു മുറിയിലാണ് കാണുന്നത്. അവിടെ അവൻ്റെ മരിച്ചുപോയ അമ്മയും ഉണ്ടായിരുന്നു. അമ്മ അവനോട് പറയുന്നുണ്ട്, ആരെയും നീ വിശ്വസിക്കാൻ പാടില്ല. അവൻ അമ്മയുടെ അടുത്തേക്ക് നടന്നു വരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവിടെയെല്ലാം ചിന്നിച്ചിതറി കിടക്കുന്ന കുപ്പിച്ചില്ലുകളായിരുന്നു. അവർക്ക് എന്തെങ്കിലും ആവശ്യമുള്ളത് കൊണ്ടായിരിക്കും നിന്റെ അടുത്തെ അവർ കൂടുന്നത്. അതുമാത്രമല്ല അവരുടെ ആവശ്യം കഴിയുമ്പോൾ അവർ തീർച്ചയായും നിന്നെ ചതിക്കുമെന്ന് അവൻ്റെ അമ്മ ആവർത്തിച്ച് പറയുന്നു. അവൻ വീണ്ടും അമ്മയുടെ അടുത്തേക്ക് പോകാൻ ഒരുങ്ങുന്നുണ്ടെങ്കിലും വീണ്ടും ഗ്ലാസുകൾ പൊട്ടിച്ചിതറുന്ന ശബ്ദം കേട്ട് അവൻ വല്ലാതെ ഭയപ്പെടുന്നു. അവൻ ഭയത്തോടെ തന്നെ രണ്ട് ചെവികളും പൊത്തിയടച്ച് അമ്മയുടെ അടുത്തേക്ക് ചെന്നിട്ട് കൈകൾ നീട്ടി ഒരിക്കലും തന്നെ വിട്ട് പോവരുത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ സമയത്ത് അവൻ്റെ അമ്മയാവട്ടെ ഒരു പൊട്ടിയ കുപ്പിച്ചില്ലെടുത്ത് അവിടെ നിന്ന് അപ്രത്യക്ഷയാവുന്നു. അമ്മ അവിടെ ഇത് അപ്രത്യക്ഷയാവുന്നതിന് മുമ്പ് തന്നെ അവരെ പിടിക്കാൻ അവൻ പോയെങ്കിലും അവനതിന് സാധിച്ചിരുന്നില്ല. ഈ സമയത്ത് അവൻ്റെ അച്ഛനും ഹീറോയിനും കൂടി സംസാരിക്കുന്നതായി അവൻ കേൾക്കുന്നുണ്ട്.
അവൻ ഓടിച്ചെന്ന് അവൻ്റെ അച്ഛൻ്റെ അടുത്ത് അവളുടെ അടുത്ത് നിന്ന് അകലം പാലിക്കണമെന്ന് പറയുന്നുണ്ട്. എന്നാൽ അവൻ അവരടുത്തേക്ക് ചെല്ലാൻ സാധിക്കുന്നില്ല. അവരിൽ നിന്ന് അവനെ ഒരു ഗ്ലാസ് കൊണ്ട് അകറ്റിയിരിക്കുകയായിരുന്നു. എന്നാൽ അവൻ്റെ അച്ഛൻ നടന്നു പോകുന്നതിന് പിന്നാലെ തന്നെ ഹീറോയിനും പോകുന്നുണ്ട്. അവളുടെ അടുത്ത് അയാളുടെ പിന്നാലെ പോകരുതെന്ന് പറഞ്ഞിട്ടും അവളതൊന്നും മൈൻഡ് ചെയ്യാതെ അയാളുടെ പിന്നാലെ പോകുന്നു. ഇത് കണ്ട ഹീറോ ആവട്ടെ സ്വപ്നത്തിൽ നിന്ന് പരിഭ്രാന്തനായി എഴുന്നേൽക്കുന്നുണ്ട്. ശരിക്കും ഹീറോ ആവട്ടെ നേരത്തെ അവളെ ഹോസ്പിറ്റലിലെ മുത്തശ്ശിയെടുത്ത് ആക്കിയിട്ടാണ് വീട്ടിലേക്ക് വന്നിരുന്നത്. അതിനുശേഷം ഉറങ്ങിയപ്പോഴാണ് ഇങ്ങനെ ഒരു സ്വപ്നം അവൻ കാണാനിടയായത്. ഈ സമയത്ത് ഡോർബെല്ലിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. ആരാണെന്നറിയാൻ അവൻ പോയി കതക് തുറന്ന് നോക്കുമ്പോൾ ഹീറോയിൻ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവളാണെങ്കിൽ ആകെ മഴ നനഞ്ഞാണ് അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. അവൾ അവനോട് ചോദിക്കുന്നുണ്ട്, അവസാനം നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും കതവൊന്ന് തുറക്കാൻ തോന്നിയല്ലോ എന്ന്. അവൻ ഉറങ്ങിപ്പോയത് കൊണ്ട് തന്നെ ഡോർബെല്ലിന്റെ ശബ്ദമൊന്നും അവൻ കേട്ടില്ലായിരുന്നു. പിന്നീട് അവളെ അകത്തേക്ക് വിളിച്ച് അവനെ ആവട്ടെ അവളുടെ തല തുടയ്ക്കാനായി ടവലൊക്കെ എടുത്തുകൊണ്ട് വന്ന് അവളുടെ തല തോർത്തി കൊടുക്കുന്നു. എന്നാൽ അവളാവട്ടെ അവൻ്റെ കൈ തടഞ്ഞിട്ട് അവനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് വീണ്ടും ആ അസുഖം വന്നായിരുന്നോ എന്ന്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഇല്ല, ജസ്റ്റ് ഒരു സ്വപ്നം മാത്രമേ കണ്ടുള്ളൂ എന്ന്. എന്തു തരത്തിലുള്ള സ്വപ്നമാണ് നീ കണ്ടേ എന്ന് അവൾ ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, നീയാണെങ്കിൽ അഡ്മിനിൻ്റെ കൂടെയായിരുന്നു. ഞാൻ നിന്റെ പിന്നാലെ നിന്നെ പിന്തുടരാൻ ശ്രമിച്ചെങ്കിലും നിന്റെ അടുത്തേക്ക് എനിക്ക് എത്തിപ്പറ്റാൻ സാധിച്ചില്ല എന്ന് അവൻ പറയുന്നുണ്ട്. അവനാവട്ടെ അവളുടെ ഇരു കൈകളും പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ആദ്യമായിട്ടാണ് നിന്നെ അയാളോടൊപ്പം കണ്ടപ്പോൾ എനിക്ക് ഇത്രയും ഭയം അനുഭവപ്പെടുന്നത്. നീയും കൂടെ എന്നെ ഉപേക്ഷിച്ച് പോകുന്നത് എനിക്ക് താങ്ങാനാവില്ല എന്ന് അവളോട് അവൻ തുറന്നു പറയുന്നുണ്ട്. ഇത് കേട്ട് അവളാവട്ടെ ഒരു മടിയും കൂടാതെ അവൻ്റെ അടുത്തേക്ക് ചെന്ന് അവനെ കിസ് ചെയ്യുന്നുണ്ട്. പിന്നീട് അവരിരുവരും ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഹീറോയിൻ കുളി കഴിഞ്ഞ് വന്നപ്പോഴാവട്ടെ അവൻ്റെ അടുത്ത് ഒരു കുപ്പി ഉറക്ക ഗുളികയും അതുപോലെ തന്നെ അവൻ ഒരുപാട് സിഗരറ്റുകൾ ഇതിനോടകം തന്നെ ഉപയോഗിച്ചും കഴിഞ്ഞിരുന്നു. അവളാവട്ടെ അവൻ്റെ അടുത്ത് ചെന്നിരുന്നിട്ട് ഇനി ഒരിക്കലും അവൻ്റെ അച്ഛനെ കാണാൻ പോകില്ല എന്നും ഇപ്പോൾ ചെയ്ത ഈ പ്രവൃത്തിക്ക് അവളോട് ക്ഷമിക്കണമെന്നും അവനോട് പറയുന്നുണ്ട്. ഈ ടൈമിൽ ഹീറോ ആവട്ടെ അവൻ്റെ അച്ഛൻ്റെ ഫ്ലാഷ് ബാക്കിനെ കുറിച്ച് അവളോട് പറയുന്നുണ്ട്. അവൻ്റെ അച്ഛനാവട്ടെ ഒരു ചെറിയ ഗ്രാമത്തിലെ ഒരു പാവപ്പെട്ട വിദ്യാർത്ഥിയായിരുന്നു. അവൻ്റെ അമ്മയെ വിവാഹം കഴിച്ചതിന് ശേഷം അവൻ്റെ അച്ഛനാവട്ടെ അവരുടെ കമ്പനിയിലെ ലീഗൽ അഡ്വൈസർ ആവുകയായിരുന്നു. അവൻ്റെ മുത്തശ്ശനാവട്ടെ അയാളെ അപ്പർ ക്ലാസ്സിലേക്ക് മാറ്റുകയും അതുപോലെ തന്നെ നന്നായി പരിചരിക്കുകയും ചെയ്തു. എന്നാൽ നെവിൽ ഗ്രൂപ്പിന് ഒരു ക്രൈസിസ് ഉണ്ടായ സമയത്ത് അയാളോട് കാണിച്ച ദയയ്ക്കും കരുതലിനും അയാൾ പകരമായി നൽകിയത് ചതിയായിരുന്നു. കമ്പനിക്കൊരു തകർച്ചയുണ്ടായപ്പോൾ കൂടെ നിന്ന് സഹായിക്കാനുള്ളതിന് അയാൾ ഉള്ളതെല്ലാം അടിച്ചു മാറ്റിക്കൊണ്ട് പോവുകയായിരുന്നു. നിക്കക്കള്ളി ഇല്ലാതെ വന്നപ്പോൾ അവൻ്റെ മുത്തശ്ശനാവട്ടെ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. അവൻ്റെ അമ്മയുടെ പേരിലാവട്ടെ ഒരുപാട് കേസുകളും വരുന്നുണ്ട്. അവസാനം അവരും ആത്മഹത്യ ചെയ്യുകയായിരുന്നു. അതിനുശേഷം അവൻ്റെ അച്ഛനാവട്ടെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലോയറും അതുപോലെ തന്നെ സ്വന്തമായൊരു ലോ ഫെയിമും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പാസ്റ്റിൽ നിന്ന് നേരെ പ്രസന്റിലേക്ക് വരുമ്പോൾ ഹീറോ അവളുടെ അടുത്ത് പറയുന്നുണ്ട്, തൻ്റെ അമ്മയ്ക്ക് ചതിവ് പറ്റി, എനിക്ക് എന്നോട് തന്നെ വെറുപ്പാണ്. അയാൾ ചെയ്ത ചതി ഇതുവരെ ഞാൻ ഇത്രയും വർഷങ്ങളായിട്ടും എക്സ്പോസ് ചെയ്തിരുന്നില്ല. ഹീറോയിനാവട്ടെ ഈ സമയത്ത് അവനെ സമാധാനപ്പെടുത്തിക്കൊണ്ട് പറയുന്നുണ്ട്, ഇത്രയും കാലം അയാളെ നിനക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ഇനിയും നിനക്കത് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിന് കാരണം എന്തെന്ന് വെച്ചാൽ അയാൾക്കില്ലാത്ത ഒരു കാര്യം നിനക്കുണ്ട്. അതെന്താണെന്ന് ഹീറോ ചോദിക്കുമ്പോൾ അവൻ്റെ ഹൃദയത്തിൽ തൊട്ടിട്ട് അത് മനസാക്ഷിയാണെന്ന് അവൾ അവനോട് പറയുന്നുണ്ട്. ഇനി എന്തൊക്കെ സംഭവിച്ചാലും അവനോടൊപ്പം തന്നെ കാണുമെന്ന് അവൾ വാക്കു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അവരിരുവരും സന്തോഷത്തോടെ ഹഗ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവരിരുവരും ഡിന്നർ കഴിക്കാനായി ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നുണ്ട്. അവർ ഹാപ്പി ആയിട്ട് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഹീറോ അവൻ്റെ അച്ഛനും അതുപോലെ രണ്ടാനമ്മയും അവരിരുവരുടെയും മകൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് കാണുന്നത്. അവരിരുവരും സന്തോഷത്തോടെ അവനെ പരിഗണിക്കുന്നതും അതുപോലെ തന്നെ അവൻ്റെ ആഗ്രഹങ്ങളുമൊക്കെ ചോദിക്കുന്ന കേട്ടിട്ട് ഹീറോയ്ക്ക് ദേഷ്യം തോന്നുന്നുണ്ടായിരുന്നു. കാരണം ഹീറോയുടെ ഹാഫ് ബ്രദറിൻ്റെ 17ാമത്തെ ബർത്ത്ഡേ ആണ്. അതുപോലെ തന്നെ അവൻ്റെ അമ്മ മരിച്ചിട്ടും 17 വർഷമായിരിക്കുന്നു. അവനാവട്ടെ ദേഷ്യത്തോടെ കൈകൾ ഇറക്കി പിടിക്കുന്നുണ്ട്. ഈ സമയത്ത് അവൻ്റെ ഹാഫ് ബ്രദർ അവനെ കണ്ടിട്ട് അച്ഛനോടും അമ്മയോടും പറയുന്നുണ്ട്, ദാ ഇതുപോലെ ആരോ നമ്മളെ പുറത്തു നിന്ന് വാച്ച് ചെയ്യുന്നുണ്ടെന്ന്. ഹീറോയുടെ അച്ഛനും അതുപോലെ തന്നെ രണ്ടാനമ്മയും അവിടെ നിന്ന് എഴുന്നേറ്റ് ഹീറോയെ വിളിച്ചുകൊണ്ട് വരാനായി അവിടേക്ക് പോകുന്നുണ്ട്. രണ്ടാനമ്മ അവനോട് പറയുന്നുണ്ട്, ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് നിന്നെ കാണുന്നത്, അത് നിന്റെ സഹോദരനാണെന്ന് പറഞ്ഞ് അവൻ്റെ ഹാഫ് ബ്രദറിനെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ, ഞാനൊരു അനാഥനാണ്, എൻ്റെ അച്ഛനും അമ്മയും മരിച്ചുപോയി, പിന്നെ എങ്ങനെയാണ് എനിക്കൊരു സഹോദരൻ ഉണ്ടാവുക എന്നവൻ പുച്ഛത്തോടെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് അവൻ്റെ അച്ഛൻ, നീയും നിന്റെ അമ്മയെ പോലെ ഒരു മണ്ടനാണെന്ന് അവനോട് പറയുന്നുണ്ട്. അപ്പോൾ അവനും പറയുന്നുണ്ട്, ശരിയാണ്, എൻ്റെ അമ്മ ഒരു മണ്ടിയാണ്, അതുകൊണ്ടാണല്ലോ നിങ്ങളെപ്പോലെ ഒരു ദരിദ്രനായിട്ടുള്ള ഒരാളെ മലനിരകളിൽ നിന്ന് സ്വന്തം ഭർത്താവായി തിരഞ്ഞെടുത്തേ എന്ന് പറയുമ്പോൾ അയാൾ ദേഷ്യത്തോടെ അവൻ്റെ കരണത്തടിക്കുന്നു. എന്നാൽ ഈ കാഴ്ച കണ്ടുകൊണ്ടുവന്ന ഹീറോയിനാവട്ടെ അയാളുടെ മുഖത്തേക്ക് കോഫി എടുത്തൊഴിക്കുന്നുണ്ട്. ഹീറോയിനാവട്ടെ എന്ത് ധൈര്യം ഉണ്ടായിട്ടാണ് നിങ്ങൾ അവനെ ഉപദ്രവിച്ചേ എന്ന് അവൻ്റെ അച്ഛനോട് ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് അവൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, ഇത് ഞങ്ങളുടെ ഫാമിലി മാറ്റേഴ്സാണ്, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പൊക്കോണോ എന്ന് അവളോട് പറയുന്നുണ്ട്. നിങ്ങളെപ്പോലെ ഒരാൾക്ക് ഹീറോയുടെ ഫാമിലിയിൽ അംഗമായിരിക്കാൻ യാതൊരു യോഗ്യതയുമില്ലെന്നും നിങ്ങളുടെ കൈ നിങ്ങൾ നേരെ ചൊവ്വേ സൂക്ഷിച്ചില്ലാന്നുണ്ടെങ്കിൽ
നിങ്ങളുടെ ഫാമിലി ഇഷ്യൂസൊക്കെ ഞാൻ പുറംലോകത്തെ അറിയിക്കുമെന്ന് പറഞ്ഞ് അവൾ അയാളെ ഭീഷണിപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ അയാളും ഭാര്യയും മകനും അവിടെ നിന്ന് പോകുന്നുണ്ട്. അവരവിടെ നിന്ന് പോയതിനു ശേഷം ഹീറോ അവളുടെ അടുത്ത് പറയുന്നുണ്ട്, നിന്നെ ഇതുപോലെ ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല. അവളും പറയുന്നുണ്ട്, അവർക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാ നിന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത്, നിനക്ക് വേദനിച്ചോ എന്ന് ചോദിച്ചുകൊണ്ട് അവൾ അവൻ്റെ കവിളിൽ തൊടുന്നുണ്ട്. അവൻ അവളുടെ കൈ പതുക്കെ മാറ്റിയിട്ട് ഇല്ല എന്നുള്ള രീതിയിൽ തലയാട്ടി കാണിക്കുന്നുണ്ട്. എന്നാൽ അവൾ പറയുന്നുണ്ട്, എനിക്ക് നന്നായി വേദനിച്ചു എന്ന്. നിങ്ങൾ വേദനിക്കുന്ന കാണുമ്പോൾ 100 മടങ്ങ് അത് എനിക്കാ വേദനിക്കുന്നതെന്ന് അവൾ പറയുമ്പോൾ അവനാവട്ടെ സന്തോഷത്തോടെ തന്നെ അവളെ ഹഗ് ചെയ്തിട്ട് പറയുന്നുണ്ട്, നീ എൻ്റെ ജീവിതത്തിലുള്ളത് കൊണ്ട് തന്നെ ഞാൻ വളരെ ഭാഗ്യം ചെയ്തവനാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നൈറ്റ് ആയപ്പോഴത്തേക്കും ഹീറോ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയ്ക്ക് ഫ്രണ്ടിൻ്റെ ഒരു കോൾ വരുന്നുണ്ട്. അവനോട് ന്യൂസ് ഒന്ന് വെച്ചു നോക്കാൻ ഫ്രണ്ട് ആവശ്യപ്പെടുന്നുണ്ട്. 20 വർഷങ്ങൾക്ക് മുമ്പ് ഹീറോയുടെ കമ്പനിയിൽ നടന്ന സാമ്പത്തിക തട്ടിപ്പുണ്ടായിരുന്നല്ലോ, അതിലായിരുന്നല്ലോ അവൻ്റെ മുത്തശ്ശനും അതുപോലെ തന്നെ അമ്മയും മരണപ്പെട്ടത്. ഹീറോ എടുത്ത ഫ്രണ്ട് ചോദിക്കുന്നുണ്ട്, ചിലപ്പോൾ ഈ കേസ് വീണ്ടും പുനരാരംഭിക്കാൻ സാധ്യതയുണ്ടെന്ന്. അതുമാത്രമല്ല, അന്ന് ഈ കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത ഫസ്റ്റ് റിപ്പോർട്ടർ എന്ന് പറയുന്നത് ഫ്ലോറൻസ് കീലിയായിരുന്നു. അവരാണെങ്കിൽ അവരുടെ ഷോയിലേക്ക് ഹീറോയെ ഒരാഴ്ചയ്ക്ക് മുമ്പേ ക്ഷണിച്ചിരുന്നു എന്നും ഈ സമയത്ത് ഫ്രണ്ട് പറയുന്നുണ്ട്. അവർ ട്രെൻഡ്സിനെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണല്ലോ, തീർച്ചയായും അവർക്ക് വേണ്ടിയിട്ട് ഞാൻ നല്ലൊരു തലക്കെട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കുമെന്ന് ഹീറോ പറയുന്നുണ്ട്. എന്നാൽ അവൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഹീറോയും കേട്ടിരുന്നു. ശരിക്കും ഹീറോയുടെ അച്ഛനും ഹീറോയിൻ്റെ അമ്മയും കൂടിച്ചേർന്നാണ് അവരുടെ കമ്പനിയുടെ നിലനിൽപ്പ് പ്രശ്നത്തിലാക്കിയത്. ഈ സമയത്ത് ഹീറോയിനെ അവളുടെ അമ്മ ഉപേക്ഷിച്ചു പോയ കാര്യങ്ങളൊക്കെ അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നുണ്ട്. പോവല്ലേ എന്ന് പറഞ്ഞ് അവൾ ആ കാറിൻ്റെ പിന്നാലെ പോയിട്ട് പോലും കാറ് നിർത്താൻ പോലും കൂട്ടാക്കാതെ അവരവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഓർത്തെടുത്ത് അവളാവട്ടെ ഹൃദയം തകർന്നവിടെ നിൽക്കുന്നുണ്ട്. ഹീറോ ആവട്ടെ അവളുടെ അമ്മയുടെ ചാനലിലേക്ക് ഗസ്റ്റായി പോകുന്നുണ്ടായിരുന്നു. ഹീറോ ആവട്ടെ അവൻ്റെ അച്ഛൻ്റെ എതിർ വക്കീലായി വാദിച്ചു നിന്ന് ഒരു കേസ് ജയിക്കുന്നുണ്ട്. അതിനെപ്പറ്റിയൊക്കെയും അതുപോലെ അവൻ്റെ വിജയത്തെ പറ്റിയൊക്കെ അവളുടെ അമ്മ അവനോട് ചോദിക്കുന്നുണ്ട്. ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം ഹീറോ അവരോട് ചോദിക്കുന്നുണ്ട്, ഒരാൾ ബോധപൂർവം അയാളുടെ പാസ്റ്റിനെ മറച്ചു വെക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിലെന്തെങ്കിലും തെറ്റുണ്ടോ എന്ന്. ഈ സമയത്ത് ഹീറോയിൻ്റെ അമ്മയും ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഒരാൾക്ക് അയാളുടെ പാസ്റ്റ് മായ്ക്കണമെന്നുണ്ടെങ്കിൽ അത് അയാളുടെ മാത്രമായിട്ടുള്ള കാര്യമാണെന്ന്. ഇത് കേട്ട ഹീറോയിൻ ചിരിച്ചുകൊണ്ട് അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്റ്റിനെ കുറിച്ച് ഓർത്തിട്ട് എന്തെങ്കിലും കുറ്റബോധം തോന്നുന്നുണ്ടോ എന്ന്. അപ്പോൾ അവളുടെ അമ്മയും പറയുന്നുണ്ട്, തനിക്ക് തൻ്റെ പഴയ കാര്യങ്ങളെ ആലോചിച്ചിട്ടൊന്നും കുറ്റബോധമൊന്നും തോന്നാറില്ലെന്നും ഞാനൊരിക്കലും പഴയ കാലത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്ന ഒരാളല്ലെന്നും പറയുന്നുണ്ട്. ഇത് കേട്ട ഹീറോയും പറയുന്നുണ്ട്, എപ്പോഴും നിങ്ങൾക്ക് ഇതേ ആത്മവിശ്വാസത്തോടെ തന്നെ മുൻപോട്ട് പോകാൻ പറ്റട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഹീറോ അവിടെ നിന്ന് പോകാനൊരുങ്ങുമ്പോൾ ഹീറോയിൻ അവനെ കാണാനായി അവിടേക്ക് വരുന്നുണ്ട്. അവൻ ബോധപൂർവം തന്നെ ഹീറോയിൻ്റെ മുഴുവൻ പേര് അവളെ വിളിക്കുന്നുണ്ട്. ഇത് കേട്ട് അവളുടെ അമ്മ ഷോക്കായി ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട്. അവൾക്ക് 3 വയസ്സുള്ളപ്പോൾ ഉപേക്ഷിച്ചു പോയ അമ്മയെ അവൾ വീണ്ടും ഇപ്പോഴാണ് കണ്ടുമുട്ടുന്നത്. ഹീറോ ആവട്ടെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട്, ഇത് മാർഗ്രറ്റ് എൻ്റെ ഗേൾഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവരൊരു ഭാവഭേദവുമില്ലാതെ അവൾക്ക് ഹായ് പറയുന്നുണ്ട്. അവളാവട്ടെ വല്ലാതെ പരിഭ്രാന്തയായിരുന്നു. അവളും ഈ സമയത്ത് മനസ്സിൽ കരുതുന്നുണ്ട്, അവർക്ക് എന്നെ മനസ്സിലായില്ല, അല്ലെങ്കിലും ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞല്ലോ, ഇനിയും അവരെ ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവളും ചിരിച്ചുകൊണ്ട് അവരെ അഭിവാദ്യം ചെയ്തതിന് ശേഷം അവരെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അവരിരുവരും അവിടെ നിന്ന് പോകുന്നു. പക്ഷേ ഹീറോയിൻ്റെ അമ്മയ്ക്ക് അവൾ തൻ്റെ മകളാണെന്നുള്ള കാര്യം ഇതിനോടകം തന്നെ മനസ്സിലായിരുന്നു. അവൾ ഒരുപാട് വളർന്നു പോയല്ലോ എന്നൊക്കെ അവർ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. ഹീറോയിനാവട്ടെ സംശയത്തോടെ അവനോട് ചോദിക്കുന്നുണ്ട്, അവരെൻ്റെ അമ്മയാണെന്നുള്ള വിവരം നിനക്ക് മനസ്സിലായോ എന്ന്. അവർക്കും തൻ്റെ കമ്പനിയുടെ കേസിൽ പങ്കുണ്ടെന്ന് മനസ്സിലായതുകൊണ്ട് അവരുടെ ഫുൾ ഹിസ്റ്ററി ഞാൻ പരിശോധിച്ചിരുന്നു. അപ്പോഴാണ് നീ അവരുടെ മകളാണെന്നുള്ള രഹസ്യം ഞാൻ കണ്ടെത്തിയത് എന്ന് ഹീറോ അവളോട് പറയുന്നുണ്ട്. അതിനുശേഷം ഹീറോ പറയുന്നുണ്ട്, എന്നോട് നീ ക്ഷമിക്കണം, നിന്റെ അമ്മയും വെറുതെ വിടാൻ സാധിക്കുന്നില്ല. അവരും അഡ്വിലിനോട് ചേർന്ന് നിന്നാണ് കമ്പനിയെ ഇങ്ങനെ ഒരു ക്രൈസിസിൽ കൊണ്ടെത്തിച്ചതും അതുപോലെ എൻ്റെ മുത്തച്ഛൻ നിർബന്ധപൂർവ്വം അദ്ദേഹത്തിൻ്റെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നതുമെന്നൊക്കെ ഹീറോ വിഷമത്തോടെ പറയുന്നുണ്ട്. അതിനുശേഷം ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. ഹീറോയുടെ മുത്തച്ഛനാവട്ടെ ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നപ്പോൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ ശ്രമിച്ചെങ്കിലും ഒരു ബാങ്കും അവർക്ക് ലോൺ കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അതിന് കാരണം എന്തെന്ന് വെച്ചാൽ കമ്പനി ഇതുപോലെ ഫിനാൻഷ്യൽ ക്രൈസിസിലായതിനുള്ള കാരണം മുത്തശ്ശൻ പലരുടെയും പണം തട്ടിയെടുത്ത് തൻ്റെ പക്കൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് മരുമകനായ അഡ്വിൽ കണ്ടെത്തുകയും ആ ന്യൂസ് ഹീറോയിൻ്റെ അമ്മയാവട്ടെ ന്യൂസ് ചാനൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഇങ്ങനെ ഒരു കാര്യം ഹീറോയുടെ അച്ഛനും ഹീറോയിൻ്റെ അമ്മയും കൂടി ചേർന്ന് മനഃപൂർവ്വം ചെയ്തതാണ്. കമ്പനി ഇങ്ങനെ ക്രൈസിസിൽ എത്താനുള്ള കാരണം തന്നെ അവൻ്റെ അച്ഛനാണ്. ഈ വിവരങ്ങളൊക്കെ കൊച്ചുകുട്ടിയായിരുന്ന ഹീറോ മറിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് നേരെ പ്രസന്റിലേക്ക് വരുമ്പോൾ
ഹീറോയും പറയുന്നുണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും അവനോടൊപ്പം തന്നെ ഉണ്ടാവുമെന്നും. ആകെയുള്ളൊരു പേടി എന്തെന്ന് വെച്ചാൽ ഞാനും അവരുടെ ചോരയായതുകൊണ്ട് തന്നെ നീ എന്നെ വെറുക്കുമോ എന്നൊരു പേടി മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ എന്ന് അവൾ പറയുന്നുണ്ട്. എനിക്ക് എൻ്റെ അമ്മ ചെയ്ത പ്രവൃത്തികൾക്ക് നിന്നോട് സോറി പറയാനും മാത്രമേ സാധിക്കൂ എന്ന് പറയുമ്പോൾ അവൻ പറയുന്നുണ്ട് അതൊന്നും നിന്റെ കുറ്റമല്ല എന്ന്. നീ ഇപ്പോഴും എപ്പോഴും എൻ്റെ ഭാഗത്ത് നിൽക്കണമെന്നാണ് എൻ്റെ ആഗ്രഹമെന്ന് അവൻ അവളോട് പറയുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഹീറോ ആവട്ടെ അവൻ്റെ അച്ഛനെ മീറ്റ് ചെയ്യാനായി പോകുന്നുണ്ട്. അവൻ്റെ അച്ഛൻ അവനോട് പറയുന്നുണ്ട് നീ ഇപ്പോൾ എന്നോട് സംസാരിക്കാനൊക്കെ തയ്യാറായിരിക്കുന്നല്ലോ, നീ എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത് നിന്റെ മുത്തശ്ശൻ്റെ കേസ് റീഓപ്പൺ ചെയ്തെന്ന് പറയാൻ വേണ്ടിയിട്ടാണോ എന്ന് അയാൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവനും ചോദിക്കുന്നുണ്ട് നിങ്ങൾക്കിപ്പോൾ എന്താ കുറ്റബോധം തോന്നുന്നുണ്ടോ എന്ന്. അവൻ്റെ അച്ഛൻ ദേഷ്യത്തോടെ തന്നെ പറയുന്നുണ്ട് അവർ കുറ്റം ചെയ്തു, അതിനു വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മുഴുവൻ കുടുംബത്തെയും ഇതിലേക്ക് വലിച്ചിഴക്കണമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് അവൻ പറയുന്നുണ്ട് സത്യം എന്താണെന്ന് നിങ്ങൾക്ക് നല്ല പോലെ അറിയാം. നിങ്ങളെന്താ കരുതിയത് ആർക്കും നിങ്ങൾ ചെയ്തതിനെ പറ്റിയൊന്നും അറിയില്ലെന്നാണോ? നിങ്ങൾ എന്തൊരു തെറ്റ് ചെയ്താലും അതിന് എന്തെങ്കിലും ഒരു തെളിവ് എവിടെയെങ്കിലും അവശേഷിച്ചിരിക്കുമെന്ന് അവൻ പറയുന്നുണ്ട്. ചെയ്ത തെറ്റിനുള്ള ശിക്ഷ എപ്പോഴായാലും കിട്ടിയിരിക്കും, എല്ലാ കാലവും ഒരാൾക്ക് ലക്കിയായിരിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. അധികം വൈകാതെ തന്നെ ഹീറോയുടെ കമ്പനിയിലെ കേസ് കോർട്ടിലേക്ക് എത്തുകയും അവൻ്റെ അച്ഛനെ ഹീറോ മുൾമുനയിൽ നിർത്തുന്നുമുണ്ട്. അങ്ങനെ പത്രക്കാരെല്ലാം അയാൾക്ക് ചുറ്റും കൂടിയിട്ട് പത്രക്കാരൊക്കെ അയാളോട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ മകൻ തന്നെയാണല്ലോ നിങ്ങളെ ഇപ്പോൾ കോടതിയിലേക്ക് കയറ്റിയെന്ന് അറിയാൻ സാധിച്ചത്. അന്നത്തെ നെവിൽ കമ്പനിയിലെ കേസ് ഹീറോയുടെ മുത്തശ്ശനെതിരെ നിങ്ങൾ തന്നെയാണല്ലോ ഫയൽ ചെയ്തത്. ഇപ്പോൾ നിങ്ങൾ റിട്ടയർഡ് ആയിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മകൻ വീണ്ടും ആ കേസുമായി കോർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. റൂമേഴ്സ് പരക്കുന്ന പോലെ തന്നെ നിങ്ങൾ കള്ളത്തെളിവുകൾ കെട്ടിച്ചമച്ച് വിജയങ്ങൾ നേടിയെടുക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അവരുടെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാതെ അവൻ്റെ അച്ഛൻ അവിടെ നിന്ന് പോവുകയായിരുന്നു. പത്രക്കാർ ഇതിൻ്റെ പിന്നിലെ സത്യം എന്താണെന്ന് ഈ സമയത്ത് ഹീറോ എടുത്ത് ചോദിക്കുന്നുണ്ട്. ഹീറോ ആവട്ടെ ഇതിൻ്റെ പിന്നിലുള്ള എല്ലാ സത്യങ്ങളും അന്നത്തെ ഹോസ്റ്റ് ആയിരുന്ന ഫ്ലോറൻസ് കീലിക്ക് അറിയാമെന്ന് പറയുന്നുണ്ട്. ഈ സമയം ഹീറോയിൻ്റെ അമ്മ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടിംഗ് ചാനലിലെ മാനേജർ ആവട്ടെ ഈ വാർത്തയൊക്കെ അറിഞ്ഞ് അവരോട് വല്ലാതെ ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു. കേസ് വീണ്ടും റീഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും നിങ്ങൾ എന്തെങ്കിലും തെറ്റായിട്ടുള്ള ഇൻഫോർമേഷൻ ആണോ വാർത്തയിലൂടെ പുറത്തുവിട്ടിരിക്കുന്നേ എന്ന് മാനേജർ അവരോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരും പറയുന്നുണ്ട് ഞാൻ സത്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ എന്ന്. അപ്പോൾ ഉടനടി തന്നെ ഈ കേസിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ സ്റ്റേറ്റ്മെന്റ് തനിക്ക് തയ്യാറാക്കി നൽകണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഫ്ലോറൻസ് ഗിലിയാവട്ടെ ഈ സമയത്ത് ഹീറോയെ നോക്കിയിട്ട് നീ ആയിരുന്നല്ലേ എന്നുള്ള രീതിയിൽ ഒരു ഫ്ലാഷ് ബാക്ക് ഹീറോയെ നോക്കിയിട്ട് ആലോചിക്കുന്നുണ്ട്. അവൻ്റെ അച്ഛനുമായിട്ട് അവർ ഈ പ്ലാനിംഗ് ഒക്കെ തയ്യാറാക്കി നിൽക്കുമ്പോൾ ഹീറോ ആവട്ടെ രഹസ്യമായി തന്നെ അവരെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇത് അന്ന് അവളുടെ അമ്മ കണ്ടിരുന്നെങ്കിലും അത് അത്ര വലിയ കാര്യമാക്കി അവർ എടുത്തിരുന്നില്ല. ഹീറോയിൻ്റെ അമ്മയാവട്ടെ അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ അവൻ്റെ അച്ഛൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് അയാൾ ചോദിക്കുന്നുണ്ട് ഈ കാര്യങ്ങളൊന്നും ഇതുവരെ ഈ കേസിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലല്ലോ, ഇതൊക്കെ എന്താ ഇൻക്ലൂഡ് ചെയ്യാത്തതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് ഈ ഒരു റിപ്പോർട്ട് ഞാൻ പുറത്തുവിട്ടാൽ ഉടനടി തന്നെ എല്ലാ പത്രക്കാരും അതിൻ്റെ പിന്നാലെ കൂടി ഇതുപോലെ തന്നെ റിപ്പോർട്ട് നൽകുന്നതാണ്, അതിൽ നിന്ന് എനിക്ക് യാതൊരു നേട്ടവും ഉണ്ടാകാൻ പോകുന്നില്ല. അതിനുശേഷം അയാളുമായി ഒരു ഡീലിന് തയ്യാറായിട്ടാണ് അവിടേക്ക് വന്നിരിക്കുന്നു എന്ന് അവളുടെ അമ്മ പറയുന്നുണ്ട്. ഹീറോയുടെ അച്ഛനും ചോദിക്കുന്നുണ്ട് എന്താണ് അവരുടെ ആവശ്യമെന്ന്. അവളുടെ അമ്മ പറയുന്നുണ്ട് അവരുടെ കമ്പനിയിൽ നടക്കുന്ന എല്ലാവിധ കാര്യങ്ങളെക്കുറിച്ചും റിപ്പോർട്ട് ചെയ്യാനുള്ള അധികാരമാണ് അവർക്ക് വേണ്ടുന്നതെന്ന്. നിങ്ങൾ കമ്പനിയിൽ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാക്കിയാൽ മതി, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്തോളാം, നിങ്ങൾക്കിതിൽ യാതൊരു കുഴപ്പവും വരില്ല, നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള റിപ്പോർട്ട് തന്നെയായിരിക്കും ഞാൻ കൊടുക്കുന്നത്. പക്ഷേ എന്ത് കാര്യം ഉണ്ടായാലും അത് എന്നെ തന്നെ അറിയിക്കണം, ഞാനായിരിക്കണം അത് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നതെന്നും അവളുടെ അമ്മ പറയുന്നുണ്ട്. അങ്ങനെ ആ ഡീലിന് അവൻ്റെ അച്ഛൻ സമ്മതിക്കുന്നു. ആ ഫ്ലാഷ് ബാക്കിൽ നിന്ന് പിന്നീട് പ്രസൻറ്റിലേക്ക് വരുന്നുണ്ട്. ഹീറോയിനാവട്ടെ അവളുടെ അമ്മയെ മീറ്റ് ചെയ്യാൻ വരുന്നുണ്ട്. അവളുടെ അമ്മ അവളോട് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്നോടുള്ള വെറുപ്പ് മൂലമല്ലേ നീ എഡ്വേർഡ് നെവലിലൂടെ ചേർന്ന് നിന്ന് എന്നോട് റിവെഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നേ എന്ന്. ഈ സമയത്ത് അവൾ പറയുന്നുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരു അപരിചിത മാത്രമാണ്. ഈ സമയത്ത് അവൾ പറയുന്നുണ്ട് ഈ ഒരു ഇൻസിഡൻറ്റിന് മുമ്പ് പോലും നിങ്ങളെക്കുറിച്ച് ഞാൻ കരുതിയിരുന്നത് നിങ്ങൾ വെറും ഒരു സെൽഫിഷ് മാത്രമാണെന്നാണ്. പക്ഷേ അങ്ങനെയായിരുന്നില്ല, നിങ്ങൾ നിങ്ങളുടെ കരിയറിന് വേണ്ടി എത്രത്തോളം തരം താഴാനും മടിക്കില്ല എന്ന് അവൾ തുറന്നു പറയുന്നുണ്ട്. അതുമാത്രമല്ല നിങ്ങളുടെ തെറ്റായിട്ടുള്ള റിപ്പോർട്ട് കാരണം 3 പേരുടെ ജീവിതമാണ് നശിച്ചുപോയെന്നും അവൾ പറയുന്നു. അവൾ അവരുടെ ഓരോ തെറ്റുകുറ്റങ്ങൾ തുറന്നു പറയുന്നുണ്ടെങ്കിലും അവർ അവരുടെ തെറ്റുകളെ ന്യായീകരിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ അവരവിടെ നിന്ന് പോകുന്നുമുണ്ട്. അങ്ങനെ 20 വർഷങ്ങൾക്ക് മുമ്പുള്ള ഹീറോയുടെ കമ്പനി കേസിലാവട്ടെ ഹീറോയുടെ മുത്തശ്ശനും അതുപോലെ തന്നെ അമ്മയ്ക്ക് നീതി ലഭിക്കുന്നുണ്ട്. ഹീറോ ആ കേസ് ജയിക്കുകയും ഹീറോയുടെ അച്ഛൻ ജയിലിലാവുകയും ചെയ്യുന്നുണ്ട്. വിധി അവൻ്റെ അച്ഛന് എതിരായതുകൊണ്ട് തന്നെ അയാൾ വളരെ രൂക്ഷമായി തന്നെ ഹീറോ എടുത്ത് പെരുമാറുന്നുണ്ട്. അവർ തമ്മിലുള്ള സംസാരം ഹീറോയെ അവസാനം അയാളെ കയ്യേറ്റം ചെയ്യുന്നത് വരെ എത്തിപ്പറ്റുന്നുണ്ട്. എന്നിരുന്നാലും ഹീറോയിൻ പെട്ടെന്ന് ഇടയിൽ കയറി അവനെ തടയുന്നുണ്ട്. അതുകൊണ്ട് അവൻ അയാളെ ഒന്നും ചെയ്യുന്നില്ല.
ഹീറോ ആവട്ടെ അവൻ്റെ അച്ഛൻ്റെ അടുത്ത് ജീവിതത്തിൻ്റെ ഓരോ അവസാന അണുപോലും നിങ്ങൾ ആ ജയിലിൽ കിടന്ന് ജീവിച്ചു തീർക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഹീറോയിനെയും കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. കുറച്ച് നാളുകൾക്ക് ശേഷം ഹീറോയിനും ഒരു ലോ ഫേമിൽ ഇന്ത്യനായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിരുന്നു. ഹീറോയിൻ്റെ അമ്മയാവട്ടെ നെവിൽ ഫിനാൻഷ്യൽ കേസിൽ തെറ്റായ റിപ്പോർട്ട് നൽകിയത് കൊണ്ട് തന്നെ റിപ്പോർട്ടിംഗ് ചാനലിൽ നിന്ന് പിരിച്ചുവിടുന്നുണ്ട്. ഹീറോയിനാവട്ടെ ഈ വാർത്ത അറിഞ്ഞ് അവരെ കാണാനായി പോകുന്നുണ്ട്. ഹീറോയും അവളോടൊപ്പം ചെല്ലാമെന്ന് പറയുന്നുണ്ടെങ്കിലും അതിൻ്റെയൊന്നും ആവശ്യമില്ല, എനിക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും അവരോട് ചോദിക്കാനില്ല, ഒരേ ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ, അത് പെട്ടെന്ന് തന്നെ ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അവൾ കാറിൽ നിന്ന് ഇറങ്ങി അവരുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അവളെ കണ്ട ഉടനെ തന്നെ അവളുടെ അമ്മ ചോദിക്കുന്നുണ്ട്, എന്താ എന്നെ കണ്ട് ചിരിക്കാനാണോ ഇങ്ങോട്ടേക്ക് വന്നേ എന്ന്. കുറേ നാളുകൾക്ക് മുമ്പ് ഞാനൊരു കാര്യം മനസ്സിൽ വിചാരിച്ചിരുന്നു, എപ്പോഴെങ്കിലും നിങ്ങളെ കാണുകയാണെങ്കിൽ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കണമെന്ന്. മടിയും കൂടാതെ ഒരിക്കൽ നിങ്ങൾ എന്നെ ഉപേക്ഷിച്ച് പോയപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചതൊക്കെ നേടിപ്പിടിക്കാൻ നിങ്ങൾക്ക് സാധിച്ചോ എന്ന് ഹീറോയിൻ അവരടുത്ത് ചോദിക്കുന്നുണ്ട്. അവളുടെ ഈ ചോദ്യം കേട്ടപ്പോൾ അവർക്ക് മറുപടിയൊന്നും ഇല്ലായിരുന്നു. അവർ തല കുനിച്ച് നിന്നതേയുള്ളൂ. ഹീറോയിൻ ചുറ്റുമൊന്ന് നോക്കിയിട്ട് തനിക്കുള്ള മറുപടി കിട്ടിയെന്നും പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്നാൽ അവൾ പോകുന്ന സമയത്ത് അവർ അവളുടെ കൂടെ സോറി പറയുന്നുണ്ട്. എന്നാൽ അവൾ തിരിഞ്ഞു പോലും നോക്കാതെ അവിടെ നിന്ന് പോകുന്നുണ്ട്. കാറിൽ കയറിയ ഹീറോയിൻ അവിടെ മൂഡ് ഓഫ് ആയിരിക്കുന്ന കണ്ടിട്ട് അവളെ സന്തോഷിപ്പിക്കാനായി ഹീറോ ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ അവർ സന്തോഷത്തോടെ തന്നെ അവിടെ നിന്ന് പോകുന്നുണ്ട്. കുറേ നാളുകൾക്ക് ശേഷമുള്ള കാര്യങ്ങളാണ് പിന്നീട് കാണിക്കുന്നത്. ഹീറോയും അവൻ്റെ ഫ്രണ്ടും ഗെയിമൊക്കെ കളിച്ച് വല്ലാതെ ക്ഷീണിച്ചിരിക്കുകയായിരുന്നു. ഈ സമയത്ത് ഹീറോയിൻ്റെ ഒരു കേസ് അവൾ നന്നായി തന്നെ വാദിച്ച് ജയിച്ചു എന്നുള്ള വിവരം ന്യൂസിലൂടെ ഫ്രണ്ട് കാണുന്നുണ്ട്. ആ വിവരം ഹീറോയെ അവൻ അറിയിക്കുന്നുണ്ട്. ഈ സമയത്ത് ഹീറോ അവനോടൊരു സംശയം ചോദിക്കുന്നുണ്ട്. തൻ്റെ ഒരു ഫ്രണ്ടിനെ പറ്റിയുള്ള സംശയമാണെന്ന് പറയുമ്പോൾ അവൻ്റെ ഫ്രണ്ട് ചോദിക്കുന്നുണ്ട്, നിൻ്റെ എല്ലാ ഫ്രണ്ട്സിനെ കുറിച്ചും എനിക്കറിയാമല്ലോ, പിന്നെ ഇത് ഏത് ഫ്രണ്ടാണെന്ന്. അപ്പോൾ ഹീറോ പറയുന്നുണ്ട്, അത് നിനക്കറിയാത്ത ഒരു ഫ്രണ്ടാണെന്ന്. അവൻ്റെ ഭാര്യ ഈയിടെയായിട്ട് വളരെ വിചിത്രമായിട്ടാണ് പെരുമാറുന്നേ എന്ന് ഹീറോ പറയുന്നുണ്ട്. ഫ്രണ്ടിൻ്റെ ഭാര്യയാവട്ടെ 3 മാസമായിട്ട് ഗർഭിണിയാണെന്നും എന്നാൽ അവൾ ഇതുവരെ ഫ്രണ്ടിൻ്റെയോട് വിവരം പറഞ്ഞിട്ടില്ല എന്നും പറയുന്നുണ്ട്. കാര്യം പിടികിട്ടിയ ഫ്രണ്ടാവട്ടെ അവനോട് ചോദിക്കുന്നത്, നീ എന്താ ഈ പറഞ്ഞു വരുന്നത്, മാർഗ്രറ്റ് പ്രഗ്നൻ്റ് ആണോ, അവൾ ഇതുവരെ നിന്നോട് ഈ കാര്യം തുറന്നു പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ ദേഷ്യത്തോടെ തന്നെ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ടവല് ഫ്രണ്ടിൻ്റെ നേർക്കെറിയുന്നുണ്ട്. ഫ്രണ്ട് അവനോട് പറയുന്നുണ്ട്, ചിലപ്പോൾ അവൾക്ക് നിന്റെ മേലിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടായിരിക്കാം പറയാത്തേ എന്ന്. പെൺകുട്ടികൾക്ക് എപ്പോഴും നമ്മൾ ആണുങ്ങൾ അവർക്ക് ഒരു സെക്യൂരിറ്റി കൊടുക്കുന്ന ഒരു ഫീൽ ഉണ്ടായിരിക്കണമെന്നും ഫ്രണ്ട് അവനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കി വെച്ചുകൊണ്ട് തന്നെ ഹീറോ ആവട്ടെ നേരെ അവളുടെ അടുത്ത് ചെന്നിട്ട്, ഈ സമയത്ത് നിനക്ക് ഒരുപാട് റെസ്റ്റ് ആവശ്യമാണെന്ന് പറയുന്നുണ്ട്. അവനാവട്ടെ അവളെ നേരെ കൊണ്ടുചെന്ന് ഒരു ചെയറിലേക്ക് ഇരുത്തിയിട്ട് അവൻ്റെ പ്രോപ്പർട്ടീസും അതുപോലെ തന്നെ എല്ലാ സ്വത്തുവകകളുടെയും ഫയൽസൊക്കെ എടുത്ത് അവളുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറയുന്നുണ്ട്, എനിക്ക് കുട്ടികളെ വളരെ ഇഷ്ടമാണ്, ഇത് എൻ്റെ പ്രോപ്പർട്ടീസിൻ്റെയും എല്ലാ സ്വത്തുവകകളുടെയും രേഖകളാണ്, ഇതെല്ലാം നീ ഇനി മുതൽ സൂക്ഷിച്ചോളൂ, ഞാൻ നിന്നെയോ നമ്മുടെ കുഞ്ഞിനെയോ ഒരു രീതിയിലും ഉപദ്രവിക്കില്ല, ഒരിക്കലും നിങ്ങളെ വിട്ട് എവിടേക്കും പോവുകയുമില്ല. ഇത് കേട്ട ഹീറോയിനാവട്ടെ ചിരിച്ചുകൊണ്ട് അവനോട് ചോദിക്കുന്നുണ്ട്, കുട്ടിയോ, ആരുടെ കുട്ടി, നീ എന്നെ തെറ്റിദ്ധരിച്ചതുപോലെ തോന്നുന്നുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവനും പറയുന്നുണ്ട്, എനിക്കിതിന് മുമ്പേ തന്നെ അറിയാം, ഞാൻ നിന്നെ സേഫായി നോക്കാത്തത് കൊണ്ടല്ലേ നീ എന്നോട് ഈ കാര്യം പറയാൻ മടിച്ചെന്ന് അവൻ ചോദിക്കുമ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, ഞാൻ പ്രഗ്നൻ്റായ വിവരം നിങ്ങളോട് മറച്ചു വെച്ചതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന്. ഇത് കേട്ട് അവനവിടെ വിഷമത്തോടെ തന്നെ അവളുടെ കൂടെ പറയുന്നുണ്ട്, നീ എല്ലാ ദിവസവും പോസ്റ്റ്മോർട്ടത്തിൻ്റെ ബുക്ക് എടുത്ത് വെച്ച് വായിക്കുന്നത് ഞാൻ കാണാറുണ്ടല്ലോ, അതുമാത്രമല്ല ഒരു പെൺകുട്ടിയെടുത്ത് നീ 3 months പ്രഗ്നൻ്റ് ആണെന്നുള്ള വിവരം പറയുന്നത് ഞാൻ കേട്ടല്ലോ. ഇത് കേട്ട ഹീറോയിനാവട്ടെ ചിരിച്ചുകൊണ്ട് അവൻ്റെ കൂടെ പറയുന്നുണ്ട്, എൻ്റെ ഒരു ക്ലയൻ്റ് ആണ് പ്രഗ്നൻ്റ്, ഞാനൊരു പ്രോപ്പർട്ടി കേസ് അവരുമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. ഹീറോയിനാവട്ടെ ചിരി അടക്കാൻ സാധിക്കുന്നതേ ഇല്ലായിരുന്നു. സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ഹീറോ ആവട്ടെ നാണക്കേട് തോന്നി അവിടെ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട്. എന്നാൽ അവളിങ്ങനെ ചിരിക്കുന്നത് കണ്ടിട്ട് സഹിക്കവയ്യാതെ ഹീറോ ആവട്ടെ അവളുടെ അടുത്ത് ചിരി നിർത്തുമെന്ന് പറഞ്ഞ് അവളെ അവിടെ നിന്ന് എടുക്കുന്നുണ്ട്. ഇപ്പോൾ നീ പ്രഗ്നൻ്റ് അല്ല എന്നല്ലേ ഉള്ളൂ, ഈ രാത്രി നന്നായി വർക്ക് ചെയ്താൽ പ്രഗ്നൻ്റ് ആവാവുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവളെ എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകുന്നിടത്ത് നമ്മുടെ ഡ്രാമ അവസാനിച്ചിരിക്കുകയാണ്. ഡ്രാമ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഡ്രാമ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതും നിങ്ങൾക്ക് കമൻസിലൂടെ പറയാം. പുതിയൊരു ഡ്രാമയുമായി ഉടനടി തന്നെ കാണാം. വീണ്ടും കാണും വരെ ബൈ ബൈ.